ഹല്ലേലൂയ. ഈ സമയത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഗിരിപ്രഭാഷണത്തെക്കുറിച്ചുള്ള പഠനത്തിൽ ബിയാറ്റിറ്റ്യൂഡ്സിന്റെ ആദ്യത്തെ ഭാഗങ്ങളാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവർക്കുള്ളത്, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കും, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചത്. ഇനി നമ്മൾ പുതുതായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ആണ്. അത് ഒരുപക്ഷെ ഞാൻ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും എന്ന് നമ്മൾ കണ്ടു. നമ്മൾ എന്തിനു വേണ്ടി ദാഹിക്കുന്നുവോ അതിനെ കൊണ്ടാണ് കർത്താവ് പലപ്പോഴും നമ്മളെ നിറയ്ക്കുന്നത്. ഒരു പരിധി വരെ നിങ്ങളുടെ ആഗ്രഹവും താല്പര്യവും ദാഹവും എല്ലാം പണത്തിന് വേണ്ടിയാണെങ്കിൽ, അതാണ് ഞാൻ ഇവിടെ പറഞ്ഞു നിർത്തിയത്, പണത്തിന് വേണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ പണമായിരിക്കും കിട്ടുന്നത്. ഒരു മനുഷ്യൻ പണം ഉണ്ടാക്കാൻ പരിശ്രമിച്ചാൽ അവന്റെ ദാഹം എന്താണ്, അതനുസരിച്ച് അവന്റെ ലൈഫ് അവൻ നേടിയെടുക്കുന്നത്. അത് ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു എബിലിറ്റിയാണ്. വാട്ട് യു ലുക്ക് ഫോർ യു ആർ ഗെയിനിങ് ഇറ്റ്. ഇഫ് യു ലുക്ക് ഫോർ മണി, അതുകൊണ്ടാണല്ലോ പണത്തെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിന് മാത്രമേ പണക്കാരനാകാൻ പറ്റുള്ളൂ. ഇനി പണത്തെ സ്നേഹിക്കാത്തവൻ പണം എപ്പോഴും കളഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അവന് സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. പണത്തെ സ്നേഹിക്കുന്നവനാണ് അത് കൂട്ടിവെക്കുന്നത്. അപ്പോഴാണ് അവൻ എന്താകാൻ പറ്റുന്നത്, ഒരു പണക്കാരനാകാൻ പറ്റുന്നത്. എന്നാൽ യേശുവിനെയാണ് ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതെങ്കിൽ, ദൈവത്തെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, നാച്ചുറലി അവൻ ഗ്യാദർ അപ്പ്, അല്ലെങ്കിൽ കൂട്ടിവെക്കുന്നത് എപ്പോഴും എന്തായിരിക്കും, ആ യേശുവിനെ ആയിരിക്കും. അപ്പൊ യേശുവിനെ കൊണ്ട് നമുക്ക് നിറയാനായിട്ട് കഴിയും. നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞിട്ട് അതിനോട് ചേർന്ന് കർത്താവ് അതിന്റെ അടുത്ത ഭാഗമായിട്ട് പെട്ടെന്ന് പറയുകയാണ് എന്ത്, കരുണ ലഭിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ ലിങ്ക് ചെയ്യാൻ എന്താ കാര്യം? അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ കരുണ ഉള്ളവർ ഭാഗ്യവാന്മാർ എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. കാര്യം, ഈ നീതിയും കരുണയും കൂടെ ഒരുമിച്ച് പോകുന്നത് വലിയ പ്രയാസമാണ്. ഒരു പരിധി വരെ പറഞ്ഞു കഴിഞ്ഞാല് അതൊരു രണ്ടും കൂടെ നീതി, പലപ്പോഴും നമ്മൾ നീതിയാണ് നമ്മൾ വലിയ കാര്യമായിട്ട് പറയുന്നത്. നീതിയുടെ പേരിൽ തന്നെ ആളുകൾ കരുണ നിഷേധിക്കുന്നത് കണ്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ നീതിമാന്മാരാകാൻ പരിശ്രമിക്കുമ്പോൾ ശരിക്കും നമ്മൾ കരുണയില്ലാത്തവരായി പോകുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, ആശുപത്രിയിൽ ക്യൂ നിന്ന് നമ്മൾ പരിശോധന നടത്തുകയാണെന്ന് വെക്കുക. അന്നേരം ഒരാളെ തെങ്ങേന്ന് വീണ് കൊണ്ടുവന്നു. തെങ്ങേന്ന് വീണ് കൊണ്ടുവന്നാലും പരിശോധന നടത്തുന്ന കൂട്ടത്തിൽ എന്തോ വേണം, ക്യൂ നിന്ന് വേണം ഡോക്ടറെ കാണാൻ. ക്യൂ നിൽക്കുക എന്ന് പറയുന്നത് ഒരു പരിധി വരെ നീതിയാണ്, അല്ലെ? നീതിയല്ലയോ? പക്ഷെ കരുണയുള്ളവൻ എന്ത് ചെയ്യുന്നു? നീതി നോക്കാതെ അവനെ ആദ്യം കയറ്റി വിടുന്നു. അപ്പോൾ നിയമത്തിനും അപ്പുറത്താണ് കരുണ പ്രവർത്തിക്കുന്നത്. ഇത് പറഞ്ഞാൽ ആരും എന്നെ ക്രൂശിക്കരുത്, യേശു കർത്താവ് അത് തന്നെ പറഞ്ഞത്, നിയമത്തിനപ്പുറത്താണ് കരുണ എന്നാണ്. നിയമത്തിനപ്പുറത്താണ് കരുണ എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ മാത്രമേ യേശുവിന്റെ മനസ്സുള്ളവരായി നമ്മൾ മാറുന്നു. കർത്താവ് പറഞ്ഞു, ശബത്ത് മനുഷ്യന് വേണ്ടിയാണ്, അല്ലാതെ മനുഷ്യൻ എന്തിനു വേണ്ടി അല്ല, ശബത്തിന് വേണ്ടി അല്ല. പക്ഷെ ഇന്നത്തെ നമ്മുടെ ഈ ഡോഗ്മാസ് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും മനുഷ്യൻ ശബത്തിന് വേണ്ടിയാണ് എന്ന് തോന്നുന്ന രീതിയിലാണ് നമ്മളുടെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പല സമയത്തും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് സംസാരിക്കുന്നത് നിയമത്തിനും നീതിക്കുമാണ്, അല്ലാതെ കരുണയുടെ കാര്യമല്ല. നമുക്ക് ആളുകളെക്കാൾ വലുതാണ് പലപ്പോഴും നമ്മുടെ തിയോളജി എന്ന് പറയുന്നത്. ഞാൻ ചിലപ്പോൾ ഒരു ഉദാഹരണമാണ്, ജോൺ മക്കയുടെ ബുക്കിനകത്ത് കണ്ട ഒരു ഉദാഹരണമാണ്. വഴിയിൽ നമുക്കറിയാവുന്നതുപോലെ ഒരു കുരുടനായ മനുഷ്യൻ, പിറവിയിലെ കുരുടനായ മനുഷ്യൻ വഴിയിൽ ഇരിക്കുന്ന കണ്ടപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നു, കർത്താവേ, ഇവൻ പാപം ചെയ്തിട്ടാണോ, ഇവന്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തിട്ടാണോ ഇവൻ ഇങ്ങനെ ആയെന്ന്? അവിടെ തന്നെ എഴുതിയിട്ടുണ്ട് പിറവിയിലെ കുരുടനാണെന്ന്. അപ്പൊ പിന്നെ ഈ ചോദ്യം ചോദിക്കുന്നതിന് തന്നെ അർത്ഥം, പിറവിയിലെ കുരുടനായവൻ ഇവൻ പാപം ചെയ്തുകൊണ്ട് കുരുടനായെന്ന് പറയാൻ പറ്റുമോ? ഇതാ ചിലപ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നിയമവും നീതിയും തിയോളജിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് പലർക്കും കണ്ണുപോലും കാണത്തില്ല. യുവന്മാര് വാസ്തവത്തിൽ ഇവന്മാർക്ക് അല്പമെങ്കിലും വാസ്തവത്തിൽ ഈ മനുഷ്യനെ കാണുമ്പോഴത്തേക്ക് കരുണ ആവശ്യമുള്ള ഒരു വ്യക്തി എന്ന നിലയിലല്ല, ഒരു തിയോളജിക്കൽ പ്രോബ്ലമായിട്ടാണ് ആളുകളെ കാണുന്നത്. നമുക്കൊക്കെ പലപ്പോഴും കാര്യങ്ങൾ വേദപുസ്തകപ്രകാരം തലനാരിഴ കീറി ഓരോന്ന് പഠിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണെന്നൊക്കെ പറയുന്നതല്ലാതെ മനുഷ്യനോടുള്ള കരുണ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും നിഷേധിച്ചു കളയുന്ന, ഉപേക്ഷിച്ച് കളയുന്നതായ ഒരു കാര്യമാണ്. അപ്പൊ നീതിക്ക് വേണ്ടി നെഞ്ചു വിരിച്ച് പറയുന്ന വ്യക്തികൾ,
ഞാൻ നീതിക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. പക്ഷെ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നതിന്റെ കൂട്ടത്തിൽ പല സമയത്തും നമ്മിൽ നിന്ന് ചോർന്നു പോകുന്നത് എന്തായിരിക്കും? കരുണയും മറ്റുള്ളവരോടുള്ള സ്നേഹവും കരുതലും മനസ്സിലും ഒക്കെ ആയിരിക്കും. അപ്പൊ നീതിക്ക് വേണ്ടി നെഞ്ചു വിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് കരയുന്നവന് ചാരാൻ ഒരു നെഞ്ചു കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ. നീതിക്ക് വേണ്ടി ചങ്ക് വിരിച്ചു നിൽക്കുന്നതിനേക്കാൾ നല്ലതാണ് കഷ്ടപ്പെടുന്ന കരയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങളുടെ മാറിൽ അവനൊന്ന് ആശ്രയം, അല്ലെങ്കിൽ അവനെ ഒന്ന് ഹഗ് ചെയ്യാനായിട്ട് കഴിയുകയാണെങ്കിൽ ഒരുപക്ഷെ അതായിരിക്കും ദൈവസന്നിധിയിൽ കൂടുതൽ പ്രയോജനമുള്ളതാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. യാക്കോബിന്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 2-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ, വേഴ്സ് 13, 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ, കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും, കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. നോക്ക്, യാക്കോബ് പറയുന്ന കാര്യം ഇതാണ്. കരുണ കാണിക്കാത്തവന് അവൻ എത്ര നീതിമാനാണെങ്കിലും കരുണ കൂടാതെയുള്ള ന്യായവിധി ഉണ്ടാകും, എന്നാൽ കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. ഒരു പരിധിവരെ എന്താ ഇവിടെ പറയുന്നത്? ന്യായവിധിയിൽ തന്നെ ഒരു മനുഷ്യന്റെ ന്യായവിധിയെ മാറ്റിമറിക്കത്തക്ക രീതിയിലുള്ള ഒരു ക്വാളിറ്റി എന്തിനുണ്ടെന്നാ പറയുന്നത്? കരുണയ്ക്ക് ഉണ്ട് എന്നാണ്. ഒരുപക്ഷെ അയാൾ വളരെ നീതിയോടെ ആയിരിക്കും കാര്യങ്ങളെല്ലാം ചെയ്തത്. നീതിയേക്കാൾ വലുതാണ് കരുണ എന്നറിയാൻ നമുക്ക് ശമരിയക്കാരന്റെ ഉപമ ഒന്ന് പഠിച്ചാൽ മതി. ശരിക്കും നീതികേടൊന്നും ഈ പറയുന്ന ലേവ്യനോ പുരോഹിതനോ ഒന്നും കാര്യമായ നീതികേടൊന്നും കാണിക്കുന്നതായിട്ട് നമുക്കറിയത്തില്ല. ചില സമയത്ത് നമുക്കൊരു പക്ഷേ ഈ പുരോഹിതൻ അതിലേ കടന്നുപോയി. പുരോഹിതൻ കടന്നു പോകുന്ന കൂട്ടത്തിൽ അയാൾ ഈ വഴിയിൽ കിടക്കുന്ന മനുഷ്യൻ ചത്തുപോയതാണെന്ന് വെച്ചായിരിക്കും നോക്കാത്ത കാര്യം. അയാളെ കാണാം ചത്തുപോയതാണെങ്കിൽ ശവത്തെ തൊട്ട് കഴിഞ്ഞാൽ ഇയാൾക്ക് ചെന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നേരെ ചെന്ന് ദേവാലയത്തിലെ ശുശ്രൂഷ ചെയ്യാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ ദേവാലയത്തിലെ ശുശ്രൂഷ എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് കൊണ്ട് കരുണയേക്കാൾ വലുതാണ് ദേവാലയത്തിലെ ശുശ്രൂഷ എന്നാണ് നിങ്ങളുടെ മനസ്സിലെ ചിന്ത. പല സമയത്തും ഇതെല്ലാം ഞാൻ ഉൾപ്പെടെ നിങ്ങൾക്കെല്ലാം പറ്റുന്ന ഒരു വലിയ പ്രശ്നമാണ്. നമ്മുടെ മനസ്സിൽ ചില സങ്കല്പങ്ങളുണ്ട്. ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആരാധനയ്ക്ക് പോകാൻ വണ്ടിയിലോട്ട് കയറാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ അയൽവക്കത്തുള്ള ഒരാള് പെട്ടെന്ന് വിളിച്ചിട്ട് പറയാണ്, ഞാന് സൂയിസൈഡ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രദറെ ഇപ്പൊ സൂയിസൈഡ് ചെയ്യല്ലേ, ഞങ്ങൾ ആരാധനയ്ക്ക് ഒന്ന് പൊക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് വരട്ടെ, പിന്നെ അത് കേട്ടോ എന്നാണ് പറയുന്നത് നമ്മൾ. അപ്പൊ ഒരുപക്ഷെ നമ്മുടെ ചിന്ത എന്താ? അയ്യോ, ആരാധന മുടക്കാൻ പറ്റത്തില്ല എന്നുള്ളതായിരിക്കും നമ്മുടെ ചിന്ത. ഏതാണ്ട് ഇതുപോലെയൊക്കെയാണ് വാസ്തവത്തിൽ ഈ ലേവ്യനും പുരോഹിതനും ഒക്കെ ചിന്തിച്ചത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ദേവാലയ ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ടവരാണല്ലോ. അതുകൊണ്ട് ദേവാലയ ശുശ്രൂഷ മുടക്കാൻ ഇവർക്ക് എന്തില്ല? മനസ്സില്ല. ഞാൻ ദമോയിലൂടെ ഒരു പ്രാവശ്യം വണ്ടി ഓടിച്ചുകൊണ്ട് പോയ കൂട്ടത്തിൽ ഒരാൾ ഉന്തുവണ്ടിയില് ഇങ്ങനെ ഉന്തിക്കൊണ്ട് പോകുന്ന വണ്ടിയില് ഒരു നല്ല വെള്ളത്തുണി വിരിച്ചിരിക്കുന്ന കണ്ടു. അത്രയും വെള്ളയുള്ള തുണി ഞാൻ അവിടെ ഒരു മനുഷ്യൻ ഉടുത്തു കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഇയാൾ എന്തോ ഇത്? പെട്ടെന്ന് ഞാൻ വണ്ടി ഒന്ന് നിർത്തി നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി ഒരു അനാഥ ശവമാണ്. അപ്പൊ അനാഥ ശവം ഇയാൾ ഉന്തിക്കൊണ്ട് നടക്കും, ഒറ്റ മനുഷ്യനാണ്, ചെറിയൊരു മഴ ചാറ്റിലുമുണ്ട്. അപ്പൊ എനിക്ക് വലിയൊരു ക്യൂരിയോസിറ്റി ഉണ്ടായി. ഇതെന്താ, ഇയാളുടെ ആരെങ്കിലും ആണോ, അതോ ഇയാൾ വഴിയിൽ കിടന്ന ഏതെങ്കിലും ശവം കൊണ്ടുപോയി അടക്കാനായിട്ടുള്ള ഒരു സന്മനസ് കാണിക്കുകയാണോ? എനിക്ക് വണ്ടി നിർത്തണമെന്നും അയാളോട് ചോദിക്കണമെന്നും കഴിയുമെങ്കിൽ ഇയാളുടെ ആരെങ്കിലും ആണെങ്കിൽ അയാളെ ആശ്വസിപ്പിക്കണമെന്നും, ഇനി അയാളുടെ അല്ല എങ്കിൽ അയാൾ വലിയൊരു ത്യാഗമല്ല ചെയ്യുന്നത്, അയാളുടെ കൂടെ ഏറ്റവും കുറഞ്ഞ ശ്മശാനത്തിലേക്ക് പോകണം എന്നും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് വാച്ച് നോക്കിയപ്പോൾ യോഗം തുടങ്ങാൻ സമയമായി, ഞാൻ ചെന്നിട്ട് വേണം പ്രാർത്ഥിച്ചു തുടങ്ങാൻ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യാതെ വണ്ടി വിട്ടുപോയി. അപ്പൊ വാസ്തവത്തിൽ എനിക്ക് വേണമെങ്കിൽ ആശ്വസിക്കും, ഞാൻ ചെന്നില്ലെങ്കിൽ യോഗം പ്രാർത്ഥിച്ചു തുടങ്ങാൻ പറ്റത്തുള്ളതായിരിക്കും ഞാൻ പെട്ടെന്ന് ചിന്തിക്കുന്നത്. പക്ഷെ ദൈവം എന്നെ വലിയ ഒരു ബ്ലാക്ക് മാർക്ക് ഇട്ടാണ് അവിടെ വാസ്തവത്തിൽ കാണുന്നത്. ഞാൻ അവിടെ ആ മനുഷ്യനോട് ഇറങ്ങി ഇടപഴകേണ്ടതായിരുന്നു എന്ന് ഞാൻ ഇന്നും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഇന്നും അതിന് കഴിയാഞ്ഞതിൽ എനിക്ക് ദുഃഖവുമുണ്ട്. കാരണം കരുണയാണ് ന്യായവിധിയെ പോലും ജയിച്ചു വരുന്നത് എന്നുള്ള തിരിച്ചറിവ്. ഈ കരുണയും മനസ്സലിവും നമ്മൾ പഠിച്ചിരുന്നെങ്കിൽ, അതുകൊണ്ടാണ് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. കാരണം ഇവിടെ യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന ഭാഗം അതാണല്ലോ, കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും, കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. See, I will read in English. അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ
കാണുന്നത് ഇപ്രകാരമാണ്: ഫോർ ജഡ്ജ്മെന്റ് ഈസ് വിതൗട്ട് മേഴ്സി to one who has shown no mercy, yet mercy triumphs over judgment. ന്യായവിധിയുടെ മുകളിൽ, അല്ലെങ്കിൽ ഞാൻ ന്യായം വിധിക്കപ്പെടേണ്ടതായ ഒരു സാഹചര്യത്തിൽ, ഒരുപക്ഷെ സമയത്ത് ആരാധനയ്ക്ക് പോകാത്തതിന് എന്നെ ന്യായം വിധിക്കേണ്ടതാണ്. പക്ഷേ കരുണ കാണിച്ചത് കൊണ്ട് ഞാൻ തെറ്റിച്ച ന്യായപ്രമാണത്തെ പോലും മറികടന്ന് ദൈവത്തിന്റെ ക്ഷമ അല്ലെങ്കിൽ കരുണ എന്റെ മേൽ പതിക്കുന്നു എന്നാണ് അവിടെ കാണുന്നത്. വാസ്തവത്തിൽ ഇന്ന് ക്രിസ്ത്യാനികൾക്ക് ചോർന്നു പോയ ഒരു ക്യാരക്ടറായിട്ടാ നമുക്ക് കാണാൻ കഴിയുന്നത് കരുണ എന്ന് പറയുന്നത്. എന്താണ് കരുണ എന്ന് ചോദിക്കുമ്പോൾ, കരുണയും മനസ്സലിവും തമ്മിൽ ഒരു നല്ല ഡിഫറൻസ് ഉണ്ട്. കരുണ എന്ന് പറയുന്നത് എന്റെ പാസ്റ്റ് എക്സ്പീരിയൻസിനെ മറന്ന് ഞാൻ ഇടപെടുന്നതാണ്. മനസ്സലിവ് എന്ന് പറയുമ്പോൾ എന്റെ ഇപ്പോഴത്തെ സ്റ്റേജിനെ കണ്ട് ഒരാൾ ഇടപെടുന്നതാണ് ശരിക്കും മനസ്സലിവ്. കമ്പാഷൻ ആൻഡ് മേഴ്സി. മേഴ്സി എന്ന് പറയുമ്പോൾ വി ജസ്റ്റ് ഫൊർഗെറ്റ് ഓൾ ദ തിങ്സ് ദാറ്റ് ഹാപ്പൻ. എല്ലാം പഴയ കാര്യങ്ങളെല്ലാം മറന്ന് നമ്മൾ അയാളോട് കരുണയോടുകൂടെ ഇടപെടുകയാണ്. എന്നാല് ഇതിന് കൊടുത്തിരിക്കുന്ന വാക്കിന്റെ അർത്ഥം, ഞാനിത് മലയാളത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞാലും ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്കിന്റെ അർത്ഥം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു വ്യക്തിയുമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ അയാളുടെ സ്കിന്നിനകത്ത് കയറി നിന്ന് അയാളെ പോലെ കാര്യങ്ങൾ കാണാനുള്ള ഒരു പ്രത്യേക കഴിവിനെ ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. യേശു നമ്മളോട് കരുണ കാണിക്കാൻ കഴിവുള്ളവനാണ് എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ്? നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നതാണ്, നമ്മളോട് കരുണ കാണിപ്പാൻ കഴിവുള്ളവനാണ് അവൻ. എന്തുകൊണ്ടാണ്? അവൻ നമ്മുടെ സ്കിന്നിൽ കയറി നിന്നവനാണ്. അവന് നമ്മൾ എങ്ങനെയുള്ള വ്യക്തിയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. നമ്മൾ ഒരാളോട് കരുണ കാണിക്കണമെങ്കിലും ഒരാളുടെ മനസ്സലിവ് കാണിക്കണമെങ്കിലും അയാളുടെ സ്കിന്നിനകത്ത് കയറി നിൽക്കാനുള്ള ഒരു സ്പെഷ്യൽ എബിലിറ്റി നമുക്ക് ഉണ്ടായാലേ പറ്റുള്ളൂ. ഒരിക്കലും ക്വീൻ വിക്ടോറിയ, അവിടുത്തെ ക്വീൻ വിക്ടോറിയ ഭർത്താവ് മരിച്ച് അനേക വർഷങ്ങൾ ജീവിച്ച ഒരു വ്യക്തിയാണ്. എന്നാൽ അവിടുത്തെ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പ്രൊഫസർ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വൈഫിന്റെ അടുത്ത് ഇവര് ചെന്ന് കഴിഞ്ഞിട്ട് വിസിറ്റ് ചെയ്തപ്പോഴത്തേക്ക് പെട്ടെന്ന് മിസ്സസ് ടുലോക്ക് അവർ പെട്ടെന്ന് എഴുന്നേറ്റ് രാജ്ഞിയെ സ്വീകരിക്കാൻ ചെന്നപ്പോൾ രാജ്ഞി പറഞ്ഞു, ഇരിക്ക്, നീ അവിടെ ഇരിക്ക്. എന്നിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഇംഗ്ലണ്ടിന്റെ മഹാറാണി എന്ന നിലയിലല്ല, പ്രത്യുത ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയെ കാണാൻ വന്ന ഭർത്താവ് മരിച്ച ഒരു വിഡോയാണ് വന്നിരിക്കുന്നത്. അതായത് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എന്റെ പദവികളും കാണിച്ചുകൊണ്ടല്ല വന്നിരിക്കുന്നത്. പിന്നെ എന്താണ്? നീ ഏത് അവസ്ഥയിലൂടെ കടന്നുപോയോ അതേ അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയിട്ടുള്ളത് കൊണ്ട് എനിക്ക് നിന്നോട് കരുണ കാണിക്കാൻ, മനസ്സലിവ് കാണിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. അവനും കർത്താവ് മനുഷ്യനായി നമ്മുടെ അതേ അവസ്ഥകളിലൂടെ ജീവിച്ചത് കൊണ്ട് നമുക്ക് കർത്താവിൽ നിന്ന് കരുണ ലഭിക്കാനുള്ള സകല കാര്യങ്ങൾ നമുക്ക് കർത്താവിന് മനസ്സിലാകും. കർത്താവിന് മനസ്സിലാകുന്നത് കൊണ്ട് നമ്മളോട് കരുണ കാണിക്കുമെങ്കിൽ നമ്മളും ആളുകളെ മനസ്സിലാക്കി അവരോട് കരുണ കാണിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ അതിനവർ യോഗ്യരല്ലായിരിക്കും. യോഗ്യതയുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നതല്ല കരുണ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവരുടെ സകല അവസ്ഥകളെയും മറന്ന് അവരോട് കാണിക്കുന്ന മനസ്സലിവാണ് വാസ്തവത്തിൽ കരുണ എന്ന് പറയുന്നത്. നിങ്ങളിൽ പലരും റിക് വാരന്റെ ഒരു പുസ്തകം വായിച്ചു കാണും, പർപ്പസ് ഡ്രിവൻ ലൈഫ് എന്ന് പറയുന്ന പുസ്തകം. ഈ പർപ്പസ് ഡ്രിവൻ ലൈഫിൽ അദ്ദേഹം പരിചയപ്പെടുത്തുന്ന ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് പീപ്പിൾ ഉണ്ട്. അദ്ദേഹം പേരിട്ടിരിക്കുന്നത് EGR പീപ്പിൾ എന്നാണ്. EGR എന്ന് പറയുന്നത് എക്സ്ട്രാ ഗ്രേസ് റിക്വയർഡ് പീപ്പിൾ എന്നാണ്. എക്സ്ട്രാ ഗ്രേസ് റിക്വയർഡ് പീപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് കുറച്ച് കൂടുതൽ കരുണ വേണം, അല്ലെങ്കിൽ കൂടുതൽ ഗ്രേസ്, കൃപ വേണം. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടത്ര കൃപയില്ല. ദൈവം നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത് എക്സ്ട്രാ ഗ്രേസ് തന്നുകൊണ്ടാണ്. വി ആർ നോട്ട് EGR പീപ്പിൾ, വി ഹാവ് എക്സ്ട്രാ ഗ്രേസ്. എന്തിനാണെന്നറിയാമോ? EGR ആയിട്ടുള്ള ഒത്തിരി പേരെ നമ്മൾ വഴി വെച്ച് കാണും. അവർക്കൊക്കെ എന്തോ കൊടുത്തോണ്ടിരിക്കണം, ഗ്രേസ് കൊടുത്തോണ്ടിരിക്കണം. കാര്യം കർത്താവ് നമുക്ക് എന്തോ തന്നിട്ടുണ്ട്, എക്സ്ട്രാ ഗ്രേസ് തന്നിട്ടുണ്ട്. ആ എക്സ്ട്രാ ഗ്രേസ് അതില്ലാത്തവന് കൊടുത്തോണ്ടിരിക്കണം. ഒരു പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഗ്രേസ് ഇല്ല എന്നറിയാനുള്ള ഗ്രേസ് പോലും ഇവനില്ല. എനിക്ക് കൃപ ഇല്ലെന്നറിയാനുള്ള കൃപ പോലും അവന് ഇല്ല. അതുകൊണ്ട് എനിക്ക് അല്പം ഗ്രേസ് തരണം എന്ന് പറയാൻ അവൻ അറിയത്തില്ല. അവൻ പറയുന്നത് വേറെ ഭാഷയൊക്കെ ആയിരിക്കും. ഞാനൊരിക്കല് സാഗറിൽ നിന്ന് ദമോ എന്ന് പറയുന്നത് മധ്യപ്രദേശിലാണ്. സാഗറിൽ ദമോയിലേക്ക് വണ്ടി ഓടിച്ചു പോയ രാത്രിയിലാണ്. സാഗറിൽ ഒരു ബാപ്റ്റിസം ഉണ്ടായിരുന്നു. ബാപ്റ്റിസം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ബാപ്റ്റിസം കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. തിരിച്ച് വണ്ടി ഓടിച്ചു പോകുന്ന കൂട്ടത്തിൽ ട്രക്കെല്ലാം
എന്താ ബന്ധായി കിടക്കുക. അപ്പൊ ഞാൻ ചിന്തിച്ച് എന്താ പറ്റിയ പ്രശ്നം എന്താ, ഞാൻ വണ്ടി ഒരു സൈഡിൽ ഒതുക്കി കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴത്തേക്ക് വഴി ബ്ലോക്കാണ്. കുറെ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് മനസ്സിലാകുന്നത് ഒരു ടാറ്റ 407 എവിടെയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും അത് ഇടിച്ചത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഈ ട്രെയിലേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ ഈ ട്രെയിലേഴ്സിന്റെ ഒരു ഈ ട്രക്കിന്റെ പുറകിൽ വലിയ ലോഡൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് അത് ഭയങ്കര സ്ട്രോങ് ആണ്. അവത്തേലെങ്ങാനും ചെന്ന് ഇടിച്ചതായിരിക്കും. കാര്യം അവിടെ ഇവന്റെ വണ്ടി ഇടിച്ച വേറെ വണ്ടിയൊന്നും കിടപ്പില്ല, ട്രെയിലറിനൊന്നും പറ്റാനൊന്നുമില്ല. ആ ട്രെയിലറിൽ ഇടിച്ചിട്ട് ഈ ഡ്രൈവർ ജാമായിരിക്കുകയാണ്, അയാൾക്ക് പുറത്തു വരാൻ പറ്റത്തില്ല. കാലൊടിഞ്ഞു പോയി. അയാൾ സ്റ്റിയറിംഗ് സീറ്റിന്റെ അവിടെ ജാമായിട്ടിരിക്കുകയാണ്. വലിച്ചു പൊളിക്കാനൊക്കെ നോക്കിയിട്ടൊന്നും പറ്റുന്നില്ല. ഒരു സിക്കുകാരനൊരു ഡ്രൈവർ മാത്രം ഞങ്ങളെ സഹായിക്കാനായിട്ട് വന്നു. ഞാനും ഞങ്ങളുടെ ഒരു മിഷണറിയും കൂടെ ഇവനെ രക്ഷപ്പെടുത്താനായിട്ട് നോക്കുക. രക്ഷപ്പെടുത്താന്ന് പറഞ്ഞാൽ ഇതിനകത്തൊന്ന് എടുത്തു മാറ്റി ഒരിടത്ത് കിടത്തണമല്ലോ. എന്നിട്ട് അവൻ സിക്കുകാരൻ ജാക്കിയൊക്കെ അവന്റെ വണ്ടിയിൽ നിന്ന് ജാക്കി എടുത്തോണ്ട് വന്ന് ജാക്കി വെച്ചാണ് ഇത് അകറ്റുകയൊക്കെ ചെയ്തത്. ഈ ബാക്കിയുള്ള ആളുകളൊന്നും അനങ്ങുന്നില്ല. അവര് ട്രക്ക് വിട്ടോണ്ടിരിക്കുകയാണ് എവിടെയാ എന്നുള്ളതല്ലാതെ എന്തോ സംഭവിച്ചെന്ന് പോലും അവന്മാര് നോക്കുന്നില്ല. പാതിരാത്രിയാ, ഒരു 2 മണിയെങ്കിലും ആയി, ഒരു 1:30-2 മണിയായി കാണും. അപ്പോഴത്തേക്ക് ഇവൻ ഒത്തിരി വർത്തമാനമൊക്കെ പറയുന്നുണ്ട്. നോക്കിയപ്പോഴത്തേക്ക് ഭയങ്കര മദ്യപിച്ച ഒരു പരുവമായിരിക്കുകയാണ്. എന്ന് തന്നെയല്ല, ഇവൻ പറയുന്നത് ബുന്ദേൽഖണ്ഡിയിലാണ്, അവരുടെ ലാംഗ്വേജിലാണ്. അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള മിഷണറിക്ക് ബുന്ദേൽഖണ്ഡി അറിയാം. അപ്പൊ ഇവനെ രക്ഷപ്പെടുത്താനായിട്ട് ചെന്ന ഞങ്ങളെ ഇവൻ ചീത്ത വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ രക്ഷപ്പെട്ടത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭാഷ അറിയാൻ വയ്യ. അതുകൊണ്ട് പിന്നെ ഇവൻ എന്തോ പറയുന്നത് നമുക്കൊന്നും അറിയത്തില്ല, എന്തോ പറയുന്നെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എന്റെ കൂടെയുള്ള പറഞ്ഞു, എന്റെ പൊന്നച്ചായ, ഇവൻ പറയുന്നത് കേട്ടാ ഇവനെ രക്ഷിക്കാൻ തോന്നത്തില്ല, അതുപോലുള്ള കാര്യമാണ് ഇവൻ പറയുന്നത്. പിന്നെ മനസ്സിലാകുന്നത് ഇത് കള്ള് കടത്തുന്ന ഒരു വണ്ടിയാണ്. ഇതിന്റെ പുറകിലുള്ളതും കള്ള, ഇവനും കള്ള, എല്ലാം കള്ളിന്റെ ഒരു ഇതാണ്. പക്ഷെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവൻ ശരിക്കും പറഞ്ഞാൽ EGR ആണ്. എന്താണ്? ഹി നീഡ്സ് എക്സ്ട്രാ ഗ്രേസ്. പക്ഷെ എക്സ്ട്രാ ഗ്രേസ് വേണമെന്ന് അവൻ എന്ത് പറയാനുള്ളത് അവന് അറിയത്തില്ല. അവന്റെ ലാംഗ്വേജ് വേറെയാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കണം, ഇവൻ ഇപ്പൊ ആവശ്യമുള്ളത് കരുണയാണ്. അതുകൊണ്ട് ഇവന് കരുണ കൊടുക്കാനായിട്ട് ഞാൻ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. എനിക്ക് അല്പം കൃപ തരണേന്നൊന്നും പറയാനൊന്നും അവന് അറിയത്തില്ല. എന്റെ ഒരു ഫ്രണ്ട് എറണാകുളത്തുള്ള പാസ്റ്റർ മാത്യു പറയാറുണ്ട്, നമ്മൾ ഈ പട്ടി കുരയ്ക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ചെയ്താലേ പറ്റുള്ളൂ. പട്ടി ചിലപ്പം കുരയ്ക്കുന്നത് വിശന്നിട്ടായിരിക്കും. അപ്പം പട്ടി കുരയ്ക്കുമ്പം നമ്മൾ ചോദിക്കും, ഇതെന്തിനാ കുരയ്ക്കുന്നത്? അതിന് വിശന്നിട്ടായിരിക്കും. എന്നാ പിന്നെ വിശക്കുന്നെന്ന് പറഞ്ഞാൽ പോരായെന്ന് പറയാൻ പറ്റുമോ? അതിനത് പറയാൻ അറിയത്തില്ല. അതിന് വിശക്കുന്നെങ്കിൽ അതിനാകെ അറിയാവുന്ന ഒരു കാര്യമുള്ളൂ, എന്താ? കുരയ്ക്കുമ്പം നമ്മൾ മനസ്സിലാക്കിക്കോണം, എന്താ? അതിന് വിശക്കുന്നുണ്ട്, അതിന് വല്ല ആഹാരം കൊടുക്കണം. അപ്പൊ നമ്മളിലുള്ള ആഹാരം എന്ത് ചെയ്യണം? അതിന് കൊടുക്കണം. ഇതേപോലെ തന്നെ നമ്മൾ ജീവിതത്തിൽ ബന്ധപ്പെടുന്ന, നമ്മൾ കണ്ടുമുട്ടുന്ന നല്ലൊരു ശതമാനം ആളുകളും EGR പീപ്പിളാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അവൻ ചിലപ്പോ കുരയ്ക്കുകയായിരിക്കും. നമ്മളെ നോക്കി കുരയ്ക്കുന്ന പലരും നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല, കൃപ വേണമെന്ന് പറയുക. പക്ഷെ അത് പറയാൻ അറിയാൻ വയ്യാത്തത് കൊണ്ട് നമ്മളെ എന്ത് ചെയ്യുക? നമ്മളെ ചീത്ത വിളിച്ചെന്നിരിക്കും, വഴക്കുണ്ടാക്കിയെന്നിരിക്കും, നമ്മളോട് വളരെ മോശമായിട്ട് ഇടപെട്ടെന്നിരിക്കും. ഇതൊക്കെ എന്താണ്? എനിക്ക് അല്പം കൃപതാന്ന് പറയുന്നതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അത് തിരിച്ചറിയാനുള്ള കൃപ നമുക്കുണ്ടാകണം. പലരുടെ കയ്യിലും ഒത്തിരി കൃപയുണ്ടെങ്കിലും ഈ കൃപയില്ല. ഏതാ? ഇവൻ ഈ കുരയ്ക്കുന്നത് ആഹാരം ചോദിക്കുന്നതാണെന്ന് തിരിച്ചറിയാനുള്ള കൃപ നമുക്ക് ആവശ്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതാണ്, കൃപ എന്ന് പറയുന്നത് എന്താണ്? അത് ചോദിക്കുന്നവർക്കല്ല, അത് ചോദിക്കാൻ അറിയാത്തവർക്കും കൊടുക്കണം. കരുണ കാണിക്കേണ്ടത് നമ്മളോട് സ്നേഹപൂർവ്വം ഇടപെടുന്നവരോട് മാത്രമല്ല, പ്രത്യേക ആരോടും കാണിക്കണം. നമ്മളോട് സ്നേഹത്തോടെ ഇടപെടാൻ കഴിയാത്തവർക്കും കാണിക്കണം. കാര്യം അവന്റെ സ്കിന്നിനകത്ത് കയറി നിന്ന് ആലോചിക്കാൻ നമുക്ക് പറ്റണം. അതാണ് വാസ്തവത്തിൽ മറ്റുള്ളവർക്ക് കൊടുക്കാനായി ദൈവം നമുക്ക് ദയയും കരുണയും ഒഴുക്കി തന്നിരിക്കുകയാണ്. അതവർക്ക് കൊടുക്കണം. 103-ാം സങ്കീർത്തനം അതിന്റെ 4-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക്, അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു, അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു എന്നാണ്. ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. 2 രീതിയിലും ഇതെടുക്കാം. അവന്റെ ദയയും കരുണയും നമുക്കവൻ തരുന്നുവെന്നും എടുക്കാം. എന്നാൽ അതിൽ ഉപരിയായിട്ട് മറ്റൊരർത്ഥത്തിൽ നമുക്ക് എടുക്കാം. എന്താണ്? അവന്റെ ദയയും കരുണയും അവൻ നമ്മളെ ഇപ്പോഴണിയിച്ചിരിക്കുകയാണ്. അണിയിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതെന്റെയാണെന്നാണ്, ഇല്ലേ? സോ നമുക്ക് ആവശ്യത്തിനുള്ള ദയയും കരുണയും ദൈവം കാണിക്കുക മാത്രമല്ല, ദൈവം നമ്മളെ എന്ത് ചെയ്തിരിക്കുകയാണ്? അണിയിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇപ്പം നമ്മുടെ എന്തോ ഉണ്ട്? ദയയും കരുണയും ആവശ്യത്തിനുണ്ട്. അതുകൊണ്ട്
അവൻ കരുണ കാണിച്ചവർ ഇനി ദയ, കരുണ എന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. അവൻ നമുക്ക് കരുണ തന്നെങ്കിൽ, ദയ കാണിച്ചെങ്കിൽ, ഇനിയിപ്പം നമ്മുടെ ജോലി എന്താണ്? മറ്റുള്ളവർക്ക് ആ ദയയും കരുണയും കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ പ്രാപിച്ച് നമുക്ക് തന്നെ വെച്ചേക്കാനല്ല, പ്രത്യുത നമ്മൾ പ്രാപിച്ചത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ്. നമ്മള് ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 27 മുതലുള്ള വാക്യങ്ങൾ ശരിക്കും ഗിരിപ്രഭാഷണം മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്നത് പോലെ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ അവിടെ കാണുന്നത്. വേഴ്സ് 27 onwards when we read, എന്നാൽ കേൾക്കുന്നവരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ. ആരെയാണ് സ്നേഹിക്കേണ്ടത്? ശത്രുക്കളെ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ അല്ല. നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യുവിൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. നിന്നെ ഒരു ചെകിട്ടത്തടിക്കുന്നവന് മറ്റേതും കാണിച്ചു കൊടുപ്പിൻ. നിന്റെ പുതപ്പ് എടുത്തു കളയുന്നവന് വസ്ത്രവും തടുക്കരുത്. നിന്നോട് ചോദിക്കുന്ന ഏവനും കൊടുക്കുക. നിനക്കുള്ളത് എടുത്തു കളയുന്നവനോട് മടക്കി ചോദിക്കരുത്. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ തന്നെ അവർക്കും ചെയ്യുവിൻ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് ഉപചാരം കിട്ടും? പാപികളും അങ്ങനെ തന്നെ സ്നേഹിക്കുന്നുവല്ലോ. നോക്കുക, പാപികളും സ്വാഭാവികമായി മറ്റുള്ളവർ ചെയ്യുന്ന അതേ ജോലി തന്നെ നമ്മൾ ചെയ്തിട്ട് എന്താ വലിയ അർത്ഥമെന്നാ ചോദിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ നമ്മളൊന്നും വലിയ ദൈവസ്നേഹത്തിലൊന്നും അല്ല നമ്മളെ ഈ സ്നേഹം കാണിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് അറിയാമോ? നമ്മുടെ സഭയിൽ നിന്ന് പോകുന്ന, നമ്മുടെ സഭയിലുള്ളവരുമായിട്ട് നമുക്ക് ഭയങ്കര സ്നേഹമായിരിക്കും. ചിലപ്പം 10,000, 5,000, 10,000 ഒക്കെ ഒരാൾ കടം ചോദിച്ചാൽ കൊടുക്കാനുണ്ടായിരിക്കും. നമുക്ക് കൊടുക്കാനൊരു മടിയുമില്ല. ഇന്ന് തോമസ് കുട്ടിയുടെ വീട്ടിലാണ് ഊണെങ്കിൽ അടുത്ത ദിവസം ഞായറാഴ്ച തിരിച്ചു പോകുമ്പോഴത്തേക്ക് വേണമെങ്കിൽ മാത്തുക്കുട്ടിയുടെ വീട്ടിലായിരിക്കും ഊണ്. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഊണ് കൊടുക്കുന്നു. പിന്നെ പിള്ളേര് അവധിയാകുമ്പോഴത്തേക്ക് എന്റെ പിള്ളേര് മറ്റേ ജോണിയുടെ വീട്ടിൽ പോകുന്നു, ജോണിയുടെ പിള്ളേർ എന്റെ വീട്ടിൽ വരുന്നു. ഭയങ്കര സ്നേഹവും സന്തോഷവും ഒക്കെ. അപ്പൊ നമ്മൾ പറയും, ഓ എന്തൊരു ദൈവസ്നേഹം അല്ലേ. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഈ സ്നേഹം സഭയിൽ മാത്രമൊന്നും അല്ല, ഇതൊക്കെ റോട്ടറി ക്ലബിലും ഉള്ളതാ. ഒരുപക്ഷെ ഇതിനേക്കാളും ഉണ്ട്. റോട്ടറി ക്ലബിൽ കാണുന്നതിനേക്കാളും കൂടിയ എന്തോ സ്നേഹമാണ് നമ്മളിവിടെ കാണിക്കുന്നത്. കർത്താവ് ചോദിക്കുന്ന അതാ, ഏതാ ഇത് റോട്ടറി ക്ലബ്ബുകാരനും കാണിക്കുന്നില്ല എന്നാ ചോദിക്കുന്നത്. നമ്മൾ കാണിക്കുന്ന സ്നേഹമൊക്കെ ആരും കാണിക്കുന്നുണ്ട്. പാപികളും അങ്ങനെ തന്നെ കാണിക്കുന്നുണ്ട്. പാപികൾ എന്ന് പറയുമ്പോൾ ലൗകികരായ ആളുകളും കാണിക്കുന്ന സ്നേഹം കാണിച്ചാൽ അതിനകത്തൊന്നും വലിയ ദൈവിക സ്നേഹം എന്നൊന്നും പറയാനില്ല. അതൊരു മാനുഷിക സ്നേഹമാണ്. കാര്യം എന്താണെന്നറിയാമോ? മനുഷ്യന്റെ നിലയിൽ സ്നേഹം കാണിക്കുമ്പോൾ എപ്പോഴും അതവന് മടക്കി കിട്ടണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട്. മടക്കി കിട്ടണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യം ചെയ്യുന്നത് കരുണയല്ല, അതൊരു ബിസിനസ്സാണ്. എനിക്ക് മടക്കി കിട്ടണമെന്ന മോഹത്തോടുകൂടെ ഞാൻ ഒരാളെ സഹായിച്ചാൽ അത് കരുണയല്ല, അതിന്റെ പേര് ബിസിനസ് എന്നാണ്. പാപികളും കുറയാതെ മടക്കി കിട്ടേണ്ടതിന് നോക്ക്. അപ്പോൾ എന്റെ സ്നേഹം കരുണയായി പരിണമിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, മടക്കി കിട്ടാൻ കഴിയാത്ത നിലയിൽ അതിനുള്ള മോഹമില്ലാതെ എല്ലാം എടുത്തുകൊള്ളാൻ അനുവദിക്കുന്നിടത്താണ്. എല്ലാം എടുത്തുകൊള്ളാൻ. നിന്റെ പുതപ്പ് എടുക്കുന്നവൻ നിന്റെ വസ്ത്രവും തടുക്കരുത്. പുതപ്പെടുത്തോണ്ട് പോകുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, മോനെ പുതപ്പ് മാത്രം മതിയോടാ, നിനക്ക് ഉടുപ്പില്ലല്ലോ, എന്റെ ഉടുപ്പോട് എടുത്തോളാൻ പറയുന്നത് ആണ് കരുണ എന്ന് പറയുന്നത്. ദാറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. പക്ഷെ അത് മാത്രമേ കരുണയാകുന്നുള്ളൂ. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു റോങ് കൈൻഡ് ഓഫ് ചാരിറ്റി കാണിക്കുന്നതിനകത്തൊന്നുമല്ല. പലപ്പോഴും നമ്മുടെ ചാരിറ്റി എന്ന് പറയുന്നത് എക്സസിൽ നിന്നാണ് നമ്മൾ കൊടുക്കുന്നത്. പലപ്പോഴും നമ്മൾ പഴയ ഡ്രസ്സൊക്കെ ആൾക്കാർ കൊടുക്കുന്നതൊക്കെ അതൊന്ന് വലിയൊരു കാര്യമാണ്. എന്നോട് എപ്പോഴും ആൾക്കാർ ചോദിക്കും, പഴയ തുണി വേണോ, പഴയ തുണി വേണോ എന്ന്. പഴയ തുണി കൊടുക്കുന്ന എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയതെല്ലാം കൂടെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ അടുക്കാൻ സ്ഥലമില്ലല്ലോ. അപ്പൊ പിന്നെ എന്തുവാ, ഇതൊന്ന് ഒഴിഞ്ഞു കിട്ടിയിട്ട് വേണം എന്തുവാ പുതിയതായിട്ട് വാങ്ങിച്ചതൊക്കെ ഒന്ന് ഇടാനായിട്ട്. അതിനായി പഴയതൊക്കെ കളയുന്നു, അല്ലാതെ എന്തോന്ന്. അപ്പൊ പഴയത് കൊടുക്കുമ്പോൾ വാസ്തവത്തിൽ somebody said, when you give away from your excess, you are not helping that person, but that person is helping you to solve your storage problem. നിങ്ങളുടെ സ്റ്റോറേജ് പ്രോബ്ലം കുറയ്ക്കാനായിട്ട് അയാൾ നിങ്ങളെ സഹായിക്കുക. അല്ലെങ്കിൽ ഇതെവിടെ കൊണ്ട് കളയും. നിങ്ങളൊരു നല്ല ബിരിയാണി വെച്ചു, നിങ്ങളുടെ കൂട്ടുകാര് 10-15 പേര് വരുമെന്ന് പറഞ്ഞു, പക്ഷെ അവരാരും വന്നില്ല. അന്നേരമാണ് ഒരു ഭിക്ഷക്കാരൻ വരുന്നത്. അവൻ ഇഷ്ടം പോലെ ചിക്കൻ പീസസും എല്ലാം ഇട്ടുകൊണ്ട് നല്ലൊരു ബിരിയാണി കൊടുത്തിട്ട് ആ പാവം തിന്നട്ടെ എന്ന് നമ്മൾ പറയും. ഓർക്കണം, ഇവൻ വന്നില്ലായിരുന്നെങ്കിൽ ഇത് എവിടെ കൊണ്ട് കളഞ്ഞേനെ വന്നു. അപ്പൊ എവിടെങ്കിലും കൊണ്ട് കളയാൻ കൊള്ളാവുന്നത് ഒരാൾക്ക് കൊടുത്തേച്ച് അത് കരുണയാണെന്നോ അത് ദയയാണെന്നോ
പറയുന്നത് വാസ്തവം പറഞ്ഞാൽ ദൈവം തന്നെ ക്ഷമിക്കുമോ എന്ന് സംശയമുള്ള പാപമാണ്. അതൊന്നും കരുണയൊന്നുമല്ല. അതിനകത്ത് യാതൊരു മാഹാത്മ്യവുമില്ല. നമ്മുടെ എക്സസിൽ നിന്ന് മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നത് കൊണ്ട് യാതൊരു മാഹാത്മ്യവുമില്ല. പക്ഷെ കൊടുത്തേച്ച് ഏറ്റവും കുറഞ്ഞത് ഞാൻ ഏതാണ്ട് ത്യാഗം ചെയ്തെന്ന് ആരും പറഞ്ഞേക്കരുത്. അതിനകത്ത് ത്യാഗമൊന്നുമില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്ത്, മറ്റുള്ള കേൾക്കുന്നവരായി നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യുവീൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, നിങ്ങളുടെ പുതപ്പെടുക്കുന്നവന് നിങ്ങളുടെ വസ്ത്രവും കൊടുപ്പീൻ, നിനക്ക് തിരികെ കിട്ടുമെന്ന് മോഹിക്കാതെ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുപ്പീൻ. തിരികെ കിട്ടുമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാല് കടം കൊടുക്കുന്നത് മാത്രമല്ല അവിടുത്തെ കാര്യം പറയുന്നത്. കടം കൊടുക്കുന്നിടത്തെ കാര്യം മാത്രമല്ല, കടം കൊടുക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ കടമല്ല അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. അതായത് ഇന്ന് ഞാൻ ഒരാളെ സഹായിച്ചാൽ, ഇന്ന് ഞാൻ നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്താൽ, നാളെ എനിക്കും കൂടെ ഉപകാരം ചെയ്യാൻ കഴിവുള്ള ആളെ നോക്കിപ്പിടിച്ച് ഉപകാരം ചെയ്യുന്നത് ദൈവസന്നിധിയിൽ കാരുണ്യമല്ല എന്നാണ് പറയുന്നത്. അതിനകത്ത് കരുണയുടെ വാക്കുകളെ അല്ലെങ്കിൽ കരുണ എന്ന് പറയാനായിട്ട് നമുക്ക് യാതൊരു അവകാശവുമില്ല. 32-ാമത്തെ വാക്യത്തിൽ, നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്തുപചാരം, പാപികളും അങ്ങനെ തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുവല്ലോ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ഉപചാരം കിട്ടും, പാപികളും അങ്ങനെ തന്നെ ചെയ്യുന്നുവല്ലോ. മടക്കി വാങ്ങിക്കൊള്ളാമെന്ന് നിങ്ങൾ ആശിക്കുന്നവർക്ക് കടം കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, പാപികളും കുറയാതെ മടക്കി വാങ്ങേണ്ടതിന് പാപികൾക്ക് കടം കൊടുക്കുന്നുവല്ലോ. നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പിൻ. സ്നേഹിക്കാൻ കൊള്ളാവുന്നതിനെ അല്ല സ്നേഹിക്കേണ്ടത്, അൺലവബിൾ ആയിട്ടുള്ളതിനെ സ്നേഹിക്കണം. ഒരിക്കലും സ്നേഹിക്കാൻ കൊള്ളാത്തതിനെ സ്നേഹിക്കണം. ദൈവം വാസ്തവത്തിൽ നമ്മളെ സ്നേഹം പഠിപ്പിക്കുന്നത് സ്നേഹിക്കാൻ കൊള്ളാവുന്ന 10 പേരുടെ കൂട്ടത്തിൽ നമ്മളെ ഇട്ടിട്ടല്ല. ഒരിക്കലും സ്നേഹിക്കാൻ കൊള്ളാത്ത 10 പേരുടെ ഇടയ്ക്ക് നമ്മളെ കൊണ്ടിട്ടിട്ടാണ് നമ്മളെ ദൈവം സ്നേഹം പഠിപ്പിക്കുന്നത്. ദൈവം നമ്മളെ സൗമ്യത പഠിപ്പിക്കുന്നത് വളരെ പാവങ്ങളായ 2 പിള്ളേരെ തന്നിട്ടല്ല, ഭൂലോകം കീഴ്മേൽ മടങ്ങുന്ന 2 എണ്ണത്തിനെ തന്നിട്ടാണ് കർത്താവ് നമ്മളെ എന്ത് ചെയ്യുന്നത്, സഹിഷ്ണുതയും ഒക്കെ പഠിപ്പിക്കുന്നത്. ഇല്ലേ നമ്മളെങ്ങനെ പഠിക്കുന്നത്? അതുകൊണ്ട് നമ്മുടെ ചുറ്റും ദൈവം നമുക്ക് വലിയ അവസരം തന്നിരിക്കുകയാണ്. എന്ത്? സ്നേഹം പ്രാക്ടീസ് ചെയ്യാനായിട്ട്. സ്നേഹിക്കാൻ കൊള്ളാത്തത്, നമ്മളെ ചീത്ത വിളിക്കുന്ന ആളുകളെ കൂടെ കൊണ്ടിട്ടിരിക്കുക. എന്തിനു വേണ്ടിയാ? സ്നേഹം പഠിക്കാനായിട്ട്. ഇനി താഴോട്ട് വായിക്കുമ്പോൾ അതിനേക്കാളും രസകരമായിട്ട് എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? അവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പീൻ, അവർക്ക് നന്മ ചെയ്യുവീൻ, ഒന്നും പകരമിച്ഛിക്കാതെ കടം കൊടുപ്പീൻ, എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെയാകും, നിങ്ങൾ അത്യുന്നതന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. ഈ ഭാഗത്തെക്കുറിച്ച് വീണ്ടും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ പറയുന്നൊരു കാര്യമാണ്, എന്നാൽ നിങ്ങൾ അത്യുന്നതന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. എന്ത് ചെയ്താലാണ്? എക്സസിൽ നിന്ന് കൊടുക്കുമ്പോഴല്ല, ശത്രുക്കളെ സ്നേഹിക്കുമ്പോൾ. കരുണ കാണിക്കാൻ കഴിയാത്ത നിലയിൽ നമ്മളോട് വിരോധമായി ഇടപെടുന്നവരോട്, നമ്മളെ ശപിക്കുന്നവരോട്, നമുക്കെതിരെ കഥകൾ പറയുന്നവരോട്, നമ്മളെ ഉപദ്രവിക്കുന്നവരോട്, നമ്മളെ ചീത്ത വിളിക്കുന്നവരോട്, അവരോട് സ്നേഹം കാണിക്കുമ്പോൾ. എന്തുകൊണ്ടാണെന്നറിയാമോ? അതിന്റെ താഴെ പറയുന്ന വാക്ക് അതാണ്. എന്ത്? എന്നാൽ നിങ്ങൾ അത്യുന്നതന്റെ മക്കളാകും, അവൻ നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവല്ലോ. നോക്ക്, അതാണ് പ്രത്യേകത. ദൈവത്തിന്റെ പ്രത്യേകത എന്താണ്? ദൈവം നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവല്ലോ. നമ്മൾ ആരോടാണ് അപ്പോൾ നമ്മൾ ആരോടാണ് ദയാലുവാകേണ്ടത്? ആരോടാണ് നമ്മൾ കാരുണ്യം കാണിക്കേണ്ടത്? ആരോടാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ആരോടാ? നന്ദി കെട്ടവരോട്. അല്പം പ്രയാസമുള്ള കാര്യമാണ്. പലപ്പോഴും ഞാൻ ഉൾപ്പെടെ പറയുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ളൂ, പറഞ്ഞു കേട്ടിട്ടുള്ള മിക്കവാറും കേൾക്കുന്ന ഒരു കാര്യമാണ്, എന്റെ ബ്രദറെ എത്ര കൊടുത്തിട്ട് ഒരു കാര്യമില്ല, നന്ദിയില്ലാത്ത വർഗമാകട്ടോ, നന്ദി കാണിക്കത്തില്ല. അതിന്റെ അർത്ഥം എന്തുവാ? നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നുണ്ട്? കൊടുക്കുമ്പോഴെല്ലാം തിരിച്ചു കിട്ടിയില്ലെങ്കിലും വേണ്ടുകയില്ല, എന്താ വേണം? നന്ദി കാണിക്കണമെന്ന്. പക്ഷേ ദൈവത്തിന്റെ പ്രത്യേകത അവിടെ പറയുന്നത് എന്താണ്? അവൻ നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവല്ലോ. അപ്പോഴാണ് നിങ്ങൾ അത്യുന്നതന്റെ മക്കളാകുന്നത്. അങ്ങനെ നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവാകുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത്യുന്നതന്റെ പുത്രന്മാര് ആകുവാൻ കഴിയത്തുള്ളൂ. And your reward will be great. You will be sons of the Most High, for He is kind to the ungrateful and the selfish. നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും എന്നുള്ള വാക്ക് RSV ഉപയോഗിച്ചിരിക്കുന്നത് സെൽഫിഷ് ആയിട്ടുള്ള ആളുകളോട്. നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്ത്?
സെൽഫിഷ്നെസ് പറയുന്നത്. നമ്മളൊക്കെ പറയും അവൻ എങ്ങനെങ്കിലും അവന് കാര്യം സാധിക്കണമെന്നല്ലാതെ, കണ്ടോ, അവന്റെ കാര്യം സാധിച്ചതിന് ശേഷം അവൻ തിരിഞ്ഞു നോക്കത്തില്ല. കണ്ടോ, നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ്. പക്ഷേ കർത്താവ് എന്ത് ചെയ്യുന്നു? അവന്റെ കാര്യം സാധിക്കുന്നതിന് നമ്മളൊക്കെ അങ്ങനെ ഒരു കണക്കിന് പറഞ്ഞാൽ നമ്മളും ഇങ്ങനെ അല്ലയോ? നമ്മൾ കാര്യം സാധിക്കാൻ വേണ്ടി കർത്താവിന്റെ അടുത്ത് വന്നിട്ട് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെന്തിനായി മറ്റുള്ളവരെ കുറിച്ചൊക്കെ ഇത്ര വലിയ കുറ്റം പറയുന്നു? അപ്പൊ നമ്മളോട് ഇവൻ കരുണ കാണിച്ചത് എന്തുകൊണ്ടാണ്? നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയതുകൊണ്ടൊന്നുമല്ല. നമ്മൾ സെൽഫിഷ് ആയപ്പോഴും കർത്താവ് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളോട് കരുണ കാണിച്ചിട്ടുണ്ട്. എന്ന് തന്നെയല്ല, ലോകത്തിലെ എല്ലാ സെൽഫിഷ് ആയിട്ടുള്ളവരെയും അവൻ ഈ ലോകത്തിൽ ജീവിക്കാൻ അനുവദിച്ചിട്ടുണ്ടല്ലോ. എല്ലാ ഈവിൾ ആയിട്ടുള്ള ദുഷ്ടന്മാരെയും, അൺഗ്രേറ്റ്ഫുൾ, ലോകത്തിൽ എത്ര പേരുണ്ട് കർത്താവിനോട് നന്ദിയുള്ളവര്? അവരുടെ ഒന്നും നോക്കുക, യേശു കർത്താവ് 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, ഒരുത്തൻ മാത്രം മടങ്ങി വന്നു. 9 പേര് സൗഖ്യമായ വഴിക്ക് പോയി. അവര് നന്ദിയില്ലാത്തവരായി പോയി. നന്ദിയില്ലാത്തവരായി പോയവരുടെ കുഷ്ഠരോഗം കർത്താവ് തിരിച്ചു കൊടുത്തോ? ഇല്ല. കാര്യം അവൻ എങ്ങനെയുള്ളവനാണ്? അവൻ നന്ദി കെട്ടവരോടും സ്വാർത്ഥന്മാരോടും ദയാലുവാണ്. അപ്പൊ കരുണ കാണിക്കേണ്ടത് ആരോടാണ്? നമ്മളോട് നന്ദി കാണിക്കുന്നവരല്ല, നല്ല ആളുകളല്ല, അൺസെൽഫിഷ് ആയിട്ടുള്ളവരോടല്ല. അൺസെൽഫിഷ് ആയിട്ടുള്ള ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ആളുകളോട് കരുണ കാണിക്കുന്നത് കരുണയെ അല്ല, അത് ബിസിനസ്സാണ്. ആരോടാണ് കരുണ കാണിക്കേണ്ടത്? നന്ദി കെട്ടവരോടും സെൽഫിഷ് ആയിട്ടുള്ളവരോടും നമുക്ക് കരുണ കാണിക്കാനായിട്ട് പറ്റും. അവർക്ക് കരുണ ലഭിക്കും. അങ്ങനെയാണ് നമ്മൾ അത്യുന്നതന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടുന്നത്. If you want to be a son, a child of the Most High, the best way to gain that position എന്താണെന്നറിയാമോ? Start showing mercy to the ungrateful and the selfish. നമുക്ക് കർത്താവിന്റെ മക്കളായി വിളിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് തൊട്ട് നമ്മളൊരു കാര്യം ചെയ്യണം. നന്ദി കെട്ടവരെ കണ്ടുപിടിച്ച് അവർക്ക് കരുണ കാണിക്കാൻ തുടങ്ങണം. നമ്മുടെ ചുറ്റും ഇഷ്ടംപോലെ EGR പീപ്പിൾ ഉണ്ട്, എക്സ്ട്രാ ഗ്രേസ് റിക്വയർഡ് പീപ്പിൾ. അവരുടെ അടുത്തോട്ട് ചെന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കയ്യിലുള്ള എക്സ്ട്രാ ഗ്രേസ്, കാര്യം അവൻ എന്ത് ചെയ്തിരിക്കുകയാണ്? നമ്മളെ നന്മയും കരുണയും അണിയിച്ചിരിക്കുകയാണ്. നമ്മളെ അണിയിച്ചിരിക്കുന്ന കാര്യം നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. അവർക്ക് കരുണ ലഭിക്കും. നമ്മള് സങ്കീർത്തനം 41:1 18 സങ്കീർത്തനത്തിന്റെ 25 വാക്യത്തില്, മത്തായിയുടെ സുവിശേഷം 6:14 ഇവിടെ എല്ലാം നമ്മൾ കാണുന്ന, ഞാൻ വാക്യങ്ങൾ വായിക്കാതെ പറഞ്ഞു പോകുകയാണ്, ഇവിടെയൊക്കെ കാണുന്നത് അവൻ ദയാലുവോട് ദയാലുവാകുന്നതാണ്. നാം ദയ കാണിക്കുമ്പോൾ ദൈവം നമ്മളോടും ദയ കാണിക്കുന്നു. എളിയവനെ ആദരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കർത്താവ് അവനോട് കരുണ കാണിക്കുന്നു. ജീവിതത്തിൽ പ്രതിസന്ധികളിലായിരിക്കുന്ന ആളുകളോട് കരുണ കാണിക്കും. കർത്താവിന്റെ പ്രധാനപ്പെട്ട അനുഗ്രഹ വചനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കരുണയുള്ളവരായിരിക്കും. നമ്മള് പ്രോവേർബ്സിനകത്ത് 19 അധ്യായത്തിന്റെ 17 വാക്യം വായിക്കുമ്പോൾ, അനാഥർക്കും വിധവമാർക്കും വായ്പ കൊടുക്കുന്നവൻ ദൈവത്തിന് വായ്പ കൊടുക്കുന്ന പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഡസ് ഇറ്റ് മീൻ? നമ്മൾ കാണിക്കുന്ന കരുണ പലിശ സഹിതം ദൈവം എന്ത് ചെയ്യും? നമുക്ക് മടക്കി തരുമെന്നാണ് പറഞ്ഞത്. ആ മടക്കി കിട്ടുമെന്ന് പറയുന്ന പല കാര്യങ്ങളുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. എന്ത്? മനസ്സലിവാണ്, കമ്പാഷനാണ്. നമ്മള് ലൂക്കോസിന്റെ സുവിശേഷം 6 അധ്യായത്തിൽ അതിന്റെ 36 വാക്യം മുതൽ വായിക്കുമ്പോൾ, അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവനാകുന്നത് പോലെ നിങ്ങളും മനസ്സലിവുള്ളവർ ആകുവിൻ. വിധിക്കരുത്, എന്നാൽ നിങ്ങളെയും വിധിക്കയില്ല. ശിക്ഷയ്ക്ക് വിധിക്കരുത്, എന്നാൽ നിങ്ങൾക്ക് ശിക്ഷാവിധി വരികയില്ല. വിടുവിൻ, എന്നാൽ നിങ്ങളെയും വിടുവിക്കും. കൊടുപ്പിൻ, എന്നാൽ നിങ്ങൾക്കും കിട്ടും. അമർത്തി കുലുക്കി കവിയുന്ന അളവ് നിങ്ങളുടെ മടിയിൽ തരും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, വേദപുസ്തകത്തിലെ വാക്യങ്ങൾ ഒരു ബോധമില്ലാതെ ഉപയോഗിക്കുന്ന പ്രസംഗങ്ങളും പാട്ടുകളും നമുക്കുണ്ടെന്ന് പറയുന്നതിനകത്ത് ഒരു പാട്ടായത്. കോട് നിനക്ക് നൽകപ്പെടും, അമർത്തി കുലുക്കി കവിയുന്ന അളവ് നിന്റെ മടി കിട്ടും. എപ്പോഴാ പാടുന്നറിയാമോ? സ്വത്രാഴ്ച എടുക്കുമ്പോൾ. സ്വത്രാഴ്ച എടുക്കുമ്പോൾ പാടേണ്ട പാട്ടല്ല അത്. കാര്യം ഇവിടെ സ്വത്രാഴ്ച ഇടുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? അല്ലെങ്കിൽ തന്നെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ചിലപ്പോൾ ആളുകളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഏറ്റവും വലിയ നോട്ട് എടുത്താട്ടെ ഇന്ന് രാത്രി, ഇന്ന് കൊണ്ടുവന്നുള്ള ഏറ്റവും വലിയ നോട്ട് എന്തിനാ ഇതിനകത്തിടുക? ആർക്ക് കൊടുക്കുക? കർത്താവിനിടുക. കർത്താവിനൊന്നും അല്ല, ഈ പറയുന്ന പാർട്ടിക്ക്, അല്ലാതെ വേറെ ആർക്കും അല്ല. അതങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്തോ കിട്ടും? 100 മടങ്ങ് കർത്താവ് മടക്കി തരാൻ പോകുകയാണ്. ഞാൻ ചോദിച്ചോട്ടെ, 100 മടങ്ങ് ഇതെന്തോ കർത്താവ് എന്നെ മുച്ചിട്ടുകളിക്കാരൻ പോലും ഇരട്ടി തരാമെന്നാ പറയുന്നുണ്ട്. ഈ രാജാവേ 1 വെച്ചാൽ 2 കിട്ടും. നമ്മൾ പറയും എന്തോ പറയുന്നത്? 100 മടങ്ങ്. എന്റെ ചോദ്യം, പല മടങ്ങ് മടക്കി കിട്ടുമെന്ന് പറഞ്ഞ് ഗാംബിൾ ചെയ്യുകയാണോ നിങ്ങൾ കർത്താവിന് കൊടുക്കുമ്പോൾ ചെയ്യുന്നത്?
അതിനകത്ത് വല്ല അനുഗ്രഹവും നിങ്ങൾ കാണുന്നുണ്ടോ? അത് തന്നെയല്ല, എനിക്ക് കിട്ടണമെന്ന് വെച്ച് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളോളം ദ്രവ്യാഗ്രഹി ആരാ ഉള്ളത്? എന്തോരം വികലമായ ചിന്തകളാണ്, എന്തോരം വികലമായ പഠിപ്പിക്കലുകളാണ് നമ്മുടെ സഭകളിൽ വാസ്തവത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കൊടുക്കുക, നിങ്ങൾക്ക് 100 മടങ്ങ് കർത്താവ് മടക്കി കിട്ടും, ഇട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാസ്തവത്തിൽ ദൈവികതയുടെ ഏതെങ്കിലും ഒരു അംശമെങ്കിലും ഈ മനുഷ്യന്റെ മനസ്സിലേക്ക് കയറ്റുന്നുണ്ടോ, അതോ ദ്രവ്യാഗ്രഹമാണോ കയറ്റുന്നത്? വാട്ട് ഈസ് ഇറ്റ്? ഇവിടെ എന്താണ് മടക്കി കിട്ടുമെന്ന് പറയുന്നത്? കൊട്, നിനക്ക് നൽകപ്പെടും, അമർത്തി കുലുക്കി കവിയുന്ന അളവ് നിന്റെ മടിയിൽ തരുമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? മനസ്സലിവിനെ കുറിച്ചാണ്. നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് മനസ്സലിവുള്ളവനാകയാൽ നിങ്ങളും എങ്ങനെയായിരിക്കും? മനസ്സലിവുള്ളവർ ആകുവിൻ. വിധിക്കരുത്, എന്നാൽ നിങ്ങളെയും വിധിക്കയില്ല. ശിക്ഷയ്ക്ക് വിധിക്കരുത്, എന്നാൽ നിങ്ങൾക്ക് ശിക്ഷാവിധി ഉണ്ടാവുകയില്ല. നിങ്ങൾ കാണിക്കേണ്ടത് മനസ്സലിവാണ്. വിടുവിൻ, എന്നാൽ നിങ്ങളും വിടുവിക്കും. കൊടുപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അമർത്തി കുലുക്കി കവിയുന്ന അളവ് നിങ്ങളുടെ മടിയിൽ തരും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. നിങ്ങൾ എത്ര മനസ്സലിവ് കാണിക്കുമോ അത്രയും മനസ്സലിവ് നിങ്ങൾക്ക് കിട്ടും. മനസ്സലിവിനെ കുറിച്ച് പറയുന്ന പാസേജ് ആണ് പണം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ എടുത്തുപയോഗിക്കുന്ന വികലമായിട്ട് വേദപുസ്തകത്തെ വ്യാഖ്യാനിക്കുകയും പാടുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. വേദപുസ്തകത്തിന്റെ ഒരു സിസ്റ്റം തന്നെ നമ്മൾ തെറ്റിച്ചു കളഞ്ഞിരിക്കുകയാണ്. കർത്താവിന്റെ ഉപദേശങ്ങളിൽ ഒന്നും ഇങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഉപദേശം ശരിക്കും ഇല്ല. 100 മടങ്ങ്. ഇപ്പൊ ഇന്നലെ ആണെങ്കിലും ഞങ്ങൾ സംസാരിച്ചു കൊടുത്ത് പറഞ്ഞു, കർത്താവ് പറഞ്ഞു, എന്റെ നിമിത്തവും ദൈവരാജ്യ നിമിത്തവും എന്തെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100 മടങ്ങ് ഇവിടെ പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ലേ? വലിയൊരു ബ്ലെസ്സിങ്. ശരിക്കും പറഞ്ഞാൽ അത് ബ്ലെസ്സിങ് അല്ല. അവിടെ പറയുന്ന ഒരു പ്രത്യേകമായ സാഹചര്യത്തിലാണ്. ഭയങ്കര ഒരു ശാസനയാണ് കർത്താവ് പത്രോസിനോട് പറയുന്നത്. അനുഗ്രഹം പറയല്ല, ഒരു ശാസന. എന്താണെന്നറിയാമോ? അതിന് മുകളിലത്തെ പാസേജിലാണ് നമ്മൾ കാണുന്നത്, ധനികനായ യുവാവ് വന്നിട്ട് കർത്താവിനെ അനുകരിക്കാനായിട്ട് ആഗ്രഹിച്ചിട്ടും അവൻ ഏറിയ ധനമുള്ളവനായതുകൊണ്ട് എന്ത് ചെയ്തു? മടങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ പത്രോസ് എഴുന്നേറ്റ് ചോദിക്കുകയാണ്, കർത്താവേ, ഞങ്ങൾ അവനെ പോലെ അല്ലല്ലോ, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ച് ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഞാൻ പറയട്ടെ, പണം കൂടുതലുള്ളത് കൊണ്ട് മടങ്ങിപ്പോയ ധനികനായ യുവാവും പണം ഇല്ലാത്തത് കിട്ടാൻ ആഗ്രഹിക്കുന്ന ഈ പത്രോസും ഒരുപോലെ ദ്രവ്യാഗ്രഹികളാണ്. നമ്മുടെയൊക്കെ ചിന്ത കാശുകാർക്ക് മാത്രമേ ദ്രവ്യാഗ്രഹമുള്ളെന്നാണ്. ദ്രവ്യാഗ്രഹം പണക്കാർക്കുമുണ്ട്, ദരിദ്രർക്കുമുണ്ട്. ഉള്ളത് പോകരുതെന്ന് ചിന്തിക്കുന്നവനും ദ്രവ്യാഗ്രഹിയാണ്, ഇല്ലാത്തത് വേണമെന്ന് ആഗ്രഹിക്കുന്നവനും എന്ത് തന്നെയാണ്? ദ്രവ്യാഗ്രഹിയാണ്. രണ്ടുപേരുടെയും തെറ്റൊന്നു തന്നെയാണ്. പത്രോസിനോട് ചങ്ക് പൊട്ടി കർത്താവ് പറയുന്നൊരു കാര്യം, മോനെ, ഞാൻ നിന്നെ വിളിച്ചപ്പോ നീ ഒന്നും ചോദിച്ചില്ലല്ലോടാ, ഇപ്പോഴാണല്ലോ നീ ചോദിക്കുന്നത്. എന്ത്? ഞങ്ങൾക്ക് എന്ത് കിട്ടും? നീ ചോദിച്ചുകൊണ്ട് പറയാം. നീ ചോദിച്ചത് കൊണ്ട്, നീ ഡിമാൻഡ് ചെയ്തുകൊണ്ട് നീ ചോദിക്കുന്നത് തരും, 100 മടങ്ങ് തരും. പക്ഷേ അതിനോട് ചേർന്നൊരു വാക്ക് പറയാണ്, മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാകും. ശാസനയുടെ ഒരു പാസേജ് അത്, അല്ലാതെ ബ്ലെസ്സിങ്ങിന്റെ പാസേജ് അല്ല അത്. ഒരു ശാസനയുടെ പാസേജ് എടുത്താണ് ഒരു അനുഗ്രഹത്തിന്റെ പാസേജ് ആയിട്ട് നമ്മൾ ഇന്ന് പഠിപ്പിക്കുന്നതെന്നാണ് ഇതിന്റെ പ്രശ്നം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഗ്രഹിക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. പത്രോസിനെ ശാസിക്കുവാൻ നമ്മൾ ചില പറയുമല്ലോ, ഞാൻ ഇതനുസരിച്ചാണെങ്കിൽ, നിങ്ങൾ പറയുന്ന ഈ പ്രസംഗത്തിന്റെ അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന ഈ പ്രസംഗത്തിന്റെ അനുസരിച്ചാണെങ്കിൽ ധൂർത്തുപുത്രൻ വളരെ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. കാര്യം എന്താ? അവന്റെ അപ്പൻ അവൻ എല്ലാ സ്വത്തിന്റെയും പകുതി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അവൻ എന്ത് അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി. അനുഗ്രഹമാണോ അവന്റെ സമ്പത്ത് കിട്ടിയത്? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ധൂർത്തുപുത്രന് അപ്പൻ സ്വത്ത് പകുത്തു കൊടുത്തത് അനുഗ്രഹമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? അവൻ ഡിമാൻഡ് ചെയ്തു, അപ്പാ, എനിക്ക് വരേണ്ടുന്ന പങ്ക് എനിക്ക് തരണം. ഡിമാൻഡ് ചെയ്തപ്പോൾ അപ്പൻ പറഞ്ഞു, യെസ്, എടുത്തോ. ചങ്ക് പൊട്ടിയാ പറയുന്നത്, എടുത്തോളാൻ പറയുന്നത്. അല്ലാതെ അവന് കൊടുക്കാതിരിക്കാനൊന്നുമല്ല. എന്താണ് അപ്പന്റെ സ്വത്ത് പോകുന്നതിന്റെ ഇതല്ല, അവൻ എന്നെ വേണ്ടാലോ, എന്റെ സമ്പത്ത് മതിയല്ലോ. അവൻ പറഞ്ഞില്ല, അപ്പാ പകുതി വാങ്ങിച്ചിട്ട് ചേട്ടനെ അങ്ങ് മാറ്റി വിട്ടായിരുന്നു, നമുക്ക് ഒരുമിച്ച് എവിടെയെങ്കിലും പോയി താമസിക്കാമെന്നാണ് അവൻ പറഞ്ഞത്. അല്ല, അവൻ അപ്പനെ വേണ്ട. എന്ത് മതി? അപ്പന്റെ സ്വത്ത് മതി. അതിൽ ചങ്ക് പൊട്ടിയാണ് അപ്പൻ അവന് സ്വത്ത് വിഭാഗിച്ചു കൊടുക്കുന്നത്. ഇതേപോലെ തന്നെ യേശു കർത്താവിനോട് പത്രോസ്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ ഈ ധൂർത്തുപുത്രനോട് അപ്പൻ പറയുന്നത് പോലെ അതിന് സമാനമായ ഒരു വാക്കാ കർത്താവ് പറയുന്നത്. ശരി,
എന്തോ കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടും. ദൈവം ആർക്കും കടക്കാരനൊന്നുമല്ല. എടാ, നീ എന്റെ പുറകെ വന്നതിന് നാളെ നീ പറയരുത് അവന്റെ പുറകെ വന്നു കഴിഞ്ഞ് എനിക്കെല്ലാം നഷ്ടപ്പെട്ടെന്ന്. നിനക്ക് 100 മടങ്ങ് നന്നേക്കാം. അനുഗ്രഹവചനമല്ല, ശാസനയുടെ വചനമാണ്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ദൈവവചനം ഉപയോഗിക്കുമ്പോൾ എന്ത് കോണ്ടെക്സ്റ്റിലാണ്, ഏത് രീതിയിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് വേണം നിങ്ങൾ അതിനെ പാടിപ്പുകഴ്ത്താനായിട്ട്. തെറ്റായിട്ട് ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ ഉടനെ ഞാൻ അവരെ അങ്ങ് ക്രൂശിക്കുമൊന്നുമല്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, കേൾക്കുന്ന നിങ്ങൾ ബെറിയൻ ക്രിസ്ത്യൻസിനെ പോലെ അത് അങ്ങനെ തന്നെയോ എന്ന് ഒന്ന് ശോധന ചെയ്യണം. ഓരോ പുതിയ പാട്ടിറങ്ങുമ്പോഴും അതും പാടി എന്റെ അധ്വാന ഫലം ഞാൻ തന്നെ തിന്നുമെന്ന് പറഞ്ഞുകൊണ്ടൊന്നും പോയേക്കല്ല്. അങ്ങനെ തന്നെ തിന്നാനുള്ളതല്ല. അനുഗ്രഹത്തിന്റെയും ശാപത്തിന്റെയും വചനങ്ങൾ പഴയ നിയമത്തിൽ കൊടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കണം. ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൽപ്പന കൊടുക്കുമ്പോൾ അനുഗ്രഹവും ശാപവും പറയുന്നില്ല. കൽപ്പന കൊടുക്കുമ്പോൾ കൽപ്പന കൊടുക്കുന്നതേ ഉള്ളൂ. എന്നാൽ അതനുസരിക്കാൻ മനസ്സില്ലാത്ത ദുശാഠ്യമുള്ള ജനത്തോടാണ് പറയുന്നത് ഇത് അനുസരിച്ചാൽ അനുഗ്രഹം, അനുസരിച്ചില്ലെങ്കിൽ ശാപം എന്ന് പറയുന്നത്. കാരണം നമ്മൾ ദുശാഠ്യമുള്ള ജനമാണ്, അനുസരിക്കാത്ത ജനങ്ങൾ. നമ്മുടെ വീട്ടിൽ പിള്ളേരാണെങ്കിലും എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ഉടനെ തന്നെ ഓടിപ്പോയി ചെയ്യുന്ന പിള്ളേരോട് നമ്മൾ പറയുമോ, മോനെ നീ അത് ചെയ്താൽ ഇന്നത് തരാമെന്നും നീ ചെയ്തില്ലെങ്കിൽ ഇതിനെ അടിക്കുമെന്നും പറയുമോ? ഒന്നുമില്ല. അപ്പനോടും അമ്മയോടും സ്നേഹമുള്ള പിള്ളേരാണെങ്കിൽ അടി കിട്ടാതിരിക്കാനും മുട്ടായി കിട്ടുന്നത് കൊണ്ടും ഒന്നുമല്ല അനുസരിക്കുന്നത്, അപ്പനോടും അമ്മയോടുള്ള സ്നേഹം കൊണ്ടാണ് അനുസരിക്കുന്നത്. അപ്പനോടും അമ്മയോടും സ്നേഹമില്ലാത്ത പിള്ളേര് അനുസരിക്കാൻ മടിക്കുമ്പോഴാണ് പറയുന്നത്, എടാ കാറൊന്ന് കഴുകടാ, ഞാൻ നിനക്ക് 10 രൂപ തരാമെന്ന് പറയുന്നത്. നിങ്ങളുടെ പിള്ളേർ കാറ് കഴുകുന്നതിന് 10 രൂപ കൊടുക്കുന്നത് നിർത്തുക. അവന്റെയും കൂടെ കാറാണെന്ന് അവന് തോന്നണമല്ലോ. ഇത് ലോകത്തിന്റെ സിസ്റ്റമാണ് നമ്മൾ ഈ പിള്ളേരെ പഠിപ്പിക്കുന്നത്. നീ പണിയെടുത്താൽ നിനക്ക് കാശ്. അപ്പനോട് അവൻ ആദ്യം ബിസിനസ് പഠിക്കുന്നത്, കാറ് കഴുകി കാശ് വാങ്ങിക്കുന്നത്. അവന്റെ കാറല്ലേ, അവൻ എന്ന ബിലോങ്ങിങ്നെസ് തോന്നാത്തത്? അത് മോശമായിട്ട് കിടക്കുമ്പോൾ അവൻ എന്തുകൊണ്ടാ പോയി കഴുകാത്തത്? ഇതേപോലെ തന്നെയാണ് ആത്മീയതയുടെ കാര്യവും. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ സ്നേഹത്തെ വേണ്ടത്ര മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരായ ഇസ്രായേൽ ജനം ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കാൻ മനസ്സില്ലാതെ സ്റ്റിഫ് നെക്ഡ് ആയപ്പോൾ കർത്താവ് പറഞ്ഞു, ഇത് അനുസരിച്ചാൽ അനുഗ്രഹമുണ്ട്, അനുസരിച്ചില്ലെങ്കിൽ ശാപമുണ്ട്. പുതിയ നിയമത്തിൽ കാൽവറി ക്രൂശിൽ തൂങ്ങിയാടുന്ന യേശു കർത്താവിന്റെ സ്നേഹത്തെ കണ്ടിട്ടുള്ള ഒരു പുതിയ നിയമ വിശ്വാസിക്ക് നീ അനുസരിച്ചാൽ അനുഗ്രഹമുണ്ട്, ഇല്ല ശാപം വരുമെന്ന് പറഞ്ഞാലേ അനുസരിക്കത്തുള്ളെങ്കിൽ അയ്യോ കഷ്ടം എന്നല്ലാതെ എന്താ പറയേണ്ടത്? യു ആർ എ സ്റ്റിഫ് നെക്ക് പീപ്പിൾ. നിങ്ങൾ ദുശാഠ്യമുള്ള ജനമായതുകൊണ്ടാണ് ഈ അനുഗ്രഹത്തിന്റെ ശാപത്തിന്റെയും പാട്ട് കേൾക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ അനുസരിക്കാൻ നിങ്ങൾക്ക് കർത്താവിന്റെ സ്നേഹം മാത്രം മതി. കർത്താവ് എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് ഒരു ഇൻസെന്റീവും വേണ്ട അനുസരിക്കാൻ. അവന് അടിയും ഒന്നും വേണ്ട. ഹി വിൽ ഒബേ ഗാഡ് ബിക്കോസ് ഹി ലവ്സ് ഗാഡ്. അവൻ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്. ഇതൊക്കെ എന്റെ പറയാനങ്ങ് ചിന്തിച്ച് പറയുന്നൊന്നുമല്ല. ഇതൊക്കെ വാസം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനെ വേദനിപ്പിക്കുന്നത് കൊണ്ട് ഇന്നത്തെ ഈ പോക്ക് കണ്ടിട്ടുള്ള ഒരു വലിയ പ്രയാസം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. ദിസ് ഈസ് വാട്ട് വി സീ അറൌണ്ട് ക്രിസ്ത്യൻഡം. ഈ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണിത്. വേദപുസ്തകത്തിൽ ദൈവത്തോടുള്ള സ്നേഹത്തിനുള്ള പ്രാധാന്യത്തെ കളഞ്ഞിട്ട് ഭൗമികമായ കാര്യങ്ങളിൽ നമ്മുടെ മനസ്സ് കൊണ്ട് കുരുക്കിയിടാൻ വേണ്ടി പണത്തെക്കുറിച്ചും ധനത്തെക്കുറിച്ചും മാത്രം പ്രസംഗിച്ച് സ്നേഹത്തിന് പകരം അടിയും പിടിയും അതുപോലെ പ്രതിഫലവും ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുന്നത്. Why can't you just obey God without looking for a promise? Because you are a stiff-necked person. അത്രേ ഉള്ളൂ. ദുശാഠ്യമുള്ള ജനമായതുകൊണ്ടാണ് ഇതൊക്കെ വേണ്ടി വരുന്നത്. പഴയ നിയമത്തിലെ ഇസ്രായേൽ മക്കളെ പോലെ നിങ്ങൾ ദുശാഠ്യമുള്ളവരാകരുത്. കർത്താവിന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് അവൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള തിരിച്ചറിവിൽ അവനോടുള്ള സ്നേഹത്തിൽ നിന്ന് അവനെ അനുസരിക്കാൻ നമ്മൾ പഠിക്കണം. അപ്പോഴാണ് നമ്മൾ മച്യൂർ ക്രിസ്ത്യൻസ് ആകുന്നത്. അല്ലെ നമ്മൾ മച്യൂർ ക്രിസ്ത്യൻസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല. സോ ലെറ്റ്സ് കം ബാക്ക്. അടുത്ത വാക്ക്, Blessed are the pure in heart. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. Blessed are the poor in spirit. ഇവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? Blessed are the pure in heart. ആത്മാവിലെ ദാരിദ്ര്യം നമുക്ക് അത്യന്താപേക്ഷിതമാണ്. അതുപോലെ ഹൃദയത്തിലെ പ്യൂരിറ്റിയും നമുക്ക് അത്യന്താപേക്ഷിതമാണ്. Blessed are the pure in spirit. പ്യൂരിറ്റി. ശരിക്കും ഈ വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള മീനിങ്സ് ഉള്ള വേർഡ് മീനിങ് പലതുണ്ട്. വൺ ഈസ് സിംപ്ലി ക്ലീൻ,
സോയിൽ ക്ലോത്ത്സ് വിച്ച് ഹാവ് ബീൻ വാഷ്ഡ് ആൻഡ് ക്ലീൻ. അതാണ് ഒരു ഫസ്റ്റ് അർത്ഥം എന്ന് പറയുന്നത്. നമ്മള് മുഷിഞ്ഞ വസ്ത്രം എന്ത് ചെയ്യുന്നു? അലക്കി വെളുപ്പിക്കുമ്പോൾ അത് ക്ലീൻ ഡ്രസ്സാണെന്ന് പറയുന്നതിന് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പ്യുവർ എന്ന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ലോകത്തിന്റെ ചെളി പിടിച്ച് കിടക്കുന്ന നമ്മൾ എന്ത് ചെയ്യുന്നു? കർത്താവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയം എന്ത് ചെയ്യുന്നു? ക്ലീൻ ആകുന്നു. നമ്മുടെ ഹൃദയത്തിൽ ലോകത്തിന്റെ മോഹങ്ങളും താല്പര്യങ്ങളും ഒന്നും ഇല്ലാതെ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു കയറാൻ പരിശ്രമിച്ച പിശാചിന്റെ എല്ലാ മോഹങ്ങളുടെ വാഗ്ദാനങ്ങളെയും നമ്മൾ എന്ത് ചെയ്യുന്നു? വി വാഷ് ഇറ്റ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? കഴുകി നമ്മളെ തന്നെ ക്ലീൻ ആക്കുന്ന ഒരു സ്റ്റേജ്. അത് നമ്മൾ ചെയ്യണം. അവിടെയാണ് നമ്മളെ പ്യൂരിറ്റി നമ്മൾ സൂക്ഷിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, കോൺ, നമ്മളുടെ ഈ ഗോതമ്പും നെല്ലുമൊക്കെ പതിര് മാറ്റാനായിട്ട് കോൺ വിച്ച് ഹാസ് ബീൻ വിന്നോഡ് ആൻഡ് ഓർ സിഫ്റ്റഡ് ആൻഡ് ക്ലെൻസ്ഡ് ഫ്രം ഓൾ ഷാഫ്, പതിരിൽ നിന്ന് വേർതിരിക്കാനായിട്ട് നമ്മൾ മുറത്തിൽ പാറ്റുകയോ അല്ലെങ്കിൽ വിന്നോയിങ് ഫോർക്ക് ഉപയോഗിച്ച് വീശുമുറം കൊണ്ട് നമ്മൾ പതിരിനെ മാറ്റിക്കളയുന്ന അവസ്ഥയാണ്. അതാണ് വാസ്തവത്തിൽ ക്ലീൻ എന്ന് പറയുന്നത്. ക്ലെൻസ് ചെയ്യുകയാണ്. അപ്പോൾ ദോസ് ഹു ആർ പ്യുവർ ഇൻ ഹാർട്ട് എന്ന് പറയുമ്പോൾ, ഒന്ന് സോയിൽഡ് ക്ലോത്തിന്റെ ഉദാഹരണം അവിടെ പറയുന്നത് എന്ത്? ലോകത്തിന്റെ കളങ്കം നമ്മുടെ ഹൃദയത്തിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ കഴുകി വൃത്തിയാക്കണം. രണ്ടാമത് നമ്മൾ കാണുന്നത് എന്ത്? ഒരു വിന്നോയിങ് ഫോർക്കിനെ പോലെ, ഫോർക്ക് ഉപയോഗിക്കുന്നത് പോലെ, അതായത് ഒരു വീശുമുറം ഉപയോഗിക്കുന്നത് പോലെ. കർത്താവ് യോഹന്നാൻ സ്നാപകൻ യേശു കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുന്നത്? വീശുമുറം അവന്റെ പക്കൽ ഉണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി, ധാന്യം ഗ്രെയിൻസ് അവന്റെ ധാന്യപ്പുരയിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷെ പതിരെന്ത് ചെയ്യുന്നു? കെടാത്ത തീയിൽ ഇട്ട് കളയുന്നു. പതിരിനെയും ധാന്യത്തെയും വേർതിരിക്കുന്ന ഒരു പ്രോസസ്സിനാണ് വാസ്തവത്തിൽ എന്താ പറയുന്നത്? ഈ ക്ലെൻസിങ് എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സോളിഡ് ആണ് ഗ്രെയിൻസിന്റെ പ്രത്യേകത. അത് സോളിഡ് ആണ്, അതുകൊണ്ടാണ് ഇത് താഴോട്ട് വീഴുന്നത്. മറ്റേ ഷാഫിന്റെ പ്രത്യേകത എന്താണ്? അത് സോളിഡ് അല്ല, അതിനകത്തൊന്നുമില്ല. അതിനകത്തൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് പറന്നു പോകുന്നു. പക്ഷെ കണ്ടാൽ ഡിഫറൻസ് ഇല്ല. ഒരൊറ്റ നോട്ടത്തിൽ ഒരു പതിരിനെയും ഒരു ഗ്രെയിൻ അല്ലെങ്കിൽ ഒരു ധാന്യത്തെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വേർതിരിച്ചറിയാനായിട്ട് കഴിയത്തില്ല. എപ്പോഴാണ് അറിയുന്നത്? പരിശുദ്ധാത്മാവിന്റെ കാറ്റ് വീശുമ്പോൾ സോളിഡ് ആയിട്ടുള്ളത് അവിടെ തന്നെ കിടക്കും, അല്ലാത്തതൊക്കെ എന്ത് ചെയ്യും? പറന്നു പോകുന്നതായ ഒരു സ്റ്റേജ്. ഈവൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോഴും പറയുമ്പോഴും പരിശുദ്ധാത്മാവിനെ ദ വേർഡ് മീനിങ് ഇറ്റ് സെൽഫ് എന്താണ്? വിൻഡ്. നമ്മളുടെ എല്ലാ മുഖം മൂടികളെയും വെച്ചുകെട്ടുകളെയും പറത്തിക്കളയുന്നതായ ആത്മാവിന്റെ കാറ്റ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നമ്മുടെ ഹൃദയത്തിൽ സോളിഡ് അല്ലാത്തതൊന്നും ഉണ്ടാകാൻ പാടില്ല, വെച്ചുകെട്ടുകൾ ഉണ്ടാകാൻ പാടില്ല, അഭിനയം ഉണ്ടാകാൻ പാടില്ല. പതിരിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വലിയ അഭിനയമാണ്. എന്ത്? സോളിഡ് ആണെന്നുള്ള നിലയിലാണ് ഇടപെടലുകൾ. പക്ഷേ കാറ്റടിക്കുമ്പോഴാണ് അറിയുന്നത് അത് സോളിഡ് അല്ല, അത് തകർന്നു പോകുന്നതാണ്, അത് പറന്നു പോകുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഒരു ക്രിസ്ത്യാനിയുടെ ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യന്റെ ഹൃദയത്തിൽ സോളിഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കാണാവൂ. അതുകൊണ്ടാ ലളിതമായ കാര്യങ്ങൾ, വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾ, പൗൽ തന്നെ പറയുന്നു, പൊട്ടച്ചൊൽ, കളിവാക്ക് എന്നിങ്ങനെ ചേർച്ചയല്ലാത്തത് ഒന്നും അരുത്. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഇത്ര വർഷങ്ങളേ ഉള്ളൂ. അതിനകത്ത് വളരെ സിമ്പിളായിട്ട് കാര്യങ്ങളെ, സില്ലി ആയിട്ട് കാര്യങ്ങളെ കണ്ട് കളയാൻ തക്കവണ്ണമുള്ള സമയം നമുക്കില്ല. ഐ ടോൾഡ് യു ഐ ഹാവ് നോ ടി വി ഇൻ മൈ ഹോം. അത് ടെലിവിഷൻ കണ്ടാൽ നരകത്തിൽ പോകുന്നുള്ള വിശ്വാസമൊന്നും ഉള്ള ആളൊന്നും അല്ല ഞാൻ, അങ്ങനെയൊന്നുമില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ടെലിവിഷന്റെ മുമ്പിലിരുന്ന് കളയാൻ എനിക്ക് സമയമില്ല. എനിക്കുള്ള സമയത്തെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതെനിക്ക് സോളിഡ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വളരെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കളയുന്ന, ഇത് തെറ്റോ ശരിയോ എന്നുള്ളതല്ല അതിനകത്തെ വിഷയം. അതുകൊണ്ട് ഈ ക്ലെൻസിങ്ങിന്റെ ഒരു പ്രത്യേകത, ഒന്ന്, ഫസ്റ്റ് ഓഫ് ഓൾ സോയിൽഡ് ആയിട്ടുള്ള ക്ലോത്തിന്റെ ഉദാഹരണം എന്ന് പറയുമ്പോൾ എന്താണ്? ലോകത്തിന്റെ എല്ലാ കളങ്കങ്ങളും. രണ്ടാമത് വിന്നോയിങ് ഫോർക്കിന്റെ ഉദാഹരണം പറയുമ്പോഴത്തേക്ക് എല്ലാ വെച്ചുകെട്ടുകളും എല്ലാ അഭിനയങ്ങളും എല്ലാത്തിനെയും പറത്തിക്കളയുന്ന ഒരു സ്റ്റേജ്. നമ്മുടെ ജീവിതത്തിലും അതേപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ലോകത്തിന്റെ മോഹങ്ങളോ താല്പര്യങ്ങളോ ഉണ്ടാകാൻ പാടില്ല. അതേപോലെ തന്നെ ആ നിത്യതയുമായി റിലേറ്റഡ് അല്ലാത്ത ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന ടൈം വളരെ സൂക്ഷിച്ചു വേണം. നിങ്ങൾ ആരെങ്കിലും ടെലിവിഷൻ കണ്ടു കഴിഞ്ഞാൽ ഉടനെ നരകത്തിൽ പോകുന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. പിന്നെ ഇത് കേട്ടിട്ട് നേരെ പോയി ടെലിവിഷൻ തല്ലിപ്പൊട്ടിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ തല്ലിപ്പൊട്ടിച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ.
തല്ലിപ്പൊട്ടിച്ച ഗുണമേ ഉണ്ടാകത്തുള്ളൂ. ടെലിവിഷൻ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദോഷവും ഉണ്ടാകാനില്ല, ഒരു ദോഷം ഉണ്ടാകാനില്ല. പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ട് നാളെ പോയി തല്ലിപ്പൊട്ടിച്ചെന്ന് എനിക്ക് സങ്കടമൊന്നുമില്ല. എന്നാലും ഇവിടെ ഞാൻ പറയുന്ന കാര്യം ഇതാണ്, ഗോഡ് വാണ്ട്സ് us to be solid. ഷാഫ് ഇല്ലാതെ, അല്ലെങ്കിൽ പതിരില്ലാതെ, അഭിനയമില്ലാതെ, ആത്മീകനാണെന്നുള്ള വെച്ചുകെട്ടില്ലാതെ, മറ്റുള്ളവരെ കാണിക്കാനുള്ള യാതൊരു പ്രകടനങ്ങളും ഇല്ലാതെ. എന്തിനാ പ്രകടനങ്ങൾ? ബി യുവർ സെൽഫ്. നിങ്ങൾ തന്നെ ആയിരിക്കെ. വേറെ ഒരാളാകാൻ നിങ്ങൾ പരിശ്രമിക്കണ്ട. വേറൊരാളെ പോലെ ആക്ട് ചെയ്യണ്ട. അടുത്തിരിക്കുന്ന ആളെ പോലെ ആക്ട് ചെയ്യണ്ട. അടുത്തിരിക്കുന്ന ആൾ കാണിക്കുന്നതെല്ലാം കാണിക്കണ്ട. എന്തിനാ ആക്ട് ചെയ്യുന്നത്? നിങ്ങളുടെ ഹൃദയത്തിൽ ആത്മീയത ഇല്ലെങ്കിൽ, ആത്മീയത ഇല്ല എന്ന് പറയാനുള്ള കാര്യമെങ്കിലും ഒരു അതാണ് വാസ്തവത്തിൽ ജെനുവിനിറ്റി എന്ന് പറയുന്നത്. ഗോഡ് വാണ്ട്സ് us to be genuine. ഗോഡ് റിയലി ലുക്ക് ഫോർ ജെനുവിൻ പീപ്പിൾ. വളരെ ജെനുവിൻ ആയിട്ട് പോകാനായിട്ട്. ഇനി അതിന്റെ മൂന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത്, മിൽക്ക് ആൻഡ് വൈൻ ഇതിനൊക്കെ അൺഅഡൾട്രേറ്റഡ് ആണെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്ന വാക്കാണ് ക്ലീൻ എന്ന്. വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ, വെള്ളം ചേരാത്ത പാലാണ് വാസ്തവത്തിൽ എന്ത്? പ്യൂരിറ്റി എന്ന് പറയുന്നത്. വെള്ളം ചേരാത്ത പാല്, പ്യൂരിറ്റി. കോംപ്രമൈസ് ചെയ്യാതെ, ലോകവുമായിട്ട് യാതൊരു കോംപ്രമൈസ് ചെയ്യാതെ. പാലിനകത്ത് വെള്ളം ചേർക്കുമ്പോഴത്തേക്ക് എന്താണ്? അത് ഒറിജിനൽ അല്ല, അത് കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ ലോകത്തിന്റെ യാതൊരു കാര്യങ്ങളുമായിട്ടും കോംപ്രമൈസ് ചെയ്യാത്ത ഒരു ഹൃദയമായിരിക്കണം നമ്മുടെ ഹൃദയം. ഓൺലി ദെൻ വി ക്യാൻ സേ ദാറ്റ് അവർ ഹാർട്ട് ഈസ് പ്യുവർ, അൺമിക്സ്ഡ് ആണ്, അൺഅഡൾട്രേറ്റഡ് ആണ്. നമ്മളുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളും മോഹങ്ങളും എല്ലാം യാതൊരു രീതിയിലുള്ള കള്ളത്തരവും ഇല്ലാത്തതാണ്, പ്ലെയിൻ ആണ്, ട്രാൻസ്പെറന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. എന്റെ മോട്ടിവേഷൻസ് പോലും പ്യുവറാണ്. ഹൃദയത്തിന്റെ പ്യൂരിറ്റി എന്ന് പറയുമ്പോൾ അറിയുന്ന അതാണ്. ഹൃദയത്തിലാണ് നമ്മുടെ മോട്ടിവേഷൻ. പുറത്തുള്ളവർ അറിയുന്നില്ല, പുറത്തുള്ളവർക്ക് ഒരുപക്ഷെ അറിയാൻ കഴിയത്തുമില്ല. എനിക്ക് നന്നായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. ഇതിനകത്തൊരു വലിയൊരു പ്രശ്നമുണ്ട്, വലിയൊരു പ്രത്യേകതയുണ്ട്. ഈ കപടഭക്തനെ കുറിച്ചല്ല ഇത് പറയുന്നത്. ഒരു ഹിപ്പോക്രറ്റിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ കള്ളനാണെന്നുള്ളത് അവനെങ്കിലും അറിയാം, എനിക്കെങ്കിലും അറിയാം, മറ്റൊരാൾക്ക് ഒട്ടും അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് മറ്റൊരാൾ ചിന്തിക്കുന്നത് എന്താണ്? ഇവൻ വളരെ സംശുദ്ധമായ ജീവിതം ജീവിക്കുന്നവനാണ്, അല്ലെങ്കിൽ അവന്റെ ഹൃദയം എല്ലാം ശുദ്ധമാണെന്ന്. ഹൃദയം ശുദ്ധിയായിട്ടൊന്നുമല്ല. ഹൃദയത്തിൽ എന്ത് കരുതിയിട്ടുണ്ട്? അകൃത്യം കരുതിയിട്ടുണ്ട്. പക്ഷെ അകൃത്യം കരുതുന്ന വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കർത്താവിനെ കാണുവാൻ കഴിയത്തില്ല. ഞാൻ എന്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. ഇഫ് യു ആർ പ്യുവർ ഇൻ ഹാർട്ട് യു വിൽ സീ ഗാഡ്. ഇഫ് യു ആർ നോട്ട് പ്യുവർ ഇൻ ഹാർട്ട് then you cannot see God. അവൾ കർത്താവിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഹൃദയം എന്ത് ചെയ്തിരിക്കണം? ശുദ്ധമായി സൂക്ഷിക്കുന്നവരായിരിക്കണം. എന്റെ മോട്ടിവേഷൻ എല്ലാം കറക്റ്റ് ആയിരിക്കണം. എന്റെ ഡീഡ്സ് മാത്രം ശരിയായാൽ പോരാ. ഞാൻ ഉദാഹരണമായിട്ട് ഒത്തിരി എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണം, സപ്പോസ് ഞാൻ എന്റെ ലോക്കൽ ചർച്ചിന്റെ സെക്രട്ടറിയോ മറ്റോ ആണെന്നിരിക്കട്ടെ, ഈ ഞങ്ങളുടെ ചർച്ചിൽ സെക്രട്ടറി ആരാധോന്നും എനിക്കറിയത്തില്ല, ഉണ്ടോന്നും എനിക്കറിയത്തില്ല. ദൈവത്തിന്റെ കരുണ കൊണ്ട് 37 വർഷമായി വിശ്വാസത്തിന് വന്നിട്ട് ഈ 37 ഇയേഴ്സിനിടയ്ക്ക് ഞങ്ങളുടെ ചർച്ചിന്റെ ലോക്കൽ ചർച്ചിലെ മെമ്പർഷിപ്പ് ഒഴികെ വേറെ ഒരു ഒഫീഷ്യൽ സ്ഥാനത്തേക്ക് ഞാൻ ഇന്നുവരെ പോയിട്ടില്ല. അങ്ങനെ താഴോട്ട് പോകാനായിട്ട് കർത്താവ് എനിക്ക് ഇതുവരെ ഇടയാക്കിയിട്ടില്ല. അതുപോലെ മരിക്കണമെന്ന് എന്റെ ആഗ്രഹം. അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. അല്ലാതെ വേറെ ഒന്നും ആകാതെ അങ്ങ് ചെല്ലണമെന്നുള്ളതാണ് നമ്മുടെ ഹൃദയത്തിന്റെ ഒരു വലിയൊരു പ്രാർത്ഥന. ഇനി ഞാൻ സെക്രട്ടറി ആണെന്നിരിക്കട്ടെ, ഞാൻ ഈ ഹൃദയത്തിൽ അകൃത്യം കരുതുന്നതിനെ കുറിച്ച് പറയുന്ന ഒരു ഉദാഹരണമാണ്. ഞാൻ സെക്രട്ടറി ആണെങ്കിൽ നാച്ചുറലി എന്താണ്, ഒരു സഭ കമ്മിറ്റി ഉണ്ടെങ്കിൽ തന്നെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഒത്തിരി കൂടുതലുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളെ പോലുള്ള പഴയ സഭയൊക്കെ ആകുമ്പോഴത്തേക്ക്. അപ്പൊ ഞാൻ സെക്രട്ടറിയാണ്, പക്ഷേ പ്രതിപക്ഷവും ഉണ്ട്. അപ്പൊ ഈ കമ്മിറ്റി കൂടി കഴിഞ്ഞാൽ പ്രതിപക്ഷത്തൊരുത്തനുണ്ട്, അവന് എന്ത് ചെയ്താൽ ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കും. നമ്മുടെ ഒരു പ്രശ്നമുണ്ടല്ലോ, ഞാൻ നന്മ പറഞ്ഞാലും പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള പ്രത്യേകത അതാണല്ലോ, എന്ത് പറയുന്നു എന്നുള്ളതല്ല, ആര് പറയുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം, ഇല്ലേ? അതുകൊണ്ട് ഞാൻ എന്തോ പറഞ്ഞാലും ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് അതിനെ എതിർത്തേ പറയത്തുള്ളൂ. ഞാൻ നന്മ പറഞ്ഞാലും സമ്മതിക്കുക. അതുകൊണ്ട് സഭയിൽ ഒരു കാര്യവും ചെയ്യാൻ എനിക്ക് പറ്റാതിരിക്കുക. അങ്ങനെ ഇരിക്കുക ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ്, അവൻ പാവമാണ്, എനിക്കാണെങ്കിൽ ഇച്ചിരി പൈസയൊക്കെ ഉണ്ട്, മറ്റവൻ പാവമാണ്. അവന്റെ കൊച്ചിന് പെട്ടെന്നൊരു അസുഖം വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് 40,000 രൂപ കെട്ടിവെക്കണം, ഒരു സർജറി ഉണ്ടെന്ന് പറഞ്ഞു. അവൻ അവിടെ ഇവിടെ എല്ലാം ഓടി നടന്ന് എല്ലായിടത്തും കൂടെ പോയിട്ട് 30,000 രൂപ ഒരു പരുവത്തിൽ ഒപ്പിച്ചു. 10,000 രൂപയുടെ വേണം. അവൻ എല്ലായിടത്തും ഓടി നടന്നിട്ട് പറ്റിയില്ല. പക്ഷെ പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് എന്ത് ചെയ്യണം? രൂപ കെട്ടിവെച്ചാലേ പറ്റുള്ളൂ. അപ്പൊ അവന്റെ കൂട്ടുകാർ പറഞ്ഞു, എടോ നിന്റെ സഭയിലെ സെക്രട്ടറി ഇല്ലയോ, അയാളെ പോയി കാണാം, അയാളുടെ കാശുണ്ടെന്ന് അയാൾ തരുമാനിക്കും. അവൻ ആദ്യം പറഞ്ഞത് എന്റെ കൊച്ചി അത്താലും വേണ്ടുകയില്ല, അയാളുടെ കാശ് എനിക്ക് വേണ്ടെന്നാ.
അപ്പൊ പക്ഷേ നാട്ടുകാരൊക്കെ പറഞ്ഞു, എടോ അങ്ങനൊന്നും വാശി പിടിച്ചിട്ട് കാര്യമില്ല, നമ്മുടെ കുഞ്ഞിന്റെ ജീവനല്ലേ, താനൊന്ന് പോയി ചോദിച്ച് കിട്ടിയില്ലേ വേണ്ട, പക്ഷെ കുഞ്ഞിന്റെ ജീവന്റെ കാര്യമല്ലയോ. അതുകൊണ്ട് ഈ മനുഷ്യൻ രാവിലെ വന്ന് എന്റെ വീടിന്റെ ബെല്ലടിച്ചു കഴിഞ്ഞപ്പം ഞാൻ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഞാൻ ബ്രദറെ, ചുമ്മാ വിളിക്കുന്ന ബ്രദറെ എന്നൊക്കെ, എന്തുകൊണ്ട് വിശേഷം എന്ന് പറഞ്ഞു. അത് സാറേ ഞാൻ എന്റെ കുഞ്ഞിന്റെ ഒരു അസുഖമായിട്ട്. കുഞ്ഞിന് തോമസ് കുട്ടി പറഞ്ഞായിരുന്നു കുഞ്ഞിന് അസുഖം. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇത് വല്ലതും പറയുമോ? ഇല്ല. പക്ഷെ ഞാൻ അന്നേരം എന്താ പറയുന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നെന്ന്. എന്നിട്ട് ഞാനെന്ത് പറയുന്നു, പിന്നെ എങ്ങനെയുണ്ട് ഇപ്പൊ കുഞ്ഞിന്? അപ്പൊ അവൻ പെട്ടെന്ന് പറയുന്നു, സാറേ ഇതിനകത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു 40,000 രൂപ ഇപ്പം പൈസ കെട്ടിവെക്കണം, അവൻ്റെ സർജറി ഉണ്ട്. ഓക്കെ, ഇപ്പൊ എല്ലാം ഭയങ്കര എക്സ്പെൻസീവാ. എന്നിട്ട് എന്നോട് ചോദിച്ചു, സാറേ ഞാൻ വന്നത് പെട്ടെന്ന് എനിക്ക് ആവശ്യമുള്ളത് കൊണ്ട് ഒരു 10,000 രൂപ ഒന്ന് മറിക്കാൻ കാണുമോ, അതുകൊണ്ട് വെക്കാൻ വേണ്ടിയാ. 10,000 രൂപ അല്ലേ ബ്രദറെ? അതിനെന്താ, തരാമല്ലോ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലല്ലേ നമ്മൾ ദൈവമക്കൾ സ്നേഹമൊക്കെ കാണിക്കേണ്ടത് എന്ന് പറഞ്ഞ് ഞാൻ അകത്ത് പോയി 10,000 രൂപ എടുത്തു കൊടുത്തു. ഇതും വാങ്ങിച്ചുകൊണ്ട് അവന്റെ കൂട്ടുകാരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവന്റെ കൂട്ടുകാരെല്ലാം കൂടി ഇവനെ ഇട്ട് ചാടിച്ചു, കണ്ടോടാ നീ ഇത്രയും നാൾ ചീത്ത വിളിച്ചോനാ നിന്റെ കൊച്ചിനിപ്പം ഒരു ആവശ്യം ഉണ്ടായപ്പോൾ നിന്നെ സഹായിച്ചത്. എടാ അങ്ങേര് പുറമെ എത്ര മോശമാണെന്ന് പറഞ്ഞാലും ഹൃദയത്തിൽ നേരുള്ളവനാ കേട്ടോ. അതുകൊണ്ടാ അയാൾ എന്ത് ചെയ്തത്, കാശ് തന്നത്. അപ്പൊ ഞാൻ എങ്ങനെയുള്ള ആളായി, ഹൃദയത്തിൽ നേരുള്ള ആളായി. പക്ഷെ സത്യം എന്താ, ഹൃദയത്തിൽ നേരമുണ്ടായിട്ടൊന്നുമല്ല. ഞാൻ ചിന്തിച്ചെന്നറിയാമോ, മറ്റൊന്നുമല്ല ചിന്തിച്ചത്, ഈ 10,000 കിട്ടിയില്ലെങ്കിൽ അങ്ങ് പോന്നേ പോക്കോട്ടെ, എന്നാലും അടുത്ത കമ്മിറ്റിയിൽ ഇവൻ വഴക്കുണ്ടാക്കത്തില്ലെന്ന് വെച്ചാൽ ഈ കാശ് കൊടുത്തത്. അപ്പോൾ എന്റെ ഹൃദയത്തിന്റെ നേര് കാണിക്കാനായിട്ട് എന്റെ മോട്ടിവേഷനിൽ ഞാൻ എന്തായിത്തീർന്നില്ല, പ്യുവർ ആയില്ല. ഞാൻ അവിടെ എന്താണ്, എന്റെ ഹൃദയത്തിൽ ഞാൻ അകൃത്യം കരുതുകയാണ്. ഇതാണ് മോട്ടിവേഷൻസ്. നമ്മളുടെ ഡീഡ്സ് അല്ല കർത്താവ് പറയുന്നത്, അതിനപ്പുറത്തെ എന്താണ് നമ്മളെ ആ കാര്യം ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്ന് ചോദിച്ചിട്ട് അതിൻ്റെ അകത്തെ പ്യൂരിറ്റിയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതാണ് ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ എന്ന് പറയാൻ കാര്യം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇക്കാര്യത്തിൽ ഏറ്റവും കുറഞ്ഞത് എന്റെ ഹൃദയം ശുദ്ധമല്ലെന്ന് എനിക്ക് തന്നെ അറിയാം. പക്ഷേ പല സമയത്തും ഉണ്ടാകുന്ന പ്രശ്നം, ഹൃദയത്തിന്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലെ ചിന്തകൾ പ്യുവർ ആണോ ഇല്ലയോ എന്നുള്ളത് ചില സമയത്തൊക്കെ എനിക്ക് തന്നെ അറിയത്തില്ല. ഞാൻ എന്നെ തന്നെ വഞ്ചിക്കുന്നതായ ഒരു സ്റ്റേജ്. യിരെമ്യാവിന്റെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ ജനമയുടെ ഒരു പ്രസ്താവന അവിടെ പറയുന്നത്, വേഴ്സ് 9, ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷവുമുള്ളത്, അത് ആരാഞ്ഞറിയുന്നവൻ ആർ? ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തരും അവനവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. യഹോവയായ ഞാൻ ഹൃദയങ്ങളെ ശോധന ചെയ്തു. അത് ഹൃദയം എല്ലാത്തിനേക്കാളും കപടം, കറപ്റ്റാണ്. എന്റെ ഹൃദയം ഭയങ്കര കറപ്റ്റാ. ഞാൻ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കറപ്റ്റാ. എന്റെ പ്രവൃത്തിയിലെ ഒരു തെറ്റ് വേറൊരാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്റെ ഹൃദയത്തിലെ സ്വാഭാവികമായ തെറ്റുകളൊക്കെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ എനിക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്നറിയാമോ, ഞാനൊരു ഭക്തനാണെന്ന് ഞാൻ തന്നെ അങ്ങ് ചിന്തിച്ചു പോകും. അതുകൊണ്ടാ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ 26 and 27 വായിക്കുമ്പോഴത്തേക്ക്, ഒരുവൻ നാവിന് കടിഞ്ഞാണിടാതെ താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ, അവിടുത്തെ പ്രത്യേകത അവൻ കപടഭക്തനല്ല. കാര്യം അവൻ ഭക്തനാണെന്ന് അവൻ അഭിനയിക്കുകയല്ല, അവൻ ഭക്തനാണെന്ന് അവൻ നിരൂപിക്കുകയാണ്. അവൻ തന്നെ വിശ്വസിക്കുന്ന അവൻ ഭക്തനാണെന്ന്. ഇത് വലിയ അപകടമാണ്. ഈ കാലയളവിൽ പല ആളുകളും അവരെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നത് ഞാൻ വളരെ നല്ല ഭക്തനാണെന്ന്. പക്ഷേ ഹൃദയത്തിൽ അടിഞ്ഞു കിടക്കുന്നതായ കപടത, കറപ്ഷൻ, അത് മനസ്സിലാക്കാൻ എനിക്ക് പോലും കഴിയാത്ത അവസ്ഥ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, കർത്താവേ എന്റെ ഹൃദയത്തെ ശോധന ചെയ്യണമേ, എന്റെ അന്തരേന്ദ്രിയങ്ങളെ നീ ശോധന ചെയ്യണമേ. അന്തരേന്ദ്രിയങ്ങളെ ആഴത്തിൽ, വാട്ട് ഈസ് ഇൻ മൈ ഇന്നർ ഹാർട്ട്, എന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ. ഇവിടെ കർത്താവ് പറയുകയാണ്, യെരമ്യായുടെ പുസ്തകത്തിൽ പറയുന്നതാണ്, യഹോവയായ ഞാൻ എന്ത് ചെയ്യുന്നു, ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിക്കുന്നു. അപ്പോൾ ആര് ശോധന ചെയ്യണം? കർത്താവ് തന്നെ ശോധന ചെയ്യതേ പറ്റുള്ളൂ. കാര്യം ഇത് വലിയൊരു ഡിസപ്ഷനാണ്. ഞാൻ തന്നെ അറിയുന്നില്ല എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നെന്നുള്ളത്. എനിക്ക് തന്നെ ഒരു ബോധ്യമില്ലാത്തതായ ഒരു അവസ്ഥ. അങ്ങനെ വരുന്ന സമയത്ത് എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള എല്ലാ പാപങ്ങളെയും എടുത്തു കളയാനായിട്ട്
ഞാൻ ദൈവത്തെ തന്നെ ഫലമേൽപ്പിച്ചാലേ പറ്റുള്ളൂ. കർത്താവിനോട് ഞാൻ പറയണം, കർത്താവേ, സോ ദിസ് ഇസ് എ തിങ്, എന്റെ ഹൃദയത്തിൽ ഒത്തിരി കള്ളത്തരങ്ങളുണ്ട്, പക്ഷെ എന്തൊക്കെയാണ് കള്ളത്തരമെന്ന് എനിക്ക് പോലും അറിയാൻ വയ്യാത്ത രീതിയിൽ ഞാൻ കറപ്റ്റാണ്. അതുകൊണ്ട് നീ ഇറങ്ങി വന്ന് എന്ത് ചെയ്യണം? എന്റെ ഹൃദയത്തെ ശോധന ചെയ്യണം. ശോധന ചെയ്താൽ മാത്രം പോരാ, ദൈവം തന്നെ അതിനെ ക്ലീൻ ചെയ്യണം. കാര്യം ഞാൻ പോലും അറിയാത്തൊരു കാര്യത്തെ ക്ലീൻ ചെയ്യാൻ ദൈവം തന്നെ ചെയ്താലേ പറ്റുകയുള്ളൂ. യോവേലിന്റെ പുസ്തകത്തിൽ ഇതിനോട് സമാനമായ ഒരു വാക്ക് നമ്മൾ 2 അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ, എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരുവിനെന്ന് യഹോവയുടെ അരുളപ്പാട്. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരുവിൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയുള്ളവനല്ലോ. വസ്ത്രങ്ങളെ കീറിയാൽ പോരാ, ഹൃദയങ്ങളെ കീറണം. ശരിക്കും ഈ കാലയളവിൽ ലോകം നമ്മളെ കറപ്റ്റാക്കുമ്പോൾ അതാണ് ഇന്നത്തെ ഒരു പ്രശ്നം. കാര്യം ഈ പറയുന്ന സാധാരണപ്പെട്ട ഒരു പ്രശ്നവും ലോകത്തിലൊരു പ്രശ്നം പോലുമല്ല. നമ്മൾ പറയുന്ന കള്ളത്തരങ്ങളൊന്നും ലോകത്തിന് ഇപ്പോൾ ഒരു പ്രശ്നമല്ല. കാര്യം ഒരുമാതിരിപ്പെട്ട കള്ളത്തരമൊക്കെ ലോകം ഇന്നങ്ങ് അക്സെപ്റ്റ് ചെയ്തിരിക്കുക. അതുകൊണ്ട് നമ്മുടെ ഹൃദയവും എന്താ, ഇത് കള്ളത്തരമാണെന്ന് പോലും അറിയുന്നില്ല. നമ്മളുടെ ഈ കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് ആരുടെ തലയെ കയറി നിന്നാലും എന്റെ തല മോള് നിൽക്കണമെന്ന് നമ്മളങ്ങ് പഠിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മൾ പല പഴയ വാക്കുകളും ഇന്നിപ്പോൾ മാറ്റി പറയുകയാണ്. അതുകൊണ്ടാണ് പ്രശ്നം. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈസ് എ ഡിപ്ലോമാറ്റ്. ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയാമോ? പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കള്ളത്തരമെന്ന്, അല്ലാതെ എന്തോന്നാ. When a diplomat says yes, he means wait, and when he says wait, he means no. കാര്യം ഹൃദയത്തിലുള്ളത് ജന്മം ചെയ്താൽ ഡിപ്ലോമാറ്റ് എന്ത് ചെയ്യത്തില്ല, പുറത്തു പറയത്തില്ല. പക്ഷെ ഡിപ്ലോമസി ഇന്ന് അക്സെപ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അവനൊരു കള്ളനാണെന്നാ പറയേണ്ടത്, പക്ഷെ നമ്മൾ പറയുന്നത് എന്താ, അവനൊരു ഡിപ്ലോമാറ്റ് ആണെന്ന്. നോക്ക്, മറ്റുള്ള ഏത് വ്യക്തിയെയും എന്ത് ചെയ്തും അവനെ പിന്തള്ളുന്ന, ലോകത്തിന്റെ ഏത് മാർഗങ്ങൾ ഉപയോഗിച്ചും ഒരാളെ അവന്റെ പാതയിൽ നിന്ന് തട്ടിക്കളയുന്ന, മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ പുറകിലാക്കുന്ന ഒരാളെ കുറിച്ച് നമ്മൾ പറയുന്നത് എന്നറിയാമോ? അവൻ വളരെ കോമ്പറ്റിറ്റീവ് ആണെന്നാണ്. കാര്യം അവൻ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവനാണെന്നോ അവന്റെ വഴിയിലുള്ള എല്ലാ തടസ്സങ്ങളെയും മാറ്റാൻ വേണ്ടി എന്ത് തോന്നിവാസവും കാണിക്കുന്നൊന്നുമല്ല നമ്മൾ പറയുന്നത്. ഈസ് വെരി കോമ്പറ്റിറ്റീവ്. കാര്യം നമ്മൾ വാക്കുകൾ മാറ്റി. അതുകൊണ്ട് കോമ്പറ്റിറ്റീവ് ആകുന്ന ഒരാൾ മത്സരിയാണ്. അവൻ മറ്റൊരാളെ കരുതുന്നവനല്ല, അവൻ സെൽഫിഷാണ്. സെൽഫിഷ് അല്ലാത്ത ഒരാൾക്ക് കോമ്പറ്റിറ്റീവ് ആകാൻ പറ്റത്തില്ല. പക്ഷേ അവൻ വളരെ കോമ്പറ്റിറ്റീവ് ആണെന്ന് പറയുന്നത് നമ്മൾ പോസിറ്റീവ് ആണോ നെഗറ്റീവായിട്ടാണോ പറയുന്നത്? നമ്മൾ വളരെ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. പക്ഷെ വാസ്തവം എന്താണ്? അവൻ സെൽഫിഷാണ്. സെൽഫിഷ് എന്ന വാക്ക് നമ്മൾ കളഞ്ഞു, അതിന് പകരം നമ്മളൊരു വാക്ക് കണ്ടുപിടിച്ചു. എന്താണ്? അവൻ വളരെ കോമ്പറ്റിറ്റീവ് ആണ്. ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്താണ്? ഈ സെൽഫിഷ് ആയിട്ടുള്ള ഒരു മനുഷ്യനും മനസ്സിലാകുന്നില്ല അവൻ സെൽഫിഷ് ആണെന്ന്. കള്ളം പറയുന്ന ഒരു മനുഷ്യനും മനസ്സിലാകുന്നില്ല അവൻ കള്ളനാണെന്ന്. പകരം അവൻ ചിന്തിക്കുന്നത്, കൊള്ളാം, ഇങ്ങനെയൊക്കെ ആണെങ്കിലേ ലോകത്തില് കാര്യങ്ങൾ, എനിക്ക് മിടുക്കുണ്ടെന്നാണ് ചിന്തിക്കുന്നത്. അവനൊരു മിടുക്കനാണ് നമ്മൾ പറയുന്നത്. അവിടെയാണ് ദൈവം ശോധന ചെയ്യുകയും നമ്മുടെ ഹൃദയത്തെ കീറി നമ്മുടെ ഉള്ളിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന വേറെ പേരിട്ട് വിളിക്കുന്നതായ എല്ലാ വിഷവും, ഹൃദയം എല്ലാത്തിനേക്കാളും കപടവും വിഷവുമുള്ളത്, പോയിസണാണ്. കാര്യം സെൽഫിഷ്നെസ്സിൽ നിന്ന് പോയിസണേ ഉണ്ടാകത്തുള്ളൂ, വേറെ എന്താ ഉണ്ടാകാനാ? അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലെ സെൽഫിഷ്നെസ്സും ഈ കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള നമ്മുടെ മൈൻഡും അതുപോലെ കള്ളത്തരം പറയുന്ന ഡിപ്ലോമസിയും ആരെയും വെട്ടിലാക്കാൻ പോകുന്ന ബുദ്ധിയും ഒക്കെ ഉപേക്ഷിക്കണമെങ്കിൽ നമ്മൾ മാത്രം പരിശ്രമിച്ചാൽ പോരാ. എന്ത് വേണം? കർത്താവ് തന്നെ ഇടപെടണം. ഒരു ഹാർട്ട് സർജറി നടക്കണം. വാട്ട് ഈസ് നീഡഡ് ഈസ് എ ഹാർട്ട് സർജറി. അപ്പോഴാണ് നമുക്ക് പ്യൂരിറ്റി സൂക്ഷിക്കാൻ പറ്റുന്നത്. പ്യുവർ ഡിഫറന്റ് ആയിരിക്കണം. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ഡിഫറന്റ് ആയിരിക്കണം. ദൈവികമല്ലാത്തതൊന്നും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ല, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓൾഡ് ടെസ്റ്റമെന്റിലെ പരിച്ഛേദനയുടെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡിഫറന്റ് ആണെന്ന് പറയുന്നതിനുള്ള ഒരു സിമ്പലാണ്, ഉടമ്പടിയുടെ സിമ്പലാണ്. ഉടമ്പടിയിലൂടെ നമ്മൾ കർത്താവിനോട് ചേരുകയാണ്, ലോകവുമായിട്ടുള്ള നമ്മുടെ ബന്ധം മാറുകയാണ്. വി ആർ ഡിഫറന്റ്, വി ആർ കോൺസിക്രേറ്റഡ്, വി ആർ ഹോളി. അതിന്റെ സിമ്പലാണ് പരിച്ഛേദന എന്ന് പറയുന്നത്. അതായത് ലോകത്തോടുള്ള നമ്മുടെ ബന്ധത്തിൽ നിന്നുള്ള ഒരു വിടുതലിന്റെ ഒരു സിമ്പലാണ്. അതായത് നമുക്ക് ലോകത്തോടുള്ള ബന്ധത്തെ അരിഞ്ഞു കളയുന്നതായ ഒരു സിമ്പൽ. ശരിക്കും
ലോകത്തോടുള്ള ബന്ധത്തെ അരിഞ്ഞു കളയാൻ നമ്മൾ പറയുമല്ലോ. നമ്മളൊരു വെൻ എ ന്യൂ ബോൺ എ ബേബി ഈസ് കമ്മിങ് ഔട്ട് ഫ്രം ദ വൂംബ് ഓഫ് ദ മദർ, വാട്ട് ഹാപ്പൻസ്? നമ്മൾ ഉടനെ തന്നെ എന്ത് ചെയ്യുന്നു? പൊക്കിൾ കൊടിയുടെ ബന്ധം നമ്മൾ കട്ട് ചെയ്യുന്നു. കാര്യം ഇനിയിപ്പോൾ അമ്മയുടെ ശരീരത്തിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടല്ല അത് എന്തെങ്കിലും സ്വീകരിക്കുന്നത്. ഇറ്റ് ഹാസ് റീച്ച്ഡ് അനദർ വേൾഡ്. നൗ ദ ചൈൽഡ് ഈസ് ഇൻ എ ഡിഫറെന്റ് വേൾഡ്. പഴയ അമ്മയുടെ ഉദരത്തിൽ നിന്ന് അതിന്റെ അമ്മയുടെ രക്തത്തിലൂടെ ലഭിച്ചുകൊണ്ടിരുന്ന എല്ലാ പോഷണങ്ങളും ഇപ്പോൾ എന്ത് ചെയ്യാണ്? നമ്മൾ കട്ട് ചെയ്ത് കളയാണ്, നിഷേധിക്കുകയാണ്. ഇതേപോലെ തന്നെയുള്ള ഒരു അർത്ഥമാണ് വാസ്തവത്തിൽ പരിച്ഛേദനയ്ക്കുള്ളത്. അതായത് ദൈവവുമായിട്ടുള്ള ഉടമ്പടിയിലൂടെ ഇനിയുള്ള എല്ലാ സോഴ്സും ദൈവമായിരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു വലിയ പ്രവൃത്തിയാണ് പരിച്ഛേദനാക്രിയ എന്ന് പറയുന്നത്. ഇവിടെ ജെറമ്യായുടെ പുസ്തകത്തിൽ നമ്മൾ വീണ്ടും ഒരു ഭാഗം വായിക്കുമ്പോൾ അതിന്റെ ചാപ്റ്റർ 9 വേഴ്സ് 25 and 26, ഇതാ മിസ്രയീം, യഹൂദ, ഏദോം, അമ്മോന്യർ, മോവാബ്, തലയുടെ അരികു പഠിക്കുന്ന മരുവാസികൾ എന്നിങ്ങനെ അഗ്രചർമ്മത്തോടുകൂടിയ സകല പരിച്ഛേദനക്കാരെയും ഞാൻ ശിക്ഷിപ്പാനുള്ള കാലം വരുന്നു. സകല ജാതികളും അഗ്രചർമ്മികളല്ലോ, എന്നാൽ ഇസ്രായേൽ ഗൃഹമൊക്കെയും ഹൃദയത്തിൽ അഗ്രചർമ്മികളാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. മറ്റുള്ളവരൊക്കെ പരിച്ഛേദനയേറ്റവരല്ല, മറ്റുള്ളവരൊക്കെ ദൈവമായിട്ട് ഉടമ്പടി ചെയ്തവരല്ല, മറ്റുള്ളവരൊക്കെ സ്നാനമേറ്റവരല്ല, മറ്റുള്ളവരൊന്നും ദൈവവുമായിട്ടുള്ള ഉടമ്പടിയിൽ വന്നിട്ടുള്ളവരല്ല. ഐ അക്സെപ്റ്റ് ഇറ്റ്. പക്ഷെ വിശ്വാസികളുടെ കാര്യം എന്താണ്? നമ്മൾ വേർപെട്ടവരാണെന്ന് നമ്മൾ പറയുന്നു, പക്ഷേ ഹൃദയത്തിൽ ഇപ്പോഴും നമ്മൾ എങ്ങനെയുള്ളവരാണ്? അഗ്രചർമ്മികൾ. എന്തുകൊണ്ട്? നമ്മളുടെ ഹൃദയത്തിന്റെ സോഴ്സ് ഇപ്പോഴും ലോകമാണ്. നമ്മളിപ്പോഴും ബുദ്ധിയിൽ ആശ്രയിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ലോകം നമ്മളോട് ബുദ്ധി എന്ന് ഉപദേശിക്കുന്ന കാര്യങ്ങൾ ആണ് നമ്മളിപ്പോൾ പിൻപറ്റുന്നത്. അത് മാറണമെങ്കിൽ ഹൃദയവും ലോകവും തമ്മിലുള്ള ആ ബന്ധം നമ്മൾ അരിഞ്ഞു കളഞ്ഞാലേ പറ്റുകയുള്ളൂ. പൊക്കിൾക്കൊടി ബന്ധം ഛേദിക്കുന്നത് പോലെ ഹൃദയത്തോട് പറ്റിയിരിക്കുന്ന, അല്ലെങ്കിൽ ലോകത്തോട് പറ്റുമാനമുള്ള, ലോകത്തിന്റെ കറപ്ഷൻ ഉള്ള എന്റെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം എന്ത് ചെയ്തേ പറ്റുള്ളൂ? മുറിച്ചെറിയുക എന്നുള്ളതാണ് വാസ്തവത്തിൽ ഹൃദയത്തെ പ്യുവറാക്കി സൂക്ഷിക്കാനുള്ള മാർഗം. ലോകത്തോടുള്ള നമ്മുടെ ബന്ധത്തെ നമ്മൾ അരിഞ്ഞെറിയുകയാണ്. വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്ന ഒരു പ്രധാന കാര്യം അതാണ്. ലോകം നമ്മളെ സ്വാധീനിക്കാൻ പാടില്ല. ലോകം നല്ലതെന്ന് പറയുന്നത് നമ്മൾ കേൾക്കാൻ പാടില്ല. കാര്യം ലോകത്തിന് നല്ലതെന്താണെന്ന് പറയാനുള്ള അവകാശമില്ല. ലോകം അതിൽ തന്നെ കറപ്റ്റാണ്. നമ്മുടെ സമൂഹം അതിൽ തന്നെ കറപ്റ്റാണ്. സമൂഹം പറയുന്ന കാര്യങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവൻ ലോകം പഠിപ്പിക്കുന്നതായ കോമ്പറ്റീഷൻ, അല്ലെങ്കിൽ ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡ്, സെൽഫിഷ്നെസ്, സ്വാർത്ഥതയും അസൂയയും പകയും പിണക്കവും കോപവും ക്രോധവും അതിനെയൊക്കെ നീതിമത്കരിക്കുന്നു. അതൊക്കെ കുഴപ്പമില്ലാത്തതാണെന്ന് പറയുന്നു. അങ്ങനെ മനുഷ്യന് കോപിക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ പൊട്ടം കളിക്കരുത് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അല്ലേ? നമ്മൾ പൊട്ടം കളിക്കാനുള്ളവരാണ്. വി ആർ ഫൂൾസ് ഫോർ ക്രൈസ്റ്റ് സേക്ക്. ക്രിസ്തു നിമിത്തം നമ്മൾ എങ്ങനെയുള്ളവരാണ്? ഭോഷന്മാരെന്ന് പറയുന്നത്. യെസ്, ആ ഭോഷത്വമാണ് നമുക്ക് ആവശ്യം. ആ ഭോഷത്വമാണ് പ്യൂരിറ്റി. ലോകത്തിന്റെ ബുദ്ധി ഇല്ലാതിരിക്കാൻ നമ്മൾ പഠിക്കണം. അപ്പോഴാണ് ഹൃദയത്തിൽ എന്തുണ്ടാകുന്നത്? ഹൃദയത്തിൽ പ്യുവർ ആകുന്നത്. അങ്ങനെ ലോകത്തിൻ്റെതായി നമ്മിലുള്ള നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ മോട്ടിവേഷൻസ്, നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അതിന്റെ പിന്നിലുള്ള നമ്മുടെ ഉദ്ദേശ്യങ്ങൾ, ഇതിനെ എല്ലാം ക്ലെൻസ് ചെയ്യുന്ന ഒരു സ്റ്റേജിൽ, അവിടെയാണ് ദോസ് ഹു ആർ പ്യുവർ ഇൻ ഹാർട്ട് ദേ ഷാൽ സീ ഗാഡ്. എല്ലാവർക്കും കർത്താവിനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ലോകവുമായിട്ടുള്ള ബന്ധം അരിഞ്ഞെറിഞ്ഞു കളയാൻ നമ്മൾ ആരും തയ്യാറല്ല. ഇന്നാവശ്യമായിരിക്കുന്നത് ഹൃദയത്തിന്റെ ഒരു ശസ്ത്രക്രിയയാണ്. ഒരു സർജറിയിലൂടെ ലോകത്തോട് നമ്മുടെ ഹൃദയത്തിനുള്ള പറ്റുമാനത്തിന്റെ തുണ്ട് കട്ട് ചെയ്ത് കളയുന്ന ഒരു സ്റ്റേജ്. ദാറ്റ്സ് വെയർ വി ബിക്കം പ്യുവർ ആൻഡ് ദെൻ യു വിൽ സീ ഗാഡ് അഗൈൻ. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന് 9-ാം വാക്യം വായിക്കുമ്പോൾ, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. പീസ് മേക്കേഴ്സ്. സമാധാന കാംക്ഷികളല്ല, സമാധാനം ഉണ്ടാക്കുന്നവർ. സമാധാനം ഇഷ്ടപ്പെടുന്നവരല്ല, സമാധാനം ഉണ്ടാക്കുന്നവർ. ദേ ആർ ബ്ലെസ്ഡ്. പീസ് മേക്കേഴ്സ്. There's a big difference between peace lovers and peacemakers. സമാധാന സ്നേഹികളും സമാധാനം ഉണ്ടാക്കുന്നവരും രണ്ടും രണ്ടാണ്.
സമാധാന സ്നേഹികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴക്കുണ്ടാക്കണ്ട എന്ന് ചിന്തിക്കുന്ന ആൾ പലരും സമാധാന കാംക്ഷികളാണ്. വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട നമ്മൾ പറയുന്നത്. അതുകൊണ്ട് സമാധാനം കെടുത്താൻ സാധ്യതയുള്ള സകല സിറ്റുവേഷൻസും അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നത്. നമ്മൾ പീസ്ഫുൾ ആയിരിക്കണം. പക്ഷേ നമ്മള് പ്രതിസന്ധികളെ ഒഴിഞ്ഞു പോകാൻ പരിശ്രമിക്കുമ്പോൾ സംഭവിക്കുന്നതെന്നറിയാമോ? വി ആർ പൈലിംഗ് അപ്പ് ട്രബിൾ ഫോർ ദ ഫ്യൂച്ചർ. ഇപ്പോഴത്തെ ഒരു പ്രസന്റ് സ്റ്റേജില് വലിയ കുഴപ്പമില്ലാതെ സമാധാനത്തോടെയൊക്കെ എങ്ങനെങ്കിലും കുറച്ച് സമാധാനമൊക്കെ ഉണ്ടാക്കി വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോകണം എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ. അവര് അവരുടെ ഫ്യൂച്ചറിനോ അല്ലെങ്കിൽ അവരുടെ തലമുറകൾക്ക് വേണ്ടിയോ എന്ത് ചെയ്യുകയാണ്? എന്താണ്? ട്രബിള് പൈലപ്പ് ചെയ്യുകയാണ്. അവര് വലിയ അടിസ്ഥാനം ഇട്ട് പോവുകയാണ്. അത് വളർന്നോളും. അപ്പൊ അതുകൊണ്ട് സമാധാന കാംക്ഷികളല്ല, സമാധാനം ഉണ്ടാക്കുന്നവർ. ഓരോ സാഹചര്യത്തിനനുസരിച്ചും നിങ്ങൾ സമാധാനത്തിന് അത് പീസ് മേക്കേഴ്സ് ആയിട്ടൊരു ഡിസിഷൻ എടുത്താലേ പറ്റുള്ളൂ. ഇനി ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ കാല് പഴുത്താല് ആരെയും തൊടാൻ സമ്മതിക്കാത്തവൻ സമാധാനകാംക്ഷിയാണ്. എന്റെ കാല് പഴുത്തെന്ന് വെക്കുക, ഒരു മുറിവ് വന്നിട്ട് പഴുത്തു, അല്ലെങ്കിൽ ഡയബറ്റിക് ആയിട്ട് ഞാൻ കാല് പഴുത്തു, ആരെയും തൊടാൻ സമ്മതിക്കത്തില്ല, ഞാൻ ഭയങ്കര പീസ് ലവറാണ്. പക്ഷേ പീസ് മേക്കർ എന്ന് പറയുന്നത് കാല് പഴുത്താൽ തൊടാൻ സമ്മതിക്കാത്തവനല്ല, അതിനെ ഞെക്കി അതിനകത്തെ പഴുപ്പ് മുഴുവൻ പുറത്ത് കളയാൻ, വേദന അനുഭവിച്ച് അത് പുറത്ത് കളയാൻ തയ്യാറുള്ളവനാണ് പീസ് മേക്കർ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ വേദന ഉണ്ടാകും. വെറുതെ സമാധാനം അങ്ങ് അഭിനയിക്കുമൊന്നുമല്ല. എന്താണ് അത്? നമ്മൾ ശരിയായിട്ട് ആഴത്തിൽ അതിന്റെ വേരുകൾ എന്തൊക്കെയാണോ അതിനെ എല്ലാം എടുത്തു കളഞ്ഞിട്ട്, അതിന്റെ എല്ലാ പഴുപ്പും എടുത്തു കളഞ്ഞിട്ട് ഇനി അത് വന്ന് കയറാതെ വണ്ണം സമാധാനം ഉണ്ടാക്കുകയാണ്. ശരിക്കും അതാണ് സമാധാന കാംക്ഷികളും സമാധാനം ഉണ്ടാക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ സമാധാനം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ മറ്റൊരർത്ഥം കൂടെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, ഗിരിപ്രഭാഷണത്തിലെ ഓരോ ഭാഗങ്ങൾക്കും പല ഫേസുകളുണ്ട്. ഈ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത്, ഞാൻ പീസ് എന്ന വാക്കിന്റെ അർത്ഥം ശരിക്കും ഇഴ ചേർക്കുക എന്നാണ്. ഞാൻ രാവിലെ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ഇഴ ചേർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീവിങ്ങിന് ഉപയോഗിക്കുന്ന പോലെയാണ്. വീവിങ്ങിൽ എന്ത് ചെയ്യാണ്? ഒരു നൂലിന്റെ മോളിൽ വെച്ചിട്ട് ഒട്ടിക്കുകയല്ല. പ്രത്യേകത എന്താണ്? ഓരോ നൂലിന്റെ ഇടയിലേക്ക് മറ്റൊരു നൂല് കയറ്റി ഇഴ ചേർക്കുകയാണ്. അങ്ങനെ വീവ് ചെയ്യുന്നത് പോലെ സമാധാനം ഉണ്ടാക്കുന്നവർ ദൈവവും മനുഷ്യനും തമ്മിൽ ഇഴ ചേർക്കണം. അപ്പോഴാണ് ദൈവവും മനുഷ്യനും തമ്മിൽ സമാധാനം ഉണ്ടാകുന്നത്. മനുഷ്യനും തമ്മിൽ ഇഴ ചേർക്കുന്നത് പോലെ പിരിയാൻ വയ്യാത്തതായ സമാധാനം, അങ്ങനെയുള്ള സമാധാനം ഉണ്ടാക്കുന്ന ആ ഒരു ദൈവവുമായിട്ട് ഇഴചേരുകയും മനുഷ്യനുമായിട്ട് ഇഴചേരുകയും ചെയ്യുന്ന റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇഴചേരുന്നത് പോലെ ആഴമുള്ളതായ ഒരു സമാധാനം ഉണ്ടാക്കുന്നതായ ഒരു സാഹചര്യം. അതിനുവേണ്ടി നമ്മള് വലിയ നീതി ന്യായം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നീതിക്ക് ന്യായത്തിനും അപ്പുറത്താണ് പലപ്പോഴും റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഇപ്പൊ റോമാലേഖനം 14-ാം അധ്യായത്തില് അതിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇതൊന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു ചെറിയ വേദഭാഗമാണ്. പോള് ആവശ്യപ്പെടുന്ന ഒരു കാര്യം, ആസ് ഫോർ ദ മാൻ ഹു ഈസ് വീക്ക് ഇൻ ഫെയ്ത്ത് വെൽക്കം ഹിം ബട്ട് നോട്ട് ഫോർ ഡിസ്പ്യൂട്ട്സ് ഓവർ ഒപ്പീനിയൻസ്. മലയാളത്തില് നമ്മളത് വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് റോമൻസ് ചാപ്റ്റർ 14, സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളുവിൻ. വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളുവിൻ. പക്ഷേ സംശയ വിചാരങ്ങളെ വിധിക്കാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എപ്പോഴാണ് പിരിവുണ്ടാകുന്നത്? അഭിപ്രായങ്ങളിൽ വ്യത്യാസം ഉണ്ടാകുമ്പോഴാണ് വാസ്തവത്തിൽ എന്തുണ്ടാകുന്നത്? പിരിവുണ്ടാകുന്നത്. ഒരു പക്ഷേ ഞാൻ വിശ്വസിക്കുന്നതായിരിക്കത്തില്ല വേറൊരാൾ വിശ്വസിക്കുന്നത്, ഞാൻ ചിന്തിക്കുന്നതായിരിക്കത്തില്ല മറ്റൊരാൾ ചിന്തിക്കുന്നത്. ഒരു പക്ഷേ ദൈവശാസ്ത്രപരമായോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിലോ ആയിക്കോട്ടെ, രണ്ടുപേര് തമ്മിൽ ഒരു പക്ഷേ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം. നമ്മുടെ ഒരു ചിന്ത എന്നറിയാമോ? ഈ അഭിപ്രായ വ്യത്യാസം പറഞ്ഞു തീർത്താൽ മാത്രമേ എനിക്ക് തമ്മിൽ യോജിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നത്, ബ്രദറെ ഞാൻ വിശ്വസിക്കുന്നത് നീയും വിശ്വസിക്കാമെങ്കിൽ നമുക്ക് നമ്മൾ കൂട്ടായ്മയുണ്ട്. പക്ഷെ പോൾ പറയുന്നത്, അവനും നീയും ഒരേ ആത്മാവിനെ തന്നെ പാനം ചെയ്തിരിക്കുന്നുവെങ്കിൽ അഭിപ്രായങ്ങളിലുള്ള വ്യത്യാസം നാളെ അങ്ങ് ശരിയായിക്കോളൂ എന്ന് ചിന്തിച്ചാൽ പോരെ. ഇത് ദുരുപദേശക്കാരുമായിട്ട് കൂട്ടുകൂടുന്ന കാര്യമൊന്നും അല്ല ഞാൻ ഈ പറയുന്നത്. എന്ത്? നമ്മൾ പലപ്പോഴും ആളുകളുമായിട്ട് പിരിയുന്നതെന്നറിയാമോ?
എന്റെ ചിന്തകൾക്കനുസരിച്ചല്ല മറ്റൊരാൾ ചിന്തിക്കുന്നത്. അവൻ വേറൊന്ന് ചിന്തിക്കുന്നു, അവന്റെ അഭിപ്രായം വേറെയാണ്. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുക എന്നാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. അതിനാണ് എത്രയോ മീറ്റിങ്ങുകളും കമ്മിറ്റികളും കൂടുന്നത്. എന്തിനാണെന്നറിയാമോ? കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ. കൗൺസിലും എല്ലാം കൂടും. എന്തിനാ? കാര്യം പറഞ്ഞു തീർക്കാൻ. ഞാൻ ഈ ചരിത്രമൊക്കെ ഒത്തിരി പഠിച്ചു നോക്കിയിട്ടുണ്ട്. എന്റെ അറിവനുസരിച്ച് ഇന്ന് വരെ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ കൂടിയ ഒരു കമ്മിറ്റിയും കാര്യം പറഞ്ഞു തീർത്തിട്ടൊന്നുമില്ല. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ഈ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. തീർക്കണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ, പറയാതെ അങ്ങ് തീർത്താൽ മതി. അതിന് ഭാര്യയും ഭർത്താവും തമ്മിലാണെങ്കിലും എന്താ, വരൂ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാമെന്ന് ആരും പറയണ്ട. എന്തോന്ന് പറഞ്ഞു തീർക്കാൻ? പറയാതെ അങ്ങ് തീർക്കരുത് നിങ്ങൾക്ക്. നിങ്ങളല്ലെങ്കിൽ ഭാര്യയുടെ കാര്യവും പറഞ്ഞുകൊണ്ടിരിക്കും, ഭർത്താവിന്റെ കാര്യവും പറഞ്ഞുകൊണ്ടിരിക്കും, രണ്ടും കൂടി വഴക്കുണ്ടാക്കി പിടിയുകയും ചെയ്യും. എന്ത് കാര്യത്തിന്? നിങ്ങൾ ഭാര്യയും ഭർത്താവും അല്ലേ, നിങ്ങൾക്ക് അങ്ങ് ചേർന്നാൻ പോലെ. എന്തിനാ ഈ പറഞ്ഞു തീർക്കുന്നത്? പറയാതെ അങ്ങ് തീർക്കുക. നിങ്ങളുടെ സഭയിലെ ഒരു വിശ്വാസിയുമായിട്ട് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ സഹോദരന്മാരല്ലേ, എന്തിനാ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാം എന്നൊക്കെ പറയുന്നത്? പറയാതെ അങ്ങ് തീർക്കുക. പറയാതെ തീരത്തുള്ളൂ, പറയാൻ തുടങ്ങിയാൽ തീരത്തില്ല. അതുകൊണ്ട് പോൾ പറയുന്നത് എന്താണ്? വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്ത് കൊള്ളുവിൻ, സംശയ വിചാരങ്ങളെ വിധിക്കാനും പോകരുത്. As for the man who is weak in faith, welcome him, but not for disputes over opinions. പല അഭിപ്രായങ്ങൾ കാണുമായിരിക്കും, അതിനെയെല്ലാം പറഞ്ഞു തീർക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ട. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 25-ഉം 26-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഗലേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 25, 5-ാം അധ്യായത്തിന്റെ 25-ഉം 26-ഉം വാക്യങ്ങൾ, ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ. നാം അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും കൊണ്ട് വൃഥാഭിമാനികൾ ആകരുത്. പലപ്പോഴും ആളുകൾ തമ്മിലുള്ള പ്രശ്നങ്ങളുടെ കാരണം എന്നറിയാമോ? നമ്മൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ പോരിന് വിളിക്കുന്നു എന്നുള്ളതാണ്. അന്യോന്യം ഞാൻ പറഞ്ഞതാണ് ശരി, അല്ലെങ്കിൽ ഞാനാണ് ശരി എന്നുള്ള ചിന്തയോടുകൂടെ പറയുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അസൂയയാണ്. മിക്കവാറും ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് പല സമയത്തും എല്ലാ പ്രതിസന്ധികളും നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്നതെന്നാണ് എന്റെ ചിന്ത. Let us have no self-conceit, no provoking of one another, no envy of one another. വെറുതെ പോരിന് വിളിക്കരുത്. എന്നാൽ നിങ്ങൾ പറ അതിന്റെ സത്യം എന്താണെന്ന്, അതാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. There is no love. സ്നേഹം ആണ് സമാധാനത്തിന്റെ ഘടകമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. സമാധാന കാംക്ഷികളല്ല സമാധാനം ഉണ്ടാക്കുന്നവർ. സമാധാനം കെടുത്തുന്നവരോട് കർത്താവിന് ഭയങ്കര വിരോധമാണ്. സമാധാനം കെടുത്തുന്നവരോട്. മീഖായുടെ പ്രവചനത്തിൽ ഒരു പ്രത്യേകമായ വാക്ക് അവിടെ ഉപയോഗിച്ചത് ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 8-ഉം 9-ഉം വാക്യം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന, മുമ്പേ തന്നെ എന്റെ ജനം ശത്രുവായി എഴുന്നേറ്റിരിക്കുന്നു, യുദ്ധവിമുഖരായി നിർഭയന്മാരായി കടന്നുപോകുന്നവരുടെ വസ്ത്രത്തിന്മേൽ നിന്ന് നിങ്ങൾ പുതപ്പ് വലിച്ചെടുക്കുന്നു. നിങ്ങൾ എന്റെ ജനത്തിന്റെ സ്ത്രീകളെ അവരുടെ സുഖകരമായ വീടുകളിൽ നിന്ന് ഇറക്കിക്കളയുന്നു. അവരുടെ പൈതങ്ങളോട് നിങ്ങൾ എന്റെ മഹത്വം സദാകാലത്തേക്കും അപഹരിച്ചു കളയുന്നു. ഈ ഭാഗത്തെ വ്യാഖ്യാനിച്ച് ഞാൻ ഐ ഹാവ് റിട്ടൺ ആർട്ടിക്കിൾസ് ഓൺ ദാറ്റ്. പക്ഷെ ഞാൻ ഇവിടെ പറയുന്ന ഒരു കാര്യം, യുദ്ധവിമുഖരായ ആളുകൾ. ആ യുദ്ധവിമുഖരായ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ദേ ലവ് പീസ്. അവരെപ്പോഴും എന്താ ആഗ്രഹിക്കുന്നുണ്ട്? സമാധാനം ആഗ്രഹിക്കുന്നുണ്ട്. ഇറ്റ് സേസ് അബൌട്ട് ദ ചർച്ച്. ഒരു സഭയിൽ ആളുകൾ വരുന്നത്, ഈ സഭ എന്താണ്? ഒരു സമാധാന ഗ്രഹം എന്ന നിലയിലാണ്. പക്ഷേ നിങ്ങളുടെ ഇടപെടലുകൾ കൊണ്ട് എന്ത് സംഭവിക്കുന്നു? നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് അവിടെ ദോഷം പറയുന്നത്, അവരുടെ പുതപ്പ് നിങ്ങൾ വലിച്ചെടുത്ത് കളയുന്നുണ്ട്. നല്ല തണുപ്പുള്ള സമയത്ത് നമ്മളുടെ ഷോൾ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരു വിറയലുണ്ടല്ലോ. കാര്യം അവർ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട്. ചേർച്ച് എന്ന് പറയുന്നത് എന്താണ്? ഒരു കംഫർട്ട് ഫീൽ ചെയ്യുന്ന സ്ഥലമാണ്. ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ദുഷ്പ്രവൃത്തികൾ കൊണ്ട് സഭയിൽ വരുന്ന ഒരു വ്യക്തിയുടെ ആ സുഖകരമായ അവസ്ഥയെ അല്ലെങ്കിൽ ആ കംഫർട്ടിനെ നിങ്ങൾ എടുത്തു കളയരുത്. നിങ്ങൾ വാസ്തവത്തിൽ നിങ്ങളുടെ ഓരോ പ്രവൃത്തി കൊണ്ടും ചെയ്യുന്നത് എന്താണ്? നിങ്ങൾ കംഫർട്ട് എടുത്തു കളയാണ്. ഇറ്റ് ഈസ് ദ സെയിം വിത്ത് ദ ചർച്ച് ആൻഡ് ദ ഹൗസ്. ഒരു വീട്ടിൽ ഭാര്യ, ഭർത്താവ്, മക്കൾ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ നിങ്ങൾ ആരുടെ പുതപ്പെടുത്ത് കളയരുത്. പുതപ്പെടുത്തുന്നത് ഇറ്റ് ഇസ് നോട്ട് എ ലിറ്ററൽ മീനിങ്. ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്ന ഇതാണ്, ഒരു വീടെന്ന് പറയുന്ന ഒരു കംഫർട്ടബിൾ, മൈ ഹൗസ് ഇസ് എ കംഫർട്ടബിൾ ഹോം. ഐ നീഡ് ടു ഫീൽ ഇറ്റ്. ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക്
നമ്മളുണ്ടല്ലോ തണുത്ത് വിളച്ചിരിക്കുമ്പോൾ ഒരു പുതപ്പിന്റെ കീഴിലോട്ട് കയറുന്ന ഒരു സുഖമുണ്ടല്ലോ. അതുപോലെ ആയിരിക്കണം നമ്മുടെ വീടുകൾ. ആ ഒരു എന്താണ് പുറത്തെ ആ തണുപ്പിൽ നിന്ന് അതിന്റെ ആ ഊഷ്മാവിലേക്ക് കയറുന്നത് പോലെ, പുതപ്പിനകത്തേക്ക് കയറുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ഭർത്താവിന് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും രണ്ടുപേരും കൂടെ മക്കൾക്കും മക്കൾ അപ്പനും ഒക്കെ കൊടുക്കാൻ കഴിയുന്നെങ്കിൽ അതാണ് വാസ്തവത്തിൽ ഓൺലി ദെൻ യു ബിക്കം പീസ് മേക്കേഴ്സ്. നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്ക്, അങ്ങനെ ഒരു കംഫർട്ട് ഞാൻ എന്റെ ഭവനത്തിൽ കൊടുക്കുന്നുണ്ടോ? അങ്ങനെ ഒരു കംഫർട്ട് ഞാൻ എന്റെ ചർച്ചിൽ കൊടുക്കുന്നുണ്ടോ? ഒരു അപരിചിതനായ വ്യക്തി നിങ്ങളുടെ ചർച്ചിലേക്ക് വരുമ്പോഴത്തേക്ക് അവൻ എന്ത് ചെയ്യണം? തണുത്ത് വിറച്ച് വരുന്നവന് ഒരു പുതപ്പ് കൊണ്ട് കൊടുക്കുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് ഉണ്ടാകണം. അല്ലാതെ പുതപ്പ് പുതച്ചോണ്ട് വരുന്നവനിൽ നിന്ന് പുതപ്പ് എടുത്തു കളയുന്ന ഫീലിംഗ് ആകരുത്. അപ്പോഴാണ് നിങ്ങൾ പീസ് മേക്കേഴ്സ് ആകുന്നത്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. സൺസ് ഓഫ് ഗാഡ്. They are not just the person is not called as a man of peace. നമ്മൾ വാസ്തവത്തിൽ പറയാൻ സാധ്യതയുള്ളൊരു കാര്യം എന്താണ്? സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ സമാധാന മാൻ ഓഫ് പീസ്, സമാധാന പുരുഷൻ എന്ന് വിളിക്കപ്പെടും. അങ്ങനല്ല വേദം പഠിപ്പിക്കുന്നത്. എന്താണ് പറയുന്നത്? അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടുന്നത്? നമ്മൾ ലൂക്കോസ് സുവിശേഷം 6:35 വാക്യത്തിൽ വായിച്ചല്ലോ, അങ്ങനെ നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരാകും. എന്താ അതിന്റെ അർത്ഥം? അത്യുന്നതനായ പിതാവ് എന്ത് ചെയ്യുന്നോ അത് തന്നെ നിങ്ങളും ചെയ്യും. അപ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? അത്യുന്നതന്റെ പുത്രന്മാരാകുന്നത്. ദൈവത്തിന്റെ പുത്രന്മാരാകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ എന്താണ്? അവൻ ചെയ്യുന്നത് ചെയ്യുമ്പോഴാണ് നമ്മൾ അവന്റെ പുത്രന്മാര് ആകുന്നത്. യേശു കർത്താവ് എന്താ ചെയ്യുന്നത്? അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും അവൻ വിളിച്ചിട്ട് പറയാണ്, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരും, കംഫർട്ട് തരും. അപ്പോഴാണ് നമ്മൾ അതേ കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ആരായിത്തീരുകയാണ്? അവന്റെ പുത്രന്മാരാവുകയാണ്. യേശു കർത്താവ് സമാധാനം ഉണ്ടാക്കി. യേശു കർത്താവ് എന്ത് ചെയ്തു? നമ്മളെയും ദൈവത്തെയും തമ്മിൽ യോജിപ്പിച്ചു. ദൈവത്തോട് സമാധാനം ഉണ്ടാക്കി. ഇരുപക്ഷത്തെയും യോജിപ്പിച്ചു. മനുഷ്യനോട് സമാധാനം ഉണ്ടാക്കി. യഹൂദന്മാരെയും യവനന്മാരെയും യോജിപ്പിച്ചു. എല്ലാ ഗ്രൂപ്പിനെയും അവൻ ദൈവത്തോട് യോജിപ്പിച്ചു. യോജിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫാക്ട് അതൊരു സമാധാനത്തിന്റെ മറ്റൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതേപോലെ നമ്മൾ മനുഷ്യരെയും ദൈവത്തെയും തമ്മിൽ ഇഴചേർക്കുമ്പോൾ നമ്മൾ ആരായിത്തീരുകയാണ്? ദൈവത്തിന്റെ പുത്രന്മാർ ആയിത്തീരുകയാണ്. അടുത്ത പാസേജിലേക്ക് നമുക്ക് പോകാം. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത്, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ അവിടെ ആദ്യം കാണുന്ന ഇതാണ്, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 29-30 വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ഉപേക്ഷിച്ചോ അതൊക്കെ നിങ്ങൾക്ക് മടക്കി കിട്ടുമെന്ന് പറയുന്ന ഭാഗത്ത് തന്നെ ഉപയോഗിക്കുന്ന ഒരു പ്രധാന വാക്ക് ഉപദ്രവങ്ങളോടുകൂടെ 100 മടങ്ങ് മടക്കി കിട്ടുമെന്ന്. അല്ലാതെ കാര്യം ഉപദ്രവം എന്ന് പറയുന്നത് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഉപദ്രവം ഒഴിച്ച് ഒരു വാക്യവും നമ്മൾ വായിക്കാൻ പറ്റത്തില്ല. ലോകത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് അത് മാത്രമേ ഉള്ളൂ. അത് വേദപുസ്തകം നമ്മൾക്ക് ഉറപ്പ് തന്നിരിക്കുന്ന കാര്യമാണ്. 1 John chapter 3, 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, സഹോദരന്മാരെ, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ ആശ്ചര്യപ്പെടരുത്, നാം മരണം വിട്ട ജീവനിൽ കടന്നിരിക്കുന്നുവെന്ന് സഹോദരനെ സ്നേഹിക്കുന്നതിന് നമുക്ക് അറിയാം. ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ആശ്ചര്യപ്പെടുവാനായിട്ട് പാടില്ല. അത് നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 36-ാം വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത്, നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നില്ലയോ? 35-ാം വാക്യത്തിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. ഇതെല്ലാം വിശ്വാസിയുടെ ജീവിതത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. എന്ന് തന്നെയല്ല, ഈ കാര്യങ്ങൾ സഹിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിന്റെ 41-ാം വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്ന ആ ഒരു ഭാഗം എനിക്ക് വളരെ പ്രസക്തമായിട്ട് തോന്നിയിട്ടുണ്ട്. കഷ്ടം സഹിക്കേണ്ടി വന്നപ്പോൾ അവരുടെ അതിനോടുള്ള റെസ്പോൺസ് എന്തായിരുന്നു എന്നുള്ളതാണ്. ചാപ്റ്റർ 5 വേഴ്സ് 41 നമ്മൾ വായിക്കുന്നത്, തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. അതൊരു ഭയങ്കര ജോയ് ആണെന്ന്. എന്നറിയാമോ? അവർ നേരത്തെ തന്നെ അവരുടെ നായകനായ യേശു കർത്താവിൽ നിന്ന് എന്ത് കേട്ടു? നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ
ഭാഗ്യവാന്മാർ. അവരൊന്ന് നോക്കിയിരിക്കുകയായിരുന്നു എപ്പോഴാ ഉപദ്രവിക്കപ്പെടുന്നതെന്ന്. ദേ വർ ലോങ്ങിങ് ഫോർ ദാറ്റ്. തിരുനാമം നിമിത്തം ഉപദ്രവിക്കപ്പെടുവാൻ യോഗ്യരായി എണ്ണപ്പെടുന്നത്, തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് മടങ്ങിപ്പോയി. ഈ കഷ്ടത അനുഭവിക്കുമ്പോൾ അല്ലെങ്കിൽ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുമ്പോൾ, വെറുതെ ഉള്ള കഷ്ടത മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ്? നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുമ്പോൾ അത് ഇൻഫാക്ട് ഒരു വലിയ ഭാഗ്യമായിട്ട് കാണാനായിട്ട് നമുക്ക് കഴിയണം. 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 1 പോള് പറയുന്ന ഒരു ഭാഗം, അതിന്റെ 5 അവിടെ എഴുതിയിരിക്കുന്നത്, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. സോ ഓരോ പ്രാവശ്യം കഷ്ടം സഹിക്കുമ്പോഴും എന്താണെന്നറിയാമോ, നമുക്ക് മറ്റൊരു വലിയൊരു ഗുണം കൂടെ ഉണ്ടാകുന്നു. എന്തുണ്ടാകുന്നു? ക്രിസ്തുവിൽ നിന്നുള്ള ഒരു ആശ്വാസം കൂടെ ഉണ്ടാകുന്നു. ഞാൻ ഇങ്ങനെ ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ട്. ഒരിക്കല് വളരെ ആരോഗ്യപരമായി വളരെ കഷ്ടത അനുഭവിക്കുന്ന, കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത ഒരു പയ്യൻ, ഒരു ചെറിയ പയ്യൻ, ഒരു ബാലൻ. അവൻ വളരെയൊക്കെ പ്രാർത്ഥിച്ചു, കാര്യങ്ങളെല്ലാം എല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ഒരു ദിവസം രാത്രിയിൽ കർത്താവ് അവന്റെ അടുത്ത് വന്ന് കട്ടിലിൽ ഇരുന്ന് ഒത്തിരി നേരം ഇരുന്നു. അവനോട് സംസാരിക്കുകയും അവനെ തൊടുകയും തലോടുകയും എല്ലാം ചെയ്തു. പോകാൻ നേരം കർത്താവ് പറഞ്ഞു, മോനെ, ഒന്നുകിൽ ഞാൻ ഇന്ന് നിന്നെ സൗഖ്യമാക്കിയിട്ട് പോകാം, അല്ലെങ്കിൽ നീ കട്ടലെ കിടക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരം ഞാൻ വന്ന് നിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കാം, നീ ചൂസ് ചെയ്താൽ മതി. ആ പയ്യൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് ഒരിക്കലും സൗഖ്യമാകണമെന്ന് ആഗ്രഹമില്ല, പക്ഷെ എന്തു മതി, എല്ലാ ദിവസവും നീ എന്റെ അടുത്ത് വന്നിരുന്ന് എന്നെ ആശ്വസിപ്പിച്ചാൽ മതി. നോക്കുക, കഷ്ടത എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ കഷ്ടതയിൽ നമുക്കുള്ള സന്തോഷം എന്താണ്? കഷ്ടതയിൽ അവൻ ഏറ്റവും അടുത്ത തുണയായി നമ്മോട് കൂടെ ഇരുന്ന് നമുക്ക് എന്ത് ലഭിക്കുന്നു? ആശ്വാസത്തെ നൽകുന്നതാണ് നമ്മൾ കാണുന്നത്. അടുത്ത വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് എന്റെ നിമിത്തം, ഇവിടെ പറയുന്നത് നീതി നിമിത്തം നിങ്ങൾ ഉപദ്രവിക്കപ്പെടുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം, സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളത്. എന്നാൽ അടുത്ത വാക്യം വരുമ്പോൾ എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പിൻ. നീതി നിമിത്തം എന്ന് മാത്രമല്ല ഇവിടെ പറയുന്നത് എന്താണ്? എന്റെ നിമിത്തം. യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന യേശുവിന്റെ ശിഷ്യൻ ഒരു തത്വത്തിന് വേണ്ടി മാത്രം കഷ്ടം സഹിക്കുകയല്ല. ഒരു തത്വത്തിന് വേണ്ടി തന്നെ ആളുകൾ കഷ്ടം സഹിക്കുന്നുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ടാണല്ലോ ഈവൻ തീവ്രവാദികളായ ആളുകൾ ഒരു വ്യക്തിക്ക് വേണ്ടിയൊന്നുമല്ല, അവൻ വിശ്വസിക്കുന്ന ഒരു വിശ്വാസത്തിന് വേണ്ടിയൊക്കെയാണ് പലപ്പോഴും കഷ്ടം സഹിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ പലരും സഹിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് കഷ്ടം ഒരു തീവ്രവാദ സംഘടനയിലെ വ്യക്തി സഹിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഒരു കോസിന് വേണ്ടി നിലകൊള്ളുന്നുവെങ്കിലും അതിനും അപ്പുറത്ത് നമ്മൾ ആര് നിമിത്തമാണ്? എന്റെ നിമിത്തം. യേശുക്രിസ്തു എന്ന് പറയുന്ന ആ വ്യക്തി. നമ്മളൊരു ഫിലോസഫിയുടെ പിന്നാലെ അല്ല പോകുന്നത്. വി ആർ ആഫ്റ്റർ എ പേഴ്സൺ, ഒരു വ്യക്തി. എന്റെ നിമിത്തം, കർത്താവിന് വേണ്ടി നമ്മൾ കഷ്ടം അനുഭവിക്കുകയാണ്, അല്ലെങ്കിൽ കർത്താവിന്റെ നാമനിമിത്തം നമ്മൾ എന്ത് ചെയ്യുകയാണ്? കഷ്ടം അനുഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മളവിടെ കാണുന്നത്. ഈ കഷ്ടം അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ കഷ്ടം അനുഭവിക്കുന്നതിലൂടെ അവന്റെ കഷ്ടതയിൽ നമ്മൾ പങ്കാളികളായി തീരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ കർത്താവ് അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്ന് അറിവിൻ. നിങ്ങൾ ലോകക്കാർ ആയിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കും. ദാസൻ യജമാനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവർ എന്നെ ഉപദ്രവിച്ചു എങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും. അവർ എന്റെ വചനം പ്രമാണിച്ചുവെങ്കിൽ നിങ്ങളുടെ വചനവും പ്രമാണിക്കുമായിരുന്നു. പക്ഷേ അവർ യേശുവിന്റെ വചനം പ്രമാണിക്കുന്നില്ല. യേശുവിനെ ഉപദ്രവിച്ചത് കൊണ്ട് അവരെന്ത് ചെയ്യുന്നു? എന്നെയും ഉപദ്രവിക്കുന്നു. അപ്പൊ ഉപദ്രവം ഏൽക്കുന്ന സമയത്തൊക്കെ ഒരു പരിധിവരെ എന്താണെന്നറിയാമോ? എനിക്ക് വലിയൊരു ആശ്വാസമാണ്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോഴും യേശുവിന്റെ ഭാഗത്ത് തന്നെ ആണെന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ കഷ്ടം അനുഭവിക്കാൻ കഴിയുന്നത് വാസ്തവത്തിൽ എനിക്കൊരു ഭയങ്കര കോൺഫിഡൻസ് ആണ് ഉണ്ടാകുന്നത്. ഞാൻ തെറ്റിപ്പോയിട്ടില്ല എന്നുള്ളതിന്റെ, ഞാൻ ഇപ്പോഴും
യേശു കർത്താവിന്റെ ഭാഗത്ത് തന്നെ ആണ് എന്ന് എനിക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമായിട്ടാണ് അവിടെ കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 48-ാം വാക്യം വായിക്കുമ്പോൾ യഹൂദന്മാർ അവനോട്, നീ ഒരു ശമരിയൻ, നിനക്ക് ഭൂതമുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നത് ശരിയല്ലയോ എന്ന് പറഞ്ഞു. നോക്ക്, ഗുരുവിനോളമാകുന്നത് ശിഷ്യന് മതി, യജമാനോളമാകുന്നത് ദാസന് മതി. യേശുവിനോട് അവർ പറയുന്നത് എന്താ? നിനക്ക് ഒരു ഭൂതമുണ്ട്, ഇത് നീ ചെയ്യുന്നതെല്ലാം ഭൂതം കൊണ്ടാണ്, നീ ഒരു ശമരിയൻ. അന്ന് ഏറ്റവും മോശമായ വാക്കുകളാണ് ഇതൊക്കെ. ഏറ്റവും മോശമായിട്ട് നീ ഒന്നിനും കൊള്ളാത്തവനാണെന്ന്, അല്ലെങ്കിൽ നീ അറയ്ക്കപ്പെട്ടവനാണെന്ന് പറയുന്നതായ വാക്കുകളാണ് നമ്മളിവിടെ കാണുന്നതായ വാക്കുകൾ. ഇതൊക്കെ കർത്താവിനെ കുറിച്ച്, അന്ന് കർത്താവിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ. അല്ലെങ്കിൽ ആ രീതിയിൽ അവൻ ഇന്ന് ലോകം നമ്മളോട് പറയുമ്പോൾ വാസ്തവം പറഞ്ഞാൽ നമുക്ക് എന്താ ഒരു സന്തോഷം ഉണ്ടാകണ്ടേ? കാര്യം ഞാനും അതൊക്കെ ആണല്ലോ. എന്റെ കർത്താവിനോട് അവരുപയോഗിച്ച വാക്കുകൾ തന്നെയൊക്കെ ആണല്ലോ അവരെന്നോട് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്കൊരു ആശ്വാസവചനമായിട്ടാണ് വരുന്നത്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിലും അവരിൽ പലരും അവന് ഭൂതമുണ്ട്, അവൻ ഭ്രാന്തനാകുന്നു, അവന്റെ വാക്ക് കേൾക്കുന്നത് എന്തിനെന്ന് പറഞ്ഞു. നമുക്ക് വട്ടാന്നൊക്കെ ചിലപ്പോൾ ആളുകൾ പറയുമ്പോൾ ആലോചിക്കണം, നമ്മളെക്കുറിച്ച് മാത്രമൊന്നുമല്ല വട്ടെന്ന് പറഞ്ഞത്. പിന്നെ ആരെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്? യേശുവിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ യേശുവിന്റെ അതേ ലെവലിലേക്ക് ഉയരാനുള്ള മാർഗങ്ങളാ എന്ത്? അവൻ കേട്ട പോലുള്ള ചീത്തവിളിയൊക്കെ നമ്മളും കേൾക്കുന്നത്. ഇനി മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിന്റെ 39 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, കടന്നു പോകുന്നവർ തലകുലുക്കി അവനെ ദുഷിച്ചു, മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്ക, ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും പരിഹസിച്ചു. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയുകയില്ല. അവൻ ഇസ്രായേലിന്റെ രാജാവാകുന്നുവെങ്കിൽ ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ, എന്നാൽ ഞങ്ങൾ അവനിൽ വിശ്വസിക്കാം. ഇവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, അവൻ ഇവനിൽ പ്രസാദമുണ്ടെങ്കിൽ ഇപ്പോൾ വിടുവിക്കട്ടെ, ഞാൻ ദൈവപുത്രൻ എന്ന് അവൻ പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അവനോടുകൂടെ ക്രൂശിച്ച കള്ളന്മാരും അവനെ നിന്ദിച്ചു. യേശു കർത്താവ് ക്രൂശിൽ കിടക്കുമ്പോൾ പോലും എന്താണ്? മറ്റുള്ളവൻ അവനെ നിന്ദിക്കുകയാണ്. നിന്ദിക്കാൻ തന്നെയല്ല അവർ പറയുന്നത്, ഇവന് ദൈവത്തിൽ പ്രസാദമുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെന്താണ് ഇവൻ ക്രൂശിൽ കിടക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞതിന് അർത്ഥം മനസ്സിലാക്കണം. ഇതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ നാട്ടുകാർ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇവൻ വലിയ പ്രാർത്ഥനക്കാരനാന്ന് പറഞ്ഞിട്ട്, ഇവൻ ഒത്തിരി പേരെ പ്രാർത്ഥിച്ച് സൗഖ്യമാക്കിയെന്ന് പറഞ്ഞിട്ട്, ഇവൻ പ്രാർത്ഥിച്ചിട്ടെന്താ ഇവന്റെ രോഗം സൗഖ്യമാകാത്തത്? ഇവൻ പ്രാർത്ഥിച്ചിട്ടെന്താ ഇവന്റെ കൊച്ചിന്റെ കല്യാണം നടക്കാത്തത്? ഇവൻ പ്രാർത്ഥിച്ചിട്ടെന്താ ഈ കാര്യം നടക്കാത്തത്, ആ കാര്യം നടക്കാത്തത്? ദൈവത്തിന് ഇവനിൽ പ്രസാദമുണ്ടെങ്കിൽ ഇവനൊന്ന് പ്രാർത്ഥിച്ച് ആ കാര്യം ഒന്ന് നടത്തട്ടെ, എന്നാ ഞങ്ങൾ അവനില് വിശ്വസിക്കാം. ഇതൊക്കെ നമ്മളൊക്കെ കേൾക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമെന്നറിയാമോ? നമ്മളും യേശുവിന്റെ ലെവലിലേക്ക് ഉയരുകയാണെന്ന്. നമ്മളും എന്ത് ചെയ്യാണ്? യേശുവിന്റെ ലെവലിലേക്ക് ഉയരുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വലിയ കാര്യമാണ്. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കർത്താവിൽ, അല്ലെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്ന വാക്ക്, എന്റെ നിമിത്തം നിങ്ങളെ ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാണ്. ഇവിടെയല്ല. എവിടെയാണ്? സ്വർഗത്തിൽ. ഇവിടെ പ്രതിഫലമല്ല. ഇവിടെ ദൈവം നമുക്ക് കടന്നു ചെല്ലാനായിട്ട് വെച്ചിരിക്കുന്ന സിംഹാസനത്തിന്റെ പേരെന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണെന്നറിയാമോ? കൃപാസനം. ഇവിടെ നമുക്ക് കിട്ടുന്ന ഒന്നും പ്രതിഫലമല്ല. ഇവിടെ കിട്ടുന്നതൊക്കെ എന്താണ്? കൃപ. അതുകൊണ്ട് തക്ക സമയത്ത് കരുണ ലഭിക്കേണ്ടതിന് കൃപാസനത്തെങ്കിലേക്ക് അടുത്ത് ചെല്ലുവാൻ കർത്താവ് നമുക്ക് അവസരം നൽകിയിരിക്കുന്നു. അപ്പോൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ദൈവം നൽകുന്നതൊന്നും എന്തല്ല? പ്രതിഫലമല്ല. പ്രത്യുത എന്താണ്? കരുണയാണ്, കൃപയാണ്. പ്രതിഫലം നൽകുന്നതൊക്കെ അവിടെ ചെല്ലുമ്പോഴാണ്. ഇവിടെ നമുക്ക് കൃപ. നമുക്ക് വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്ന, ഭൂമിയിൽ ആവശ്യമായിരിക്കുന്ന 2 കാര്യങ്ങളാണ്, കരുണയും കൃപയും. കരുണ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ കഴിഞ്ഞകാല ജീവിതവുമായിട്ട് ദൈവത്തിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ തന്നെ എനിക്ക് എന്ത് വേണം? കരുണ വേണം. എന്റെ പാസ്റ്റ് ലൈഫിന്, ഒരു പാസ്റ്റ് ലൈഫുമായിട്ട് ദൈവത്തിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കണമെങ്കിൽ തന്നെ എനിക്ക് എന്ത് വേണം? കരുണ വേണം. ഇന്ന് എനിക്ക് ജീവിക്കണമെങ്കിൽ കൃപയും വേണം. ഇത് 2ഉം കൂടെ തരുന്ന ദൈവസിംഹാസനമാണ് ദൈവം ഭൂമിയിൽ വെച്ചിരിക്കുന്നത് നമുക്ക് കയറി ചെല്ലാൻ, കൃപാസനം എന്ന് പറയുന്നത്. പക്ഷേ പ്രതിഫലമൊക്കെ തരുന്ന ദൈവാസനം എവിടെ വെച്ചിരിക്കുകയാണ്? അങ്ങ് സ്വർഗത്തിൽ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ആരും പ്രതിഫലത്തിന് വേണ്ടി ചെല്ലരുത്. ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ഉപദ്രവം, ഇവിടെ കഷ്ടത, ഇവിടെ പ്രതിസന്ധി. പ്രതിഫലം എന്താണ്? അവിടെ ചെല്ലുമ്പോൾ എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ,
നല്ല കാര്യമല്ല കളവായിട്ട് പറയുന്നത്. എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ സന്തോഷിച്ച് ഉല്ലസിപ്പീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഇതേ വേദഭാഗം ഉപയോഗിച്ചിരിക്കുന്ന സ്ഥലം വായിക്കുമ്പോൾ ലൂക്ക് ചാപ്റ്റർ 6 അതിന്റെ ചാപ്റ്റർ 6 വേഴ്സ് 22 and 23 അവിടെ എഴുതിയിരിക്കുന്നത്, മനുഷ്യപുത്രൻ നിമിത്തവും മനുഷ്യർ നിങ്ങളെ ദ്വേഷിച്ച് ഭ്രഷ്ടരാക്കി നിന്ദിച്ച് നിങ്ങളുടെ പേർ വിടക്ക് എന്ന് തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ആ നാളിൽ സന്തോഷിച്ച് തുള്ളുവിൻ, നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലിയത്. നോക്ക്, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? സന്തോഷിച്ച് തുള്ളുവിൻ. പ്രിയമുള്ളവരെ, ഇതൊരു ചെറിയ കാര്യമായിട്ട് നമ്മൾ ചിന്തിക്കരുത്. ഇതാണ് ബിയാറ്റിറ്റ്യൂഡ്സിന്റെ പരമമായ കാര്യം. എന്ത്? നമ്മൾ ഭൂമിയുടെ ദർശനത്തിൽ ജീവിക്കുകയാണെങ്കിൽ തുള്ളാൻ പറ്റത്തില്ല. സ്വർഗത്തിന്റെ ദർശനത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ പേര് വിടക്ക എന്ന് പറഞ്ഞ് ആളുകൾ തള്ളുമ്പോൾ, അവര് തള്ളുമ്പോൾ നമുക്ക് തുള്ളാൻ പറ്റത്തുള്ളൂ. അതിനെന്താ ആവശ്യമായിരിക്കുന്നത്? ഭാവിയുടെ ഒരു ദർശനം. എന്ത് ഭാവിയുടെ ദർശനം? സ്വർഗത്തിന്റെ ഒരു ദർശനം. സ്വർഗത്തിൽ ഈ സമയത്ത് ഞാൻ കർത്താവിന് വേണ്ടി സഹിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും പ്രതിഫലം ഒരുക്കിയിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ്, നിത്യതയുടെ ഒരു ദർശനത്തിൽ നമ്മൾ ജീവിക്കണം. ഈ കാലയളവിൽ നിത്യതയുടെ ഒരു ദർശനത്തിലല്ല, ഭൂമിയുടെ ദർശനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എന്താണ് നമുക്ക് ഭയങ്കര കഷ്ടതയും? ആരെങ്കിലും നമ്മളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, സഭായോഗത്തിന് വന്നു കഴിഞ്ഞാൽ എന്തൊരു കരച്ചിലാണെന്ന് അറിയത്തില്ലേ? പ്രിയമുള്ളവരെ, നിന്ന പഴി ദുഷി ഒന്നുമില്ല, കാര്യമായിട്ടൊന്നുമില്ല. ഇവിടെ വന്നിട്ട് ഭയങ്കര കരച്ചിലും കണ്ണീരൊഴുക്കുന്നു കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും ഇവിടെ പറയുന്നുണ്ടോ? ഓ, ദൈവനാമത്തിന് വേണ്ടി അപമാനം സഹിക്കാൻ പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം എനിക്ക് കർത്താവ് വലിയൊരു ഭാഗ്യം തന്നു, ഹല്ലേലൂയ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയാണ് അപ്പോസ്തലന്മാർ ദൈവനാമത്തിന് വേണ്ടി അപമാനം സഹിക്കുവാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവരെന്ത് ചെയ്തു? സന്തോഷിച്ചു. പക്ഷെ നമ്മളെന്താണ്? പഴി ദുഷി. അപ്പോഴത്തേക്ക് വാക്കൊക്കെ അങ്ങ് മാറും, കരച്ചിലൊക്കെ വരും, കണ്ണിൽ കൂടെ കണ്ണീരൊക്കെ വരും, ഭയങ്കര പ്രയാസങ്ങൾ, കഷ്ടങ്ങൾ. കർത്താവിക്ക് വന്നാൽ മതിയായിരുന്നു, കർത്താവിങ്ങ് വന്നാൽ മതിയായിരുന്നു. കാര്യം ഇവിടെ ദുഷിയും പഴിയും ഒക്കെയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ കാശ് കിട്ടാൻ വേണ്ടി ബോസിന്റെ ചീത്ത കൂടി കേൾക്കുമ്പോൾ കർത്താവ് വന്നാൽ മതി എന്ന് ആരും പറയുന്നില്ല. യോഗത്തിന് പോകുന്നെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കളിയാക്കുമ്പോഴാ കർത്താവിക്ക് വന്നാൽ മതിയായിരുന്നു. ബിയാറ്റിറ്റ്യൂഡ്സിന്റെ ആ അന്ത്യഭാഗത്തിലേക്ക് നമ്മൾ വരികയാണ്. ഭൂമിയിൽ നമ്മൾ കഷ്ടമനുഭവിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഞാൻ യേശുവിനെ പോലെ ജീവിക്കാൻ എനിക്ക് കഴിയുന്ന, അല്ലെങ്കിൽ അതാണ് വാസ്തവത്തിൽ ദൈവം നൽകുന്നതായ ഒരു വലിയ പ്രതിഫലമായിട്ട് ഞാൻ കാണുകയാണ്. ഗ്രേറ്റ് ഈസ് യുവർ റിവാർഡ് ഇൻ ഹെവൻ. നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വളരെ വലുതാകുന്നത് കൊണ്ട് നിങ്ങൾ സന്തോഷിച്ച് ഉല്ലസിപ്പീൻ. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം, ഫിലിപ്പിയൻസ് ചാപ്റ്റർ 1 വേഴ്സ് 29, അവിടെ എഴുതിയിരിക്കുന്നത്, അത് ദൈവം തന്നെ വെച്ചതാകുന്നു, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവനു വേണ്ടി കഷ്ടമനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. അവന് വേണ്ടി കഷ്ടമനുഭവിപ്പാൻ നമുക്ക് എന്ത് നൽകിയിരിക്കുന്നു? വരം. ഒരു ഗിഫ്റ്റാണ്. നമ്മൾ കൃപാവരങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ഒരിക്കലെങ്കിലും കർത്താവേ നിന്റെ നാമത്തിന് വേണ്ടി കഷ്ടമനുഭവിപ്പാൻ എത്ര പേര് ഉപവാസം എടുത്തിട്ടുണ്ട്? അതും ഒരു വരമാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇറ്റ്സ് എ ഗിഫ്റ്റ്. അവന്റെ നാമത്തിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവിടെ എഴുതിയിരിക്കുന്ന എന്താണ്? ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. അതൊരു ഭയങ്കര ഗിഫ്റ്റാണ്. എന്താ ആ ഗിഫ്റ്റിന്റെ പ്രത്യേകത? എനിക്ക് ഇവിടെ തന്നെ അത് സന്തോഷമാണ്. എന്തുകൊണ്ട് സന്തോഷം? കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത് കാണുമ്പോൾ, ചെയ്തത് അറിയുമ്പോൾ, അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ, അവന് വേണ്ടി എന്തെങ്കിലും സഹിക്കാൻ കഴിയുന്നത് എനിക്ക് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. വലിയൊരു ഭാഗ്യമായിട്ട്. നമ്മൾ ഒരു ത്യാഗവും കർത്താവിന് വേണ്ടി ചെയ്യുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പല സമയത്തും ആളുകൾ എവിടെയെങ്കിലും നമ്മൾ അല്പമെങ്കിലും ഒരു കഷ്ടം അനുഭവിച്ച ഉടനെ ഒത്തിരി ത്യാഗം ബ്രദർ സഹിക്കുന്നുണ്ടല്ലേ. എന്തോന്ന് ത്യാഗം? അല്ല, ഇങ്ങനെയുള്ള യാത്രയിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കര ത്യാഗം. എന്തോന്ന് ത്യാഗം? CT സ്റ്റഡിനോട് ആളുകൾ പറയുമായിരുന്നു, CT സ്റ്റഡി കർത്താവിന് വേണ്ടി ഇത്രയും കഷ്ടം സഹിച്ച ഒരു മനുഷ്യൻ ആ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നാണ്ട് എനിക്കറിയത്തില്ല. അത്രയ്ക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി വാസ് ഇമ്മൻസ്ലി റിച്ച്. ഈ CT സ്റ്റഡ് ജനിച്ച വീടെന്ന് പറയുന്നത് 100-ലേറെ മുറികളുള്ള ഒരു കൊട്ടാരമായിരുന്നു. 100-ലേറെ മുറികളുള്ളൊരു കൊട്ടാരം. ആ സമയത്താണ് കർത്താവ് അവനോട് ചൈനയിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകാൻ പറഞ്ഞത്. വെറുതെ ചൈനയ്ക്ക് പോയാൽ മാത്രം പോരാ, നീ നിനക്കുള്ളതെല്ലാം വിറ്റ് സുവിശേഷ വേലയ്ക്ക് കൊടുത്തേച്ച്, ആ കാശും കൊണ്ട് ചൈനയ്ക്ക് പോകാനല്ല, ആ കാശെല്ലാം കൊടുത്തേച്ച് ദരിദ്രനായിട്ട് ചൈനയ്ക്ക് പോകാൻ പറഞ്ഞതാണ്. അന്ന് അവൻ കല്യാണം കഴിക്കാനിരിക്കുന്നതേ ഉള്ളൂ.
ഇതെല്ലാം കൊണ്ടുപോയി വിറ്റിട്ട് കുറച്ച് പൈസ മാറ്റി വെച്ച് വിവാഹം കഴിച്ചിട്ട് വന്നിട്ട് ഒരു വീട് ഒന്ന് താമസിക്കണമല്ലോ, അതിന് വേണ്ടിയുള്ള കുറച്ച് പൈസ മാത്രം മാറ്റി വെച്ചിട്ട് ഈ വ്യക്തി ഭാര്യയാകാൻ പോകുന്ന സ്ത്രീയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ആണി ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ, കർത്താവിനോട് പറഞ്ഞു എനിക്കുള്ളതെല്ലാം വിറ്റ് സുവിശേഷ വേലയ്ക്ക് കൊടുത്തിട്ട് പിന്നെ ഇവർ ചൈനയ്ക്ക് പോകാൻ എല്ലാം തീരുമാനം എടുത്തിരിക്കുകയാണ്, അത് കഴിഞ്ഞിട്ട് ചൈനയ്ക്ക് പോകാൻ, അതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കാതെ വസ്തുവൊക്കെ വിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ നേരം കല്യാണം കഴിഞ്ഞ് താമസിക്കാനുള്ള ഒരു ചെറിയ വീടിനുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ മാറ്റി വെച്ചിട്ടുള്ളൂ, ബാക്കിയുള്ളതെല്ലാം ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുത്തു, എന്നോട് കർത്താവ് പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാ. ഈ സ്ത്രീ ഈറ്റപ്പുലിയെ പോലൊരു ചാട്ടം, എന്നോട് ഒറ്റ അക്ഷരം മിണ്ടി പോയേക്കരുത്. ഉടനെ സീറ്റിസ്റ്റായിട്ട് പറഞ്ഞ്, ആണി ഞാൻ കർത്താവ് എന്നോട് പറഞ്ഞത് അതാ ഞാൻ ചോദിച്ചത്, കർത്താവ് നിങ്ങളോട് എന്താ പറഞ്ഞത്? ഉടനെ പറഞ്ഞു, കർത്താവിനോട് പറഞ്ഞു നിനക്കുള്ളതെല്ലാം വിറ്റ് സുവിശേഷ വേലയ്ക്ക് കൊടുക്കാൻ. അതാ ഞാൻ ചോദിക്കുന്നത്, പിന്നെ നിങ്ങൾ എന്തിനാ വീടിനുള്ള പൈസ മാറ്റി വെച്ചത്? അതുകൂടെ കൊടുത്തിട്ട് എൻ്റെ അടുത്ത് മിണ്ടിയാ മതിയെന്ന്. അതായത് വിറ്റതിനല്ല കുറ്റം പറഞ്ഞത്, എന്താണ് അതുകൂടെ വിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞാൽ മതി, അല്ലാതെ വേറെ കാര്യമില്ല. ഈ സ്ത്രീയും സീറ്റിസ്റ്റഡും കൂടെ ചൈനയിൽ പോയി താമസിച്ച് സുവിശേഷ വേല ചെയ്തു. പക്ഷെ വേറൊരു കാര്യം, ആ സാഹചര്യത്തിൽ പോയി താമസിച്ച ആ സ്ത്രീ ഇൻവാലിഡ് ആയിപ്പോയി. അവരുടെ ആരോഗ്യം നശിച്ചു തന്നെയല്ല, ടോട്ടലി ഇൻവാലിഡ്. അവർ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത നിലയിൽ പൂർണ്ണമായിട്ടും ബെഡ് റിഡൻ ആയിപ്പോയി. സിറ്റിസൺ ഒന്നും ചെയ്യാൻ വയ്യാതെ ഈ സ്ത്രീയെ കൊണ്ട് നേരെ ഇംഗ്ലണ്ടിൽ വന്നു. ഇംഗ്ലണ്ടിൽ ഇവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ആഫ്രിക്കയെക്കുറിച്ചുള്ള വലിയ ബേർഡൻ സിറ്റിസണിനുണ്ടായി. അദ്ദേഹം അവിടെയുള്ള യൂണിവേഴ്സിറ്റികളിലെല്ലാം, ഇവർ കേംബ്രിഡ്ജിൽ പഠിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ DL മോഡി വന്ന് പ്രസംഗിച്ച ഒരു പ്രസംഗത്തിൽ ആണ് ചൈനയ്ക്ക് വേണ്ടി പോകാനായിട്ട് ഈ സിറ്റിസ്റ്റഡ് തീരുമാനമെടുത്തത്. അതുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു, യൂണിവേഴ്സിറ്റികളിലെല്ലാം പോയി ആഫ്രിക്കയിലെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ആളുകൾ വരാനായിട്ട് ഇൻവൈറ്റ് ചെയ്തു. ആരും വന്നില്ല. ഏറ്റവും ഒടുവിൽ ഈ മനുഷ്യൻ പറഞ്ഞു, യുവാക്കളായ നിങ്ങൾ ചൈനയ്ക്ക് പോകാൻ തയ്യാറല്ല എങ്കിൽ വൃദ്ധനായ, അയാൾ വൃദ്ധനൊന്നും ആയില്ല, പക്ഷേ അയാളുടെ കഠിനാധ്വാനം കൊണ്ട് ശരിക്കും അയാൾ വൃദ്ധനെ പോലെ ആയിത്തീർന്നു, വൃദ്ധനായ ഞാൻ ആഫ്രിക്കയ്ക്ക് പോകും എന്ന് പറഞ്ഞു. അത് കേട്ട് ഈ ആളുകൾ ചോദിച്ചു, അപ്പം നിന്റെ ഭാര്യ എന്തോ കൊടുക്കും? അതൊരു വലിയ പ്രശ്നമാണ്. ഭാര്യയും കൊണ്ട് പോകാൻ പറ്റുമോ? പോകാൻ പറ്റത്തില്ല. ഷീ ഈസ് ടോട്ടലി ഇൻവാലിഡ്. ഒടുവിൽ ഇവർ രണ്ടുപേരും കൂടെ ഇരുന്ന് ചോദിച്ചു, കർത്താവിനോട് ചോദിച്ചു എന്താണ് ചെയ്യേണ്ടത്. ആ സ്ത്രീ പറഞ്ഞു, എനിവേ ഐ ആം ഇൻവാലിഡ്, ഞാൻ വന്നിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങളോട് കർത്താവ് പറഞ്ഞ അനുസരിച്ച് നിങ്ങൾ ആഫ്രിക്കയ്ക്ക് പോകും. ഈ മനുഷ്യൻ ഇൻവാലിഡ് ആയിട്ടുള്ള ഭാര്യയെ ഇംഗ്ലണ്ടിൽ വിട്ടേച്ച് ആഫ്രിക്കയിൽ പോയി ഒരു കുടില് കെട്ടി താമസം തുടങ്ങി. ഒരു കുടിൽ, ഞാൻ ആ കുടിലിന്റെ ഫോട്ടോ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ജനിച്ച വീടിന്റെ ഫോട്ടോയും കണ്ടിട്ടുണ്ട്, കുടിലിന്റെ ഫോട്ടോയും കണ്ടിട്ടുണ്ട്. ഈ കുടിൽ പണിത് കഴിഞ്ഞിട്ട് ഓല കൊണ്ടുണ്ടാക്കിയിട്ട് കുടിൽ കണ്ടിട്ട് കുടിലിന് അദ്ദേഹം ഇട്ട പേരെന്നറിയാമോ? ബക്കിംഗ്ഹാം പാലസ്. കുടിലിനിട്ട പേര്. ആ മനുഷ്യൻ 18 വർഷം ആഫ്രിക്കയിൽ താമസിച്ചു. 18 years he was living in Africa. 18 years. ഒരിക്കൽ പോലും മടങ്ങി വരാൻ പറ്റിയില്ല. ഇന്നത്തെ പോലെ ഫ്ലൈറ്റ് ഒന്നുമില്ല. ഞാൻ വർഷത്തിൽ 4 പ്രാവശ്യം ആഫ്രിക്കയിൽ പോകുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ വർഷത്തിൽ 4 പ്രാവശ്യം പോയിട്ട് he couldn't come back. Even when his wife died, he couldn't come back. ഭാര്യ മരിച്ച സമയത്ത് പോലും വരാനായിട്ട് പറ്റിയില്ല. ആ മനുഷ്യൻ അവിടെ സുവിശേഷ വേല ചെയ്തു. ആളുകൾ അദ്ദേഹത്തോട് പറയുവാണ്, നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു ത്യാഗമാണ്. പക്ഷേ അദ്ദേഹം പറയുമായിരുന്നൊരു വാക്കുണ്ട്, when I look at the cross, anything that I do for him is not a sacrifice at all. ഞാൻ ക്രൂശിനെ നോക്കുമ്പോൾ ഞാൻ അവന് വേണ്ടി ചെയ്യുന്നതൊന്നും ഒരു ത്യാഗമേ അല്ല. ക്രൂശിനെ അറിയാത്തവനാണ് ത്യാഗം ചെയ്തെന്ന് വീമ്പിളക്കുന്നത്. ഇന്നിപ്പോൾ എവിടെയെങ്കിലും സുവിശേഷ വേലയ്ക്ക് വേണ്ടി ആരെങ്കിലും പോയി കഴിഞ്ഞാൽ തിരിച്ചു വന്ന് പറയുന്ന വാക്കുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ത്യാഗം ചെയ്യുന്നെന്നാണ് പറയുന്നത്. എന്തോന്ന് ത്യാഗം? നിങ്ങൾ പോയിരിക്കുന്ന അതേ പട്ടണത്തിൽ മലയാളികളായ ആളുകൾ ടയർ കടക്കാരുണ്ട്. അവൻ മാസം 10,000, 2,000, 5,000, 10,000 രൂപ കിട്ടാൻ വേണ്ടി ഈ വെയിലത്തും തണുപ്പത്തും ഏതെങ്കിലും സിക്കുകാരൻ്റെ വണ്ടി കേടാകണമെന്ന് പ്രാർത്ഥിച്ച് അവിടെ കിടന്ന് പണിയെടുക്കുക. എന്തിനാണെന്നറിയാമോ? മാസം 10,000, 5,000 ഉണ്ടാക്കാൻ. എന്നിട്ടാണോ ഇറ്റേണിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന നിങ്ങൾ അവിടെ പോയി ചൂടാ, തണുപ്പാ, അതാ ഇതാതൊക്കെ പറഞ്ഞ് വലിയ ത്യാഗം പറയുന്നത്? വെൻ യു ലുക്ക് അറ്റ് ദ ക്രോസ്, ക്രൂശിലേക്ക് നോക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ ഞാൻ അവന് വേണ്ടി ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ത്യാഗമാണെന്ന് പറയാനുള്ള തൻ്റെ ഇടമുണ്ടാകും? അവന് വേണ്ടി ഉപദ്രവം സഹിക്കാൻ കഴിയുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. അതുകൊണ്ടാണ് തിരുനാമം നിമിത്തം ഉപദ്രവം സഹിക്കാൻ കഴിഞ്ഞത് കൊണ്ട്, അപമാനം ഏൽക്കാൻ കഴിഞ്ഞത് കൊണ്ട് അത് സന്തോഷമായി എണ്ണുന്നവരായ ആളുകൾ. ഈ ബിയാറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ അനുഗ്രഹവചനങ്ങൾ, ശരിക്കും അതിന്റെ മലയാളം അതാണ്. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ എന്താണ്? അനുഗ്രഹീതർ,
അനുഗ്രഹീതർ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ഭാഗ്യവാന്മാർ. പക്ഷേ ഭാഗ്യം എന്നതിനേക്കാൾ അനുഗ്രഹീതർ എന്നുള്ള വാക്കാണ് പ്രധാനം. ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അതാണ്, അനുഗ്രഹ വചനങ്ങൾ. ഈ അനുഗ്രഹ വചനങ്ങളിൽ കർത്താവ് കൊണ്ട നിർത്തിയിരിക്കുന്നത് ഇതാണ്: നിങ്ങൾ ഉപദ്രവിക്കപ്പെടും. ഒരു സംശയവും വേണ്ട. ആ ഉപദ്രവിക്കപ്പെടുമ്പോൾ നിങ്ങൾ ഭൂമിയിലുള്ളതല്ല കാണേണ്ടത്. എന്താണ്? സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിപ്പീൻ. ത്യാഗം സഹിക്കുന്ന ആരും ചിന്തിക്കേണ്ട കാര്യം, അവൻ നമുക്ക് വേണ്ടി ചെയ്തത്. അതുകൊണ്ടാണ് ഈ സിരിശൻ പറഞ്ഞ വാചകം എന്നെ ഒത്തിരി സ്വാധീനിച്ചതാണ്. വെൻ ഐ ലുക്ക് അറ്റ് ദ ക്രോസ്, എനിത്തിങ് ദാറ്റ് ഐ ഡു ഫോർ ഹിം ഇസ് നോട്ട് എ സാക്രിഫൈസ് അറ്റ് ഓൾ. ക്രൂസിലേക്ക് നോക്കുമ്പോൾ അവന് വേണ്ടി ഞാൻ ചെയ്തതൊന്നും ഒരു ത്യാഗമല്ല. എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തെങ്കിലും ഒരു ത്യാഗം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എനിക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിനോട് എനിക്ക് കാണിക്കാവുന്ന ഒരു ചെറിയ നന്ദി പ്രകടനമാണ് വാസ്തവത്തിൽ അവന് വേണ്ടി ഞാൻ സഹിക്കുന്ന ഏത് ഉപദ്രവങ്ങളും. അപമാനിക്കപ്പെടുമ്പോൾ ഞാൻ കൂടുതൽ സന്തോഷിക്കുന്നു. കാര്യം എൻ്റെ നാഥനെ അപമാനിച്ചതാണ്. അതുകൊണ്ടാണ് നമ്മൾ പാട്ടുകാരൻ പറഞ്ഞത് എന്താണ്? നാഥന് മുൾമുടി നൽകിയ ലോകമേ നീ തരും പേര് എനിക്ക് എന്തിനായി? നമുക്കിവിടെ പേര്, ലോകത്തിന്റെ പേരിന് വേണ്ടി ഓടുന്നവരോട് ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ നാഥന് ലോകം എന്താണ് കൊടുത്തത്? അതുപോലെ നിങ്ങൾക്ക് അതിനെ ഒരു അനുഗ്രഹമായിട്ട് കാണാൻ എന്താണ് കഴിയാത്തത്? നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. ഇനി അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കടക്കുന്ന നെക്സ്റ്റ് ടുമോറോ വി ആർ ഗോയിങ് ടു ഗോ ടു ദി അതർ പാസേജസ്. പക്ഷേ ഞാൻ അതിന്റെ ഒരു തുടക്കം മാത്രം പറയാണ്. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞ് ഈ അനുഗ്രഹീത വചനങ്ങളുടെ ആദ്യത്തെ ഭാഗം നിർത്തിയിട്ട് ഉടനെ കർത്താവ് പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, നിങ്ങൾ മലമേൽ പ്രകാശിക്കുന്ന ഒരു പട്ടണമാകുന്നു. ആരുടെ? ലോകത്തിന്റെ വെളിച്ചം, ഭൂമിയുടെ ഉപ്പ്. എങ്ങനെയുള്ള ലോകത്തിന്റെ? നിങ്ങളെ ഉപദ്രവിക്കുന്ന ലോകത്തിന്റെ ഉപ്പ്. നിങ്ങളെ വിടക്ക എന്ന് പറഞ്ഞ് നിങ്ങളെ എന്താണ് അപമാനിക്കുന്നതായ ലോകത്തിന്റെ പ്രകാശം. നോക്ക്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബിയാറ്റിറ്റ്യൂഡ്സിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു നിർത്തിയിട്ട് ഉപദ്രവത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ഒടുവിൽ പറയാണ്, എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ലോകത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനല്ല നോക്കേണ്ടത്, എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ലോകത്തെ എങ്ങനെയെങ്കിലും വെറുക്കുവാനല്ല നോക്കേണ്ടത്. ഈ ഉപദ്രവിക്കുന്ന ലോകത്തിൽ ഒരു ശുശ്രൂഷയുമായി നിങ്ങളായിരിക്കുകയാണ്. ആ ലോകത്തിന്റെ ഉപ്പാകുവാനായിട്ട്, ആ ലോകത്തിന്റെ പ്രകാശമാകുവാൻ, ആ ലോകത്തിന് ഒരു പട്ടണം എന്നതുപോലെ പ്രകാശം പകർന്നു കൊടുക്കാനായിട്ട് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ലോകം ഉപദ്രവിക്കുമ്പോൾ ഒരു കാരണവശാലും ലോകത്തോട് ഒരു വിരോധം വെച്ച് പുലർത്താനല്ല നമ്മൾ പരിശ്രമിക്കേണ്ടത്. പ്രത്യുത ആ ലോകത്തിന് വെളിച്ചമാകുവാൻ വേണ്ടിയാണ്. കാരണം ഉപദ്രവിക്കുന്ന ഒരു ലോകത്തോട് ഉപദ്രവം കൊണ്ട് മറുപടി പറയുവാനല്ല, പ്രത്യുത ഉപദ്രവിക്കുന്നതായ ഒരു ലോകത്തോട് അവരുടെ നീഡ്സിൽ വെളിച്ചമായി, ഉപ്പായി, മലമേൽ ഇരിക്കുന്ന പട്ടണമായി അവർക്ക് വേണ്ടി ജീവിക്കുവാനാണ് കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നത്. ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് മുമ്പേ ലോകം നമ്മുടെ കർത്താവിനെ പകച്ചിരിക്കുന്നു.